അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി ഹംദൻ ത്വയ്യിബൻ കസീറൻ ജസീലൻ ജമീലൻ ദായിമൻ ബിദവാമി മുൽകിക യാ അല്ലാഹ്. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഹ്ദീഹി വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ونبينا وحبيبنا ومولانا ومجتبانا ومرتضانا وقرة أعيننا وثمرة فؤادنا محمدا صلى الله عليه وسلم عبد الله ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا أصابتهم مصيبة فقالوا إنا لله وإنا إليه راجعون. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين والحمد لله رب العالمين. وقال سيدنا ومولانا محمد صلى الله عليه وسلم من يرد الله به خيرا يصب منه. يا صاحب البغداد كل حاضري يا مطلب الحاجات عبد القادري يا قادري يا قادري يا قادري يا قادري يا قادري يا قادري يا صاحب الأجمير شيخي ناظري يا مطلب الحاجات خواجة سنجري. സമാദരണീയനായ വേദിയിൽ ഉപവിഷ്ടരായ ബഹുമാനപ്പെട്ട സദർ ഉസ്താദ്, അഭിവന്ദ്യനായ ജാതിക്കൂട്ടം പള്ളി പ്രസിഡന്റ് അഹമ്മദ് ഹാജി, ബഹുമാനപ്പെട്ട അഭിവന്ദ്യനായ സൂഫി ഹാജി, അതുപോലെ വലിയ ഇല്ലത്ത് സൂഫി ഹാജി,
ബക്കർ ഹാജി, നമ്മുടെ കേളോത്ത് മഹലിൻ്റെ അഭിവന്ദനായ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ ഹാജി, അതുപോലെ ഈ മഹത്തായ വേദിക്ക് സ്വാഗതം അരുളിയ അഭിവന്ദനായ മമ്മു ഹാജി, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ ഉലമാക്കൾ, ഉമറാക്കൾ, സഹോദര സഹോദരിമാർ, മറ്റു സുഹൃത്തുക്കൾ, വിദ്യാർത്ഥികൾ, അള്ളാഹു നമ്മുടെ ഈ ഒത്തുചേരൽ, നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ അവൻ സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. നമ്മുടെ ഈ പരിപാടി നമ്മുടെ SKIAC-യിലൂടെ SKISR-ിലൂടെ ലോകം മുഴുവനും വീക്ഷിക്കാൻ അവസരമൊരുക്കാൻ ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് യമാനി ഉസ്താദ്, അതിൻ്റെ ക്ലാസ് റൂമിൻ്റെ അടിമൻ ബഹുമാനപ്പെട്ട നൂർ ഫൈസി ഉസ്താദ്, അതുപോലെ അമീർ സാഹിബ് ഇരിങ്ങല്ലൂർ തുടങ്ങിയ നമ്മുടെ ഉപേന്ദ്രരായ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ, നമ്മുടെയൊക്കെ ഈ പരിശ്രമം, ഈ പരിപാടി നമ്മുടെ ഈ സദസ്സിൽ വെച്ചും ലോകത്ത് വിവിധ ദിക്കുകളിൽ അവരുടെ ക്ലാസ് റൂമുകളിലും വണ്ടികളിലും യാത്രകളിലൊക്കെ നമ്മുടെ പരിപാടി കേൾക്കുകയും വീക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും നമ്മുടെ ഈ പരിശ്രമം, നമ്മുടെ ഈ ഒത്തുചേരൽ, അവൻ്റെ ദീനിൻ്റെ പേരിലുള്ളൊരു ഒത്തുചേരലും പരിശ്രമവുമായി അള്ളാഹു തആല മാറ്റി അനുഗ്രഹിക്കട്ടെ. ഈ മഹത്തായ സദസ്സിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഉദ്ദേശങ്ങളും നമ്മുടെ വിഷമങ്ങളും നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ എല്ലാം അറിയുന്ന രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്ത് നമുക്ക് വേണ്ടതുപോലെ സന്ദർഭത്തിൽ അവൻ തരുന്ന, അവൻ ഇഷ്ടപ്പെടുന്ന സാലിഹ്യങ്ങളിൽ അള്ളാഹു പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നാല് രാത്രികളും 3 പകലുകളുമായി നീണ്ട ഒരു ബസ് യാത്ര നടത്തി, ഒരു സിയാറത്ത് ടൂർ കഴിഞ്ഞിട്ടാണ് ഏതാണ്ട് ഇന്ന് പുലർച്ചെ ഇവിടെ എത്തിയത്. പരിപാടി കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു പള്ളി കെട്ടാൻ വേണ്ടി ഒരു അറബി വരുന്നുണ്ടായിരുന്നു. അപ്പം അതിന് പോകാതിരിക്കാൻ അവരനുവദിച്ചുമില്ല. അങ്ങനെ അതിനും കഴിഞ്ഞു. ഒരു വിശ്രമത്തിന് പോലും ഇടയില്ലാത്ത വിധം ഇങ്ങോട്ട് വരുന്നതിന് ഒരുപാട് തടസ്സങ്ങൾ അനുഭവപ്പെട്ടു. എങ്ങനെയെങ്കിലും വിളിച്ച് ലീവ് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും തെറ്റിദ്ധരിക്കേണ്ട എന്ന് കരുതി എല്ലാം വകഞ്ഞു മാറ്റി നിർബന്ധപൂർവം ഇവിടെ സംബന്ധിക്കണം എന്ന് ഞാൻ ദൃഢനിശ്ചയം ചെയ്യുകയായിരുന്നു. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇവിടെ ഒത്തുചേരാൻ, ഈ സന്ദർഭത്തിൽ സംബന്ധിക്കാൻ അള്ളാഹു ഭാഗ്യം തന്നിരിക്കുകയാണ്. എനിക്കിവിടെ നിശ്ചയിച്ചിട്ടുള്ള വിഷയം മാരക രോഗങ്ങളും ഇസ്ലാമിക പ്രതിവിധിയും എന്നതാണ്. അത് സമഗ്രമായി പറയണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചതെങ്കിലും 1-2 വിഷയം സാന്ദർഭികമായി എൻ്റെ മുമ്പിൽ സ്വാഗത പ്രഭാഷകനും അല്ലാത്തവരും വലിച്ചിട്ടതിനാൽ അതിനെ പരാമർശിക്കൽ അനിവാര്യമായി തീർന്നിരിക്കുകയാണ്. ഒന്ന്, നമ്മുടെ ഈ ഉറൂസിനെ, നമ്മുടെ മഹല്ലിൽ പാലങ്ങളായി കടന്നു വരുന്ന ഈ ആണ്ട് നേർച്ചയെ പല ആളുകളും വിമർശിക്കുന്നുണ്ട്. ആളുകൾക്ക് വിമർശിക്കാം, പക്ഷേ പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഇസ്ലാമിനെതിരെ എവിടെ വിമർശനം വന്നാലും അതിന് മറുപടി പറയണം. അത് ഇസ്ലാമിൻ്റെ ഒരു സ്വഭാവമാണ്. ഫഖാലത്തിൽ യഹൂദു, ജൂതന്മാർ പറയാണ്, വഖാലത്തിൻ നസാറ, ക്രിസ്ത്യാനികൾ പറയാണ്. ഇന്നാ പറഞ്ഞത്, അതിൻ്റെ മറുപടി എന്നതാണ് ഖുർആൻ. അവരെന്തെങ്കിലും ആയിക്കോട്ടെ, അവരെ നമ്മൾ തിരിച്ചറിയേണ്ടതില്ല, അവരെ പറ്റി പറയേണ്ടതില്ല എന്നതല്ല. ഇബ്ലീസിൻ്റെ 2 തവണ പേര് പറയാതെ വിശുദ്ധ ഖുർആൻ പൂർത്തിയാവുകയില്ല. മസീഹു ദജ്ജാലിൻ്റെ പേര് പറയാതെ നിസ്കാരം പൂർത്തിയാവുകയില്ല. അത് ഇസ്ലാമിൻ്റെ ഒരു സ്വഭാവമാണ്. ഇദാ ലഹറൽ ബിദ്ഉ വസക്കത്തൽ ആലിം, ഒരു ബിദ്അത്ത് ഒരു സ്ഥലത്ത് വെളിപ്പെട്ടാൽ ആലിമ് മൗനം പാലിക്കരുത്, ഉടനെ അതിനെ പ്രതികരിക്കണം. അങ്ങനെ പ്രതികരിക്കാതെ മൗനം ഭജിച്ചാൽ ലഅനഹുല്ലാഹ്, അള്ളാഹു അവനെ ശപിക്കുകയാണ്. വലഅനതുഹുൽ മലായിക, മലായികത്ത് അവരെ ശപിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളായ ആളുകളുടെ തുമഅനീനത്തിനു വേണ്ടി വസ്തുത വിവരിക്കൽ അനിവാര്യമാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ഒരിക്കൽ അള്ളാഹുവിനോട് ചോദിച്ചു, പടച്ചവനെ, കൈഫ തുഹ്യിൽ മൗത്ത, നീ എങ്ങനെയാണ് മരിച്ച ആളുകളെ ജീവിപ്പിക്കുക? മരിച്ചു മണ്ണായ ആളുകളെ ജീവിപ്പിക്കൽ എങ്ങനെയാ? ആരാ ചോദിക്കുന്നത്? ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അള്ളാഹു ചോദിക്കുകയാണ്, ഇബ്രാഹിമെ അവലം തൂമിൻ, നിങ്ങൾ എന്നെ ഈ ചോദ്യം ചോദിച്ചാൽ കൗമിൻ്റെ അവസ്ഥ എന്താണ്? കൗമിനോട് വയല് പറയാൻ വേണ്ടി ഞാൻ നിശ്ചയിച്ച എൻ്റെ പ്രവാചകരിൽ അതിശ്രേഷ്ഠരായി നിങ്ങൾക്ക് തന്നെ വിശ്വാസം വന്നിട്ടില്ലേ? അവലം തൂമിൻ, നിങ്ങൾക്ക് വിശ്വാസം വന്നിട്ടില്ലേ? നിങ്ങൾ എന്നെ ചോദിച്ചാൽ ബാക്കിയുള്ളവരെ കൗമിൻ്റെ അവസ്ഥ എന്താണ്? കാല, ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, പടച്ചവനെ, ബല, എനിക്ക് ശക്തമായ വിശ്വാസമുണ്ട്. വലാകില്ലി യത്മഇന്ന ഖൽബി,
പക്ഷെ നീ അത് കാണിച്ചു തരുമ്പോൾ എൻ്റെ മനസ്സിന് ഒരു സമാധാനമാണ്. ഒന്നും കൂടി എൻ്റെ മനസ്സിന് ഈമാൻ ജാജ്വലിക്കുകയാണ്, അത് പ്രകാശിക്കുകയാണ്. ഇതിനു വേണ്ടിയാണ് ഞാൻ ചോദിച്ചത് എന്ന് അള്ളാഹുവിനോട് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞതുപോലെ എന്തിനാണ് അഹ്മദ് മുസ്ലിയാർ വിമർശിക്കുന്നത്? എന്തിനാണ് ഉറൂസ് വിമർശിക്കുന്നത്? അതിൻ്റെ വിമർശന സ്വഭാവം മുഅ്മിനീങ്ങളുടെ മനസ്സിൽ ഉണ്ടായിട്ടല്ല. എന്നാലും അതിനെ സംബന്ധിച്ച് രണ്ട് വാക്ക് പറയൽ മുഅ്മിനീങ്ങളുടെ ഈമാൻ വർദ്ധിക്കുന്നതാണ്. ഈമാൻ വർദ്ധിക്കുന്നതാണ്. അള്ളാഹു നമ്മുടെ ഈമാൻ നിലനിർത്തി തരട്ടെ. അള്ളാഹു നമ്മുടെ ഈമാൻ ശക്തിപ്പെടുത്തി തരട്ടെ. അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്, രണ്ട് സ്വഭാവം, വളരെ പ്രധാനപ്പെട്ട രണ്ട് സ്വഭാവം ഇത്തരണത്തോട് ചേർന്ന് ഞാൻ വായിക്കുകയാണ്. ഒന്ന്, ബഹുമാനപ്പെട്ട മമ്മുഹാജി ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ കേളോത്ത് എന്നല്ല, കുന്നോത്ത് പറമ്പ് എന്നല്ല, പാറാട് എന്നല്ല, പാനൂർ എന്നല്ല, മട്ടന്നൂർ എന്നല്ല, കണ്ണൂർ എന്നല്ല, കേരളം എന്നല്ല, പ്രവിശാലമായ നമ്മുടെ നാടുകളിൽ എത്ര വലിയ ആളുകളുണ്ട്, വലിയ സമ്പന്നരായ ആളുകളുണ്ടാവും, വലിയ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഉണ്ടാവും, വലിയ വിജ്ഞാനമുള്ള പണ്ഡിതനുണ്ടാവും, അതുപോലെ വലിയ പ്രഭാഷകരുണ്ടാവും, വലിയ കഴിവും പ്രതാപവുമുള്ള ആളുകളുണ്ടാവും. പക്ഷേ ആ ആളുകളുടെ പ്രതാപമൊക്കെ എല്ലാ സമയവും നിലകൊള്ളണമെന്നില്ല. ജീവിതാന്ത്യം വരെ പ്രതാപം നിലകൊള്ളുന്ന ആളുകളുണ്ടാവും. അവസാന നിമിഷം മാത്രം പ്രതാപം കിട്ടും. പക്ഷെ ഒന്നും ഇല്ലെങ്കിൽ പോലും മരണാനന്തര സമയത്ത് ആ മനുഷ്യനെങ്ങനെ വാഴ്ത്തി പറയുക എന്നത് വലിയൊരു സൗഭാഗ്യമാണ്. അയാളെ വാഴ്ത്തി പറയാൻ ഒരു ഖൗമിനെ അള്ളാഹു നിശ്ചയിക്കുകയാണ്. അത് വലിയൊരു സൗഭാഗ്യമായി പരിശുദ്ധ ശരീഅത്തുണ്ടെന്നുണ്ട്. ഈ നാട്ടിലെല്ലാമായ ഞാൻ മരണത്തോടുകൂടി നാട്ടുകാരെല്ലാം എന്നെ അവഗണിക്കുകയാണെങ്കിൽ എന്നെ പറയണമെന്ന് ആർക്കാണ് ഇവിടെ പറയാൻ കഴിയുക? എന്നെ പറയൂ എന്ന് പറയിപ്പിക്കാൻ ഞാനില്ല. ആളുകളോട് പറഞ്ഞു പറയിപ്പിക്കാൻ കഴിയില്ലല്ലോ. അള്ളാഹു ഒരു മനുഷ്യൻ്റെ മനസ്സിൽ ഖബൂലിയത്ത് നൽകിയാൽ ആളുകളുടെ ഹൃദയത്തിൽ ആ മനുഷ്യന് അംഗീകാരം നൽകുക എന്ന് പറയുന്നത് മരണത്തിന് ശേഷം അയാളെ വീണ്ടും ജനിപ്പിക്കുകയാണ്. ചില ആലിമീങ്ങൾ മരിച്ചാലും അവർ ജീവിക്കും, ചില ആലിമീങ്ങൾ മരിച്ചാലും അവർ ജീവിക്കും. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. മഹാനായ കണ്ണിയത്ത് ഉസ്താദ്, അള്ളാഹു സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാൻ ഭാഗ്യം തരട്ടെ. കണ്ണിയത്ത് ഉസ്താദ് വലിയൊരു പ്രഭാഷകനായിരുന്നില്ല. കണ്ണിയത്ത് ഉസ്താദിനെ പോലത്തെ ആലിമീങ്ങൾ കണ്ണിയത്ത് ഉസ്താദിൻ്റെ കാലക്കാർ തന്നെ ഈ കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് പോലും നിങ്ങൾക്കറിയില്ല. അറിയോ? പലർക്കും അറിയില്ല. കണ്ണിയത്ത് ഉസ്താദും മഹാനായ സദഖത്തുള്ള മുസ്ലിയാറും കൈപ്പറ്റ വീരാൻകുട്ടി മുസ്ലിയാറും മൂന്നാളും മഹാനായ കുത്തുബിൻ്റെ 3 അരുമ ശിഷ്യന്മാരാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ശ്രദ്ധിക്കുന്നുണ്ടോ? കുത്തുബിയില്ലേ, നമ്മളെ തൊട്ടടുത്ത കുത്തുബി, എന്താ ചൊക്കിളിയിൽ മറവട്ട് കിടക്കുന്ന കുത്തുബിയുടെ പ്രിയപ്പെട്ട 3 ശിഷ്യന്മാരാണ്. അതിപ്രതാപമുള്ള 3 ശിഷ്യന്മാരാണ് കണ്ണിയത്ത് ഉസ്താദ്, മഹാനായ സദഖത്തുള്ള മുസ്ലിയാർ, ബഹുമാനപ്പെട്ട കൈപ്പറ്റ വീരാൻകുട്ടി മുസ്ലിയാർ. കൈപ്പറ്റ വീരാൻകുട്ടി മുസ്ലിയാർ വലിയ പണ്ഡിതനാണ്. ഞാൻ ആ മനുഷ്യനെ ചെറുതാക്കല്ല, വലിയ വൻമരമായിരുന്നു. പക്ഷെ കണ്ണിയത്ത് ഉസ്താദിനെ അറിയുന്ന അത്ര നിങ്ങൾക്ക് കൈപ്പറ്റ വീരാൻകുട്ടി മുസ്ലിയാർ പരിചയമില്ലല്ലോ. ഉണ്ടോ? ഇല്ല, അറിയില്ല, കേട്ടിട്ട് തന്നെ ഉണ്ടാവില്ല ചിലപ്പോൾ. ഞാൻ ചെറിയേരം ബഹുമാനപ്പെട്ട അസ്ഹരി തങ്ങൾ സമസ്തയുടെ പ്രസിഡൻ്റായൊരു സമയം ഓർമ്മിക്കുകയാണ്. അന്ന് അസ്ഹരി തങ്ങൾ ഒരു പുസ്തകം എഴുതിയിരുന്നു, അറബിയിലൊരു കിതാബ് എഴുതിയിരുന്നു. ആ കിതാബിനെ പറ്റി വലിയ വിവാദം കൊണ്ടു. ആ വിവാദം നടക്കുന്ന സമയത്ത് ഞങ്ങളൊരു ഉറൂസിന്, ചപ്പാരപ്പടവ് മക്കാം ഉറൂസിൻ്റെ സമാപനത്തിന് അസ്ഹരി തങ്ങൾ വന്നപ്പോൾ ഈ കിതാബ് അവിടെ വിതരണം ചെയ്തു. തങ്ങൾ എന്നെപ്പറ്റി, എൻ്റെ പുസ്തകപ്പറ്റി ഒരു വിമർശനം നടത്തുന്നുണ്ട്, ഈ പുസ്തകം വായിച്ചു നോക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം വിതരണം ചെയ്തു. അതെന്ന് എനിക്ക് വായിക്കാനൊന്നും അറിയില്ല. നല്ല അറബ് സാഹിത്യത്തിലെ വലിയ പണ്ഡിതനായിരുന്നു അസ്ഹരി തങ്ങൾ. പിന്നീട് അറബിയൊക്കെ വായിക്കാൻ കഴിയുന്ന ഒരു പ്രായത്തിൽ അതെടുത്ത് വായിച്ചു നോക്കുമ്പോൾ ഈ വീരാൻകുട്ടി മുസ്ലിയാരെ പറ്റിയാണ് ആ പുസ്തകം. അറബിയിലുള്ള ഒരു വലിയ ഗ്രന്ഥമാണ്. അസ്ഹരി തങ്ങൾ എന്ന് പറയുന്നത് ആലിമുൽ അറബ്, അറബികളിലെ പണ്ഡിതനാണ് അദ്ദേഹം. അറബികളിലെ പണ്ഡിതനാണ് അദ്ദേഹം. അപ്പം അത്രയും വലിയ മനുഷ്യൻ ഗ്രന്ഥം എഴുതിയത് വീരാൻകുട്ടി മുസ്ലിയാരെ പറ്റിയാണ്. അത്രയും വലിയ വീരാൻകുട്ടി മുസ്ലിയാരെ കണ്ണിയത്ത് ഉസ്താദിനെ നമ്മൾ അനുസ്മരിക്കുന്ന പോലെ അനുസ്മരിക്കുന്നില്ല. ഉണ്ടോ? അത് കണ്ണിയത്ത് ഉസ്താദിന് അള്ളാഹു കൊടുത്തൊരു ബഹുമാനാണ്. അതെങ്ങനെയാണ് അള്ളാഹ് കൊടുക്കുന്നത് നമുക്കറിയില്ല. ഒരു മനുഷ്യനെ വലിയ പണക്കാരനാക്കി, ഒരു മനുഷ്യനെ 90-ാം വയസ്സിൽ ആരോഗ്യമുള്ളവനാക്കി, ഒരു വയസ്സിന് 10-ാം വയസ്സിൽ തന്നെ മാരക രോഗത്തിന് അടിമയാക്കി. അതെന്തുകൊണ്ടാണ് നമുക്കറിയില്ല. എൻ്റെ വിഷയത രോഗം. 10-ാം വയസ്സിലൊരു കുട്ടിക്ക് ക്യാൻസർ, 4-ാമത്തെ വയസ്സിലൊരു കുട്ടിക്ക് 400 ഷുഗർ. അധ്വാനിക്കാത്തതുകൊണ്ടാ, വെറുതെ ഉത്തിരിഞ്ഞിട്ടാണെന്നും പറയണ്ട. 4 വയസ്സേ ആയിട്ടുള്ളൂ, 400 ഷുഗർ. അതെന്തുകൊണ്ടാ? അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അത് അള്ളാഹു ചില ആളുകൾക്ക് കൊടുക്കുകയാണ്. ബഹുമാനപ്പെട്ട അഹ്മദ് മുസ്ലിയാറിലേക്ക് നമുക്ക് മടങ്ങാം. മഹാനായ അഹ്മദ് മുസ്ലിയാറെ പറ്റി വേഗം പറയാൻ
നല്ലൊരു ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട മമ്മുഹാജി പറഞ്ഞത്. ഞാനത് വിശദീകരിക്കുക മാത്രമാണ്. ബഹുമാനപ്പെട്ട അഹമ്മദ് മുസ്ലിയാർ, അദ്ദേഹത്തിന് വേണ്ടത്ര മക്കളോ ഇല്ല, കുടുംബം തീരെ ഇല്ല എന്ന് പറയാൻ എനിക്ക് അറിഞ്ഞുള്ള കുറഞ്ഞൊരു കുടുംബമുണ്ട്. പക്ഷേ അഹമ്മദ് മുസ്ലിയാറെ ജനമനസ്സിൽ അള്ളാഹു ഏറ്റെടുത്തിരിപ്പിക്കുകയാണ്. എത്ര ആളുകൾ കണ്ണടച്ചാലും ഇരുട്ടാകുന്നില്ല, വെളിച്ചം വരികയാണ്. അത് അള്ളാഹു ആ മനുഷ്യന് കൊടുത്ത ഒരു സൗഭാഗ്യമാണ്. രണ്ടാമത്തത്, അദ്ദേഹത്തിൽ നിന്നുണ്ടാകുന്ന കറാമത്തുകളും ബഹുമാനങ്ങളും. ബഹുമാനപ്പെട്ട അഹമ്മദ് മുസ്ലിയാറുടെ മഖ്ബറയുടെ മഖാമിൻ്റെ അടുത്ത് വന്നാൽ ഒരു മനുഷ്യൻ എന്തെങ്കിലും ആവശ്യം പറഞ്ഞാൽ ആ മനുഷ്യൻ ആ ആവശ്യം നിർവഹിച്ച് കാണപ്പെടുന്നതും വ്യാപകമായി അങ്ങനെ അനുഭവം ഉണ്ടാകുന്നതും തൻ്റെ മരണാനന്തരം ജീവിക്കുന്ന കറാമത്തിൻ്റെ തെളിവാണ്. മരണശേഷവും അദ്ദേഹം ജീവിക്കുകയാണ്. വേറൊരു കാര്യം, അഹമ്മദ് മുസ്ലിയാറെ കുറ്റം പറയുന്ന കുറേ ആളുകളുണ്ട്. ഏതെങ്കിലും ഒരു മനുഷ്യനെ കുറ്റം പറയാതെ ലോകത്ത് കടന്നു പോയിട്ടുണ്ടോ? ആരെങ്കിലും ഒരാളെ? ഏറ്റവും കൂടുതൽ വിമർശനം ആർക്കാണ്? ഇന്നും ലോകത്തെ ഏറ്റവും പേര് ആവർത്തിച്ച് പറയപ്പെടുന്ന ഒരു മനുഷ്യനാണ് ആ മനുഷ്യൻ. ലോകത്ത് 24 മണിക്കൂറും ആ മനുഷ്യൻ്റെ പേര് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അത് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ. തങ്ങളെ വിമർശിക്കാൻ മുസ്ലിം ഉമ്മത്തിനേക്കാളും അംഗസംഖ്യ കൂടുതൽ ക്രിസ്ത്യാനി ഇവിടെയുണ്ട്. മുസ്ലിം ഉമ്മത്തിനേക്കാളും അംഗസംഖ്യ ജൂതന്മാർ ഇവിടെയുണ്ട്. അവരുടെ മതത്തിൻ്റെ നിലനിൽപ്പ് ഇസ്ലാമിൻ്റെ വിമർശനമാണ്. അതിൻ്റെ അടിസ്ഥാനം അതാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശരീഅത്തോടെ അതിൻ്റെ മുൻ ശരീഅത്തുകൾ ദുർബലപ്പെട്ടു പോയി എന്ന് ഞങ്ങൾ പറയുമ്പോൾ ഇല്ല, അതൊരു കള്ള ശരീഅത്താണെന്ന് പറയലാണ് ആ മതത്തിൻ്റെ നിലനിൽപ്പ്. അത് വിമർശിക്കുന്നത് പൊന്നാർ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ നോക്കൂ, ഞാനിപ്പോൾ കടന്നു വരുമ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ എനിക്കൊരു കുട്ടി ജനിച്ചു, ആ കുട്ടിക്ക് ഞാൻ ഒരു പെൺകുട്ടിയാണ്, അതിന് മറിയം എന്നാണ് പേര് നൽകിയത്. എനിക്ക് സൗഭാഗ്യം തോന്നിപ്പോയി, സന്തോഷം. ഞാനും ആഗ്രഹിച്ച് എനിക്ക് ഒരു അടുത്തൊരു പെൺകുട്ടി ഉണ്ടായാൽ ആ പേര് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആരാണ് മറിയം എന്നറിയുമോ? മറിയമിന്റെ പേരിൽ ഖുർആനിൽ 2 സൂറത്താണ് അള്ളാഹു വെച്ചത്. എന്താ ആ മറിയമിന് ഇത്രയും വലിയ പ്രത്യേകത? മറിയത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയുമോ? ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയാണ്, ഒരു മനുഷ്യന് അല്ലാഹു തആല ബഹുമാനം കൊടുക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യനെ ഉപദ്രവിക്കാൻ കുറേ ആളുകളെ വെക്കും. മറിയം ബീവി ഇവിടെ കടന്നു വന്നപ്പോ മറിയം ബീവിനെ ഉപദ്രവിക്കാൻ ആളുകൾ. എന്തിനാ മറിയമിനെ ഉപദ്രവിക്കുന്നത്? ഒരു പെമ്പറന്നോളെ, ഒരു പെൺകുട്ടി എന്തിനാണ് ഉപദ്രവിക്കുന്നത്? മറിയമിനെ ഉപദ്രവിക്കാൻ കാരണം വെച്ചത് അല്ലാഹു ആണ്, മറിയമല്ല. മറിയമിന് അതിലൊരു റോളില്ല, ഒരു കൈയില്ല. ബഹുമാനപ്പെട്ട മറിയം ബീവി റളിയല്ലാഹു അൻഹാ, മറിയം ബീവി പ്രസവിക്കപ്പെട്ടു. പള്ളിയിലേക്കാണ് മറിയം ബീവിനെ വേഗം കൊടുത്തയച്ചത്. പള്ളിയിലെ റൂമിലാണ് മറിയം ബീവി വളർന്നത്. മറിയം ബീവിക്ക് ആ സമയത്ത് ഗർഭമുണ്ടായി. ഭർത്താവില്ലാതെ ഗർഭമുണ്ടായി. കല്യാണം കഴിക്കപ്പെടാതെ ഗർഭമുണ്ടായി. പള്ളിയുടെ റൂമിൽ താമസിക്കുന്ന മറിയമിന് ഗർഭമുണ്ടായി. മറിയമിന്റെ ഗർഭത്തെ പറ്റി അല്ലാഹു പറയാണ്, ഞാനാണ് മറിയമിന് ഗർഭമുണ്ടാക്കിയത്. ജിബ്രീൽ അലൈഹിസ്സലാമാണ് മറിയമിന്റെ മാറിടം പിടിച്ചൂതിയത്. മറിയം ഗർഭിണിയായി. ആളുകളൊക്കെ പറഞ്ഞു, എന്താ പറഞ്ഞത്? മറിയം എങ്ങനെയാ കുട്ടിയുണ്ടായത്? മറിയം എങ്ങനെയാണ് ഗർഭമുണ്ടായത്? മറിയമിനെ വിവാഹം ചെയ്തിട്ടില്ല, മറിയമിനെ ഒരു പുരുഷൻ സ്പർശിച്ചിട്ടില്ല, മറിയം ഒരു പെൺകുട്ടിയാണ്, മറിയം താമസിച്ചത് പള്ളിയിലെ റൂമിലാണ്, എങ്ങനെ ഗർഭമുണ്ടായി എന്ന ജനങ്ങളുടെ ന്യായമുള്ള ചോദ്യത്തിന് എന്താ മറുപടി? മറിയം പറഞ്ഞു, പടച്ചവനെ ഒന്നെന്നെ മരിപ്പിക്കല്ലാ, യാ ലൈതനീ മിത്തു ഖബ്ല ഹാദാ, എന്നെ ഒന്ന് മരിപ്പിക്കല്ലാ. ഈന്തപ്പനയുടെ ഉണങ്ങിയ തൂണുകളെ പിടിച്ചുകൊണ്ട് മറിയം ബീവി പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിലപിച്ച വിലാപം വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുകയാണ്. മറിയം ബീവി പറഞ്ഞു, പടച്ചവനെ അല്ലാ, യാ ലൈതനീ മിത്തു ഖബ്ല ഹാദാ, എന്റെ ഈ കുട്ടിയെ ഞാൻ പ്രസവിക്കുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് മരിച്ചു പോയെങ്കിൽ എന്ന് മറിയം ബീവി ആഗ്രഹിക്കാൻ മാത്രം മറിയം ബീവി ദുനിയാവിൽ വിഷമം സഹിച്ചതുകൊണ്ടാണ് മറിയമിന്റെ പേരിൽ ഖുർആനിൽ അല്ലാഹ് 2 സൂറത്ത് വെച്ചത്. മറിയം ഒരു നബിയല്ല, കാരണം പെണ്ണ് നബി ഉണ്ടാകൂലല്ലോ. സയ്യിദുനാ മൂസാ നബി ഭൂമിയിലേക്ക് ജനിച്ചു വരുന്നതിന് മുമ്പ് തന്നെ കൊല്ലാൻ വേണ്ടി വീടിന്റെ എല്ലാ വീടുകളുടെയും പുറത്ത് ഫറോവന്റെ കിങ്കരന്മാർ ഏതെങ്കിലും ഒരു ഗർഭിണി പെൺകുട്ടിയെ പ്രസവിക്കുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കുകയാണ്. ഏതെങ്കിലും ഒരു പെണ്ണ് പ്രസവിച്ചാൽ
ആ കുട്ടി പ്രസവിക്കുന്നത് ആൺകുട്ടിയായാൽ അതിനെ കൊല്ലാൻ വേണ്ടി ഫറോവന്റെ ഭടന്മാര് നേരത്തെ ഉള്ള ചില പ്രവചന അടിസ്ഥാനത്തിൽ വീടാന്തരം കാത്തു നിൽക്കുമ്പോഴാണ് ഉമ്മ മൂസ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ മൂസാ നബിന്റെ മാതാവ് ഗർഭം ധരിക്കുന്നത്, പ്രസവിക്കുന്നത്. മൂസാ നബി ജനിക്കുമ്പോൾ തന്നെ വാള് തന്റെ പരിസരത്ത് നിൽക്കുകയാണ്. പക്ഷേ അള്ളാഹു ആ കുട്ടിനെ സംരക്ഷിച്ചു. മൂസാ നബിന്റെ ഉമ്മ കരഞ്ഞു, മൂസാ നബിന്റെ ഉമ്മ സങ്കടപ്പെട്ടു. ഒരു ഉമ്മയല്ലേ തൻ്റെ കുട്ടിനെ കൊല്ലാൻ പോവുകയാണ്. മൂസാ നബി കരഞ്ഞു. അള്ളാഹു മൂസാ നബിൻ്റെ ഉമ്മാനെ വിളിച്ചുകൊണ്ട് സംസാരിച്ചത് ഖുർആൻ പറയുന്നു. നിങ്ങൾ നോക്കൂ, മൂസാ നബിൻ്റെ ഉമ്മ അള്ളാഹിൻ്റെ സംസാരം കേൾക്കാൻ ഇടയായി. എന്താ മൂസാ നബിൻ്റെ ഉമ്മാൻ്റെ ക്വാളിഫിക്കേഷൻ? നബിയാണോ? അല്ല, കാരണം ഒരു പെണ്ണ് നബിയില്ലല്ലോ. അള്ളാഹു പറയാണ് മൂസാ നബിൻ്റെ ഉമ്മാനോട് ഞാൻ സംസാരിച്ചു, ഞാൻ വഹ്യ് കൊടുത്തു. ഞാൻ വഹ്യ് കൊടുത്തു. ആരോട്? ഇലാ ഉമ്മി മൂസ, മൂസാ നബിന്റെ ഉമ്മയോട്, മാതാവിനോട്. എന്താ സംസാരിച്ചത്? എന്താണ് മൂസാ നബിന്റെ ഉമ്മാന്റെ ക്വാളിഫിക്കേഷൻ? വലിയ പണ്ഡിതയാണോ? അല്ല. വലിയ പണ്ഡിതയാണോ മൂസാ നബിന്റെ ഉമ്മ? അല്ല. പിന്നെന്താ മൂസാ നബിന്റെ ഉമ്മാന്റെ യോഗ്യത? മൂസാ നബിന്റെ ഉമ്മ കഷ്ടപ്പാടാണ് സഹിക്കുന്നത്. ഒരു മുഅ്മിനായ മനുഷ്യൻ കഷ്ടപ്പെട്ടോ അത് അല്ലാഹു ആ മനുഷ്യന് ഉയർച്ച കൊടുക്കുകയാണ്. ഒരു മനുഷ്യന് ഉയർച്ചയുണ്ടോ ആ മനുഷ്യനെ കുറ്റം പറയാൻ കുറേ ആളുകളെ വെക്കുന്നതാണ്. അത് ഈ ദീനിൻ്റെ സ്വഭാവമാണത്. അതേ ഇവിടെ നിലനിൽക്കുകയുള്ളൂ, അതേ ഇവിടെ സംഭവിക്കുകയുള്ളൂ. അതല്ലാതൊരു മാറ്റം ഇവിടെ ഉണ്ടാവില്ല. അതിന് കാരണങ്ങൾ അള്ളാഹു വെച്ചു കൊടുക്കുകയാണ്. മൂസാ നബിൻ്റെ ഉമ്മ വീണ്ടും കഷ്ടപ്പാട് സഹിച്ചു. എന്താ കഷ്ടപ്പാട്? അള്ള പറയാണ്, ഉമ്മ നിങ്ങളുടെ കുട്ടിയെ പിടിച്ചൊരു പെട്ടിയിലാക്കൂ. വിശുദ്ധ ഖുർആൻ പറയാം, ഒരു പെട്ടിയിലാക്കൂ. പെട്ടി, മരപ്പെട്ടിയാണത്, ഇരുമ്പിൻ്റെ പെട്ടിയല്ല, മറ്റും ആയുധങ്ങളുടെ ഉപകരണങ്ങളുടെ പെട്ടിയല്ല, മരപ്പെട്ടിയാണ്. മരപ്പെട്ടി. ഈ മരപ്പെട്ടിയിൽ നിങ്ങളുടെ കുട്ടിയാക്കാൻ അള്ളാഹു മൂസാ നബിൻ്റെ ഉമ്മാനോട് പറഞ്ഞു കൊടുക്കുകയാണ്. മൂസാ നബിൻ്റെ ഉമ്മാക്ക് അള്ളാഹു വഹി കൊടുക്കുന്നു, മരപ്പെട്ടിയിൽ ആ കുട്ടിയെ. എന്നിട്ട് ആ മരപ്പെട്ടിൻ്റെ പുറത്ത് താറ് തേക്ക്, ആ പെട്ടിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറാതിരിക്കാൻ. അങ്ങനെ താറ് തേച്ച് അടച്ചിട്ട് ആ പെട്ടിനെ അതിനെ കൊണ്ടുപോയി നൈലിലിട്. നിങ്ങൾ അതിനെ നൈൽ നദിയിൽ കൊണ്ടുപോയി ഉപേക്ഷിക്ക്. ഒരു ഉമ്മാക്ക് കഴിയോ തൻ്റെ പൊമ്പറന്നോള് പ്രസവിച്ച് വളർത്തിയെടുക്കുന്ന ഈ കുട്ടിയെ, ചെറിയ കുട്ടിയെ ഒരു പെട്ടിൻ്റെ ഒട്ടിലിട്ട് പൂട്ടിയിട്ട് സമുദ്രത്തിലേക്ക് എറിയാൻ ഒരു പെറ്റുപോറ്റുന്ന ഉമ്മാക്ക് കഴിയോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ കുട്ടീനെ തിരിച്ചു വിട്ടു. ആ കുട്ടീൻ്റെ അവസ്ഥ എന്താ? ഒരു മാതാവിന്, ജന്മം നൽകിയൊരു മാതാവിന് അത് സാധിക്കുമോ? അള്ളാഹു പറയാണ്, അല്ലാ തഖാഫി, ഉമ്മ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ഇന്നാ റാദ്ദൂഹു ഇലൈക്, ആ കുട്ടി നിങ്ങളിലേക്ക് തിരിച്ചു വരും. പക്ഷെ കാലങ്ങളെടുക്കും. നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. പക്ഷെ കാലങ്ങളെടുത്ത് തിരിച്ചു വരുമ്പോൾ അതിന് പ്രമോഷൻ ഉണ്ടാകും. വിഷമം സഹിച്ചതിൻ്റെ പ്രമോഷൻ എന്താണെന്നറിയോ? വജാഇലൂഹു മിനൽ മുർസലീൻ, ആ കുട്ടി മുർസലീങ്ങളിൽപ്പെട്ട ആളാകും. ഉമ്മ നിങ്ങൾ സഹിക്കണ്ട, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, നിങ്ങൾ സഹിച്ചോളൂ എന്ന് അള്ളാഹു. ഇത് ഇസ്ലാമിൻ്റെ അധ്യാപനമാണ്. പൂർവ്വ അമ്പിയാക്കളെയും ഔലിയാക്കളെയും ഖുർആൻ പറഞ്ഞെങ്കിൽ ഖുർആൻ്റെ അവതരണ ശേഷമുള്ള ഇവിടെയുള്ള ആലിമീങ്ങളുടെയും ഔലിയാക്കളുടെയും സ്വഭാവം അത് തന്നെയാണ്. ഇവിടെ ഖുർആൻ ഇറങ്ങാനില്ലാത്തത് കൊണ്ട് അവരെ പേരും ലിസ്റ്റും വന്നിട്ടില്ല എന്ന് മാത്രം. അത് സംഭവിക്കും. അത് അഹ്മദ് മുലാർക്കയും അനുഭവിക്കേണ്ടി വരും, അത് ശംസുൽ ഉലമയും അനുഭവിക്കേണ്ടി വരും. അത് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്കൊക്കെ ഉണ്ടാവും. ഏത് നബിയാ രക്ഷപ്പെട്ടത്? ഏത് വലിയ രക്ഷപ്പെട്ടത്? മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹുവിനെ വിമർശിക്കാൻ ഇവിടെ ഉണ്ടായത് അമുസ്ലിമീങ്ങളല്ല, മുസ്ലിമീങ്ങളായ ആളുകളായിരുന്നു. അതങ്ങനെയാണ് അതിൻ്റെ സ്വഭാവം. അതുകൊണ്ട് തന്നെ നമ്മളത് ചെവിക്കൊടുക്കേണ്ടതില്ല. അത് മഹാന്മാരുടെ മഹത്വത്തിൻ്റെ വലിപ്പമാണ് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. എനിക്കിവിടെ സംസാരിക്കാനുള്ള വിഷയം മാരക രോഗങ്ങളും ഇസ്ലാമിക ചികിത്സയും എന്നതാണ്. രോഗം എന്നതിന് സഖം, മർള് എന്നാണ് വിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ ഹദീസും പേര് നൽകുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് സിഹത്ത് ആണ്, ആരോഗ്യം. സിഹത്ത്, ആരോഗ്യമില്ലായ്മ എന്നാണ് രോഗം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ആരോഗ്യമില്ലായ്മ, ആരോഗ്യം എന്ന് പറഞ്ഞാൽ രോഗമില്ലായ്മ എന്നാണ് മലയാളത്തിലർത്ഥം. ആരോഗ്യം, രോഗമില്ല. രോഗം എന്ന് പറഞ്ഞാൽ ആരോഗ്യമില്ല. എന്നാൽ ആരോഗ്യം എന്ന് പറയുന്നത് അള്ളാഹു നൽകുന്ന വലിയൊരു നിഅമത്താണ്. ചെറിയ നിഅമത്തൊന്നുമല്ലത്, വലിയ നിഅമത്താണ് ആരോഗ്യം. ഏറ്റവും വലിയ നിഅമത്താണ് അള്ളാഹു നൽകുന്ന ആരോഗ്യം. ഏത് ആരോഗ്യം? എന്തിനുള്ള ആരോഗ്യം?
ശരീരത്തിൻ്റെ ഒരു ഭാഗത്തും രോഗമില്ലാത്ത എല്ലാ അവയവങ്ങളും രോഗമുക്തമാകുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ നിഅമത്താണ്. മഹാനായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുകയാണ്, നിങ്ങൾ വിചാരിക്കൂ എല്ലാ അവയവത്തിനും രോഗം ഉണ്ടെങ്കിൽ ഇവിടെ നമുക്കൊന്നും നിൽക്കാൻ കഴിയൂല. ഒരു 4-5 രോഗം ഒന്നിച്ചു കൂടിയാൽ തന്നെ നമ്മളാകെ തളർന്നു പോലേ. ശരീരത്തിൽ എത്ര അവയവമുണ്ട്? ഞരമ്പുകളുടെ എണ്ണം തന്നെ ഹദീസിൽ പറയുന്നു 300 ചില്ലറ ഞരമ്പ് കെണിപ്പുകളുണ്ട് ശരീരത്തിൽ. 300 ചില്ലറ കെണിപ്പുകൾ. ഓരോ കെണിപ്പിന് രോഗം വന്നാൽ, ഒരു കെണിപ്പിന് രോഗം വന്നാൽ ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ്, അള്ളാഹു അവിടുത്തെ പരലോക ദർദ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ, കാളമ്പാടി ഉസ്താദിൻ്റെ ഈ ചെറുവിരലിന് ഇത് മടക്കുന്നിടത്തൊന്നും നിവരൂല. എപ്പോഴും അതിന് മരുന്നിട്ടുകൊണ്ടാണ് ക്ലാസ്സിൽ വരിക. സമസ്തൻ്റെ പ്രസിഡൻ്റൊക്കെ ആകുന്നതിന് മുമ്പ് ഞങ്ങൾ ഉസ്താദായ സമയത്ത് ക്ലാസ്സിൽ വരുമ്പോൾ ഈ ഒരു വിരലിങ്ങനെ പൊന്തി വെച്ച് എപ്പോഴും അതിനെ എണ്ണ തേച്ച് എന്തോ ഒരു എണ്ണ പോലെ തേച്ച് വരുന്നതാണ്. ഒരു വിരലിൻ്റെ 3 കെണിപ്പുകളിൽ ഒരു കെണിപ്പ് മടങ്ങണില്ല. നിങ്ങൾ ആലോചിച്ചിട്ട് ഒറ്റ ഒരു കെണിപ്പ്, 300 ചില്ലറ കെണിപ്പുകൾ ശരീരത്തിലുണ്ട്. എല്ലാ അവയവത്തിനും രോഗം പിടിക്കാന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, ഒരു 4 രോഗം ഒന്നിച്ച് പിടിക്കുമ്പോഴത്തേക്ക് മനുഷ്യൻ തളർന്നു പോകും. എന്നാൽ ഒരു അവയവത്തിനും രോഗമില്ലാത്ത അവസ്ഥ അത്യപൂർവങ്ങളിൽ അത്യപൂർവമായിരിക്കും. അങ്ങനെ ഉണ്ടായിട്ടുണ്ടില്ല എന്ന് പറയുന്നില്ല. വിശുദ്ധ ഇസ്ലാം അങ്ങനത്തെ ആളുകളുടെ ചരിത്രം പറയുന്നുണ്ട്. ഫിറഔൻ, അയാൾക്ക് ഒരു അസുഖം ഒരു കെണിപ്പിലും ഒരിടത്തും ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഒരിക്കലും ഉണ്ടായിട്ടില്ല. തലവേദന ബാധിക്കാത്ത മനുഷ്യനാണ്. അത് അള്ളാഹുവിൻ്റെ ഒരു വിധിയിലാണ്. നോക്കൂ നിങ്ങൾ, ഫിറൗനെ അള്ളാഹു പരീക്ഷിച്ചു. അതൊരു നല്ല മൂമിനാ കൊടുത്തില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നിഅമത്താണ്. ഇസ്ലാമിൻ്റെ പേര് നോക്കൂ, ഒന്ന് ഇബ്തിലാണ്, പരീക്ഷണമാണ്, ഒന്ന് നിഅമത്താണ്. ആരോഗ്യം എന്നത് അള്ളാഹു നൽകുന്ന നിഅമത്താണ്. രോഗം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമുണ്ട്. രോഗത്തിന് പല മുഖങ്ങളുണ്ട്, ഇൻഷാ അല്ലാഹ് പറയാം. ഇസ്ലാമിക ദൃഷ്ട്യാ രോഗത്തെ വിലയിരുത്തുമ്പം ഒരുപാട് സംബന്ധമായ ഹദീസുകളുണ്ട്. എല്ലാം കൂടി ഒന്നുകൂടി പറയാൻ കഴിയില്ല, എന്നാലാവുന്നത്ര നമുക്ക് പറയാം. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഒരു മനുഷ്യന് അള്ളാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ നിഅമത്ത് ഇസ്ലാമാണ്. നിരുപാധികമാണ് ഈ പറയുന്നത്, സ്വാഭാവികമല്ല. ഒരു മനുഷ്യന് അള്ളാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ നിഅമത്ത് ഇസ്ലാമാണ്. മരിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മരിക്കാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇസ്ലാം മതം ഉൾക്കൊണ്ടുകൊണ്ട് മരിക്കാനൊരു മനുഷ്യന് കഴിഞ്ഞാൽ, ജന്മം മുഴുവനും അദ്ദേഹം അമുസ്ലിമാണ്, മരിക്കുന്നതിൻ്റെ 1 മിനിറ്റ് മാത്രം മുമ്പ് ആ മനുഷ്യൻ മുസ്ലിമായി, എന്നാൽ അദ്ദേഹം മുസ്ലിമാണ്. നോക്കൂ നിങ്ങൾ, ഇസ്ലാം എന്ന് പറയുന്ന നിഅമത്തിനാണ് ഒരുപാട് വ്യത്യാസമുണ്ട്. അയാൾ ഉടനീളം അമുസ്ലിമാണ്, മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് അയാൾ മുസ്ലിമായി, തൊട്ടടുത്ത നിമിഷം അയാൾ മരിച്ചുപോയി. ഒരു വഖത്ത് നിസ്കരിച്ചിട്ടില്ല, ഒരു ഉറുപ്യ സക്കാത്ത് കൊടുത്തിട്ടില്ല, ഒരു നോമ്പ് ആ മനുഷ്യൻ എടുത്തിട്ടില്ല, ഒരു ഹജ്ജ് ആ മനുഷ്യൻ ചെയ്തിട്ടില്ല, ഒരു റക്അത്ത് നിസ്കരിച്ചിട്ടില്ല, ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയിട്ടില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് ചൊല്ലി വിശ്വസിച്ച ഉടനെ ആ മനുഷ്യൻ മരിച്ചുപോയി. അയാൾ മുസ്ലിമാണ്. അയാൾക്ക് അള്ളാഹു ചെയ്ത ഏറ്റവും വലിയ നിഅമത്ത് അതാണ്. ഇനി ജന്മം കൊണ്ട് തന്നെ മുസ്ലിമായി മരണം വരെ ആ നിഅമത്ത് നിലനിർത്താൻ സാധിച്ചാലുള്ള നിഅമത്ത് എത്ര വലുതാണ്. ഒരു ഹദീസ് നോക്കൂ നിങ്ങൾ, ചെറിയൊരു ഹദീസ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഒരു സഹാബി, ഉസാമ എന്നാണ് ആ സഹാബിൻ്റെ പേര്. ഉസാമ ബിൻ ലാദനല്ല, ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുമാ. ഉസാമ റളിയല്ലാഹു അൻഹു, ഉസാമത്ത് റളിയല്ലാഹു അൻഹു. അള്ളാഹുവിൻ്റെ റസൂലിന് ഭയങ്കര ഇഷ്ടമാണ് ഈ കുട്ടിനോട്. ഹിബ് റസൂലില്ല എന്നാ പേര്. ഹിബ് എന്ന് പറഞ്ഞാൽ മെഹബൂബ് എന്നർത്ഥം. റസൂലുള്ളാഹിൻ്റെ ഇഷ്ടപ്പെട്ട കുട്ടീന. ഹിബ് റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മെഹബൂബാണ് ആ കുട്ടി. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്, ഒരുപാട് ചരിത്രങ്ങളുണ്ട് അതിന്. കാരണം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടിമയായിരുന്നു സയ്യിദുനാ സെയ്ദ് റളിയല്ലാഹു അൻഹു. ആ അടിമനെ റസൂലുള്ളാഹിക്ക് സമ്മാനിച്ചത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയായിരുന്നു. ഖദീജ ബീവിക്ക് റസൂലുള്ളാഹിയുള്ള ബന്ധം നമുക്കറിയാലോ. അപ്പം അങ്ങനെയുള്ള ഖദീജ ബീവി നബിക്ക് കൊടുത്തൊരു അടിമ നിൽക്കുക, ആ അടിമനോട് പ്രത്യേകം വാത്സല്യ. ആ അടിമക്കൊരു കുട്ടി ജനിച്ചു, അത് റസൂലുള്ളാഹിൻ്റെ വീട്ടിൽ വളരുകയാണ്. ആ കുട്ടിൻ്റെ പേരാണ് ആര്? ഉസാമ റളിയല്ലാഹു അൻഹു. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വീട്ടിലേക്ക് ആരെങ്കിലും വന്നാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ റസൂലുള്ളാഹിനോട് പറയാൻ പലർക്കും പേടിയായിരിക്കും, എല്ലാവർക്കും ഒരേപോലെ ധൈര്യം ഉണ്ടാവില്ല. അങ്ങനെ വല്ല പ്രശ്നബാധിത പ്രശ്നങ്ങൾ വന്നാൽ അത് പറയാൻ വേണ്ടി റസൂലുള്ള പ്രത്യേക ഒരാളെ, സഹാബികളൊക്കെ പ്രത്യേകം, നിങ്ങൾ ഈ വിഷയം ഒന്ന് റസൂലുള്ളാഹിനോട് പറയോ, നമ്മളെ കാര്യം ഒന്ന് പറയോ എന്ന് പറയാൻ ഏൽപ്പിക്കുന്ന ആൾ ആരായിരുന്നു? ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസാമ റളിയല്ലാഹു അൻഹു. അത്രയും നബിയായിട്ട് അറ്റാച്ചാണ്. മിമ്പർ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ ഓതുമ്പോൾ നിർത്തി
ഓടിയെടുത്ത 2-3 കുട്ടികൾ, ഒന്ന് ഹസനും ഒന്ന് ഹുസൈനും ഒന്ന് ഉസാമയുമാണ് റളിയല്ലാഹു അൻഹുമാ. ആ കുട്ടികൾ എവിടെന്നെങ്കിലും കരയുന്ന ഒച്ച കേട്ടാൽ നബി മിമ്പറിൽ നിന്ന് ഖുതുബ നിർത്തി ആ കുട്ടികളെ ഓടിയെടുത്തത് ഹദീസിലുണ്ട്. ആ ഉസാമത്ത് റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹുവിൻ്റെ റസൂൽ ഒരു യുദ്ധത്തിന് വേണ്ടി അയച്ചു. ഒരു യുദ്ധത്തിൻ്റെ ക്യാപ്റ്റനായി, ചീഫ് കമാൻഡറായി ഒരു സംഘത്തിനെ നിയമിച്ചു. അങ്ങനെ അവർ യുദ്ധത്തിന് പോയി. യുദ്ധം ഇരുപരി കൊള്ളുന്ന സമയമാണ്. ശ്രദ്ധിക്കണം നിങ്ങൾ, യുദ്ധം ഇരുപരി കൊള്ളുന്ന സമയമാണ്. ആ സമയത്ത് ശത്രുക്കളുടെ അതിശക്തമായ അക്രമത്തിന് മുമ്പിൽ സ്വഹാബത്ത് പിടിച്ചു നിന്നു. കുറച്ച് കഴിയുമ്പോൾ അവർ മുന്നേറി. ശത്രുക്കളുടെ പാളയം ചിതറി, അവർ തിരതിരി ഓടാൻ തുടങ്ങി. ഓടിയപ്പോൾ സ്വഹാബികൾ പിന്നാലെ ഓടുന്നതിന് പകരം പിന്നാലെ ഓടിക്കൊല്ലാൻ പാടില്ല എന്ന് യുദ്ധത്തിൻ്റെ നിയമമാണ്. ഇസ്ലാമിൻ്റെ യുദ്ധത്തിൻ്റെ നിയമമുണ്ട്. യുദ്ധത്തിന് പോകുമ്പോൾ ചില നിയമങ്ങളുണ്ട്, പട്ടിക. എന്താ പട്ടിക? 1, സ്ത്രീകളെ കൊല്ലാൻ പാടില്ല. 2, കുഞ്ഞുങ്ങളെ കൊല്ലാൻ പാടില്ല. 3, ഓടുന്ന ആളുകളുടെ പിന്നാലെ ഓടിക്കൊല്ലാൻ പാടില്ല. ഇതൊക്കെ ഇസ്ലാമിൻ്റെ യുദ്ധകളത്തിലെ നിയമങ്ങളാണ്, യുദ്ധക്കളത്തിലെ നിയമമാണ്. അപ്പോൾ ഒരു സഹാബി, ആ സഹാബിയായി പടവെട്ടുന്ന ആൾ തിരിച്ചോടി, പേടിച്ച് തിരിച്ചോടിയപ്പോൾ ബഹുമാനപ്പെട്ട ഉസാമത്ത് റളിയല്ലാഹു അൻഹു ആ മനുഷ്യൻ്റെ പിന്നാലെ ഓടി. ആ മനുഷ്യനെ പിടികൂടിയിട്ട് ആ മനുഷ്യനെ കൊള്ള വാള് നീട്ടിയപ്പോൾ അയാൾ ഇപ്പം മരിക്കുമെന്ന് ഉറപ്പായ ഉടനെ സമയത്ത് ആ മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആ മനുഷ്യനതങ്ങ് ചൊല്ലിയപ്പോൾ ഉസാമത്തിന് ഉറപ്പാണ് ഇതെൻ്റെ വാള് പേടിച്ചിട്ട് ചെല്ലുന്നതാണ്, വിശ്വസിച്ചിട്ട് ചെല്ലുന്നല്ല. ശ്രദ്ധിക്കുന്നുണ്ടോ? ഉസാമത്തിന് ഉറപ്പാണ് ഇതെൻ്റെ വാള് പേടിച്ചിട്ടാണ് ചൊല്ലിയത്. ഉസാമ റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യനെ പിടികൂടി വിട്ടില്ല. സ്വഹാബത്തിൻ്റെ ഇടയിൽ കൊണ്ടുവന്നു. ആ മനുഷ്യൻ കലിമ ചൊല്ലി. സ്വഹാബത്ത് പറഞ്ഞു, ആ മനുഷ്യനെ കൊല്ലണ്ട, വിട്ടേക്ക്. ഉസാമത്ത് പറഞ്ഞു, ഇല്ല, ഞാൻ വിടൂല. ആ മനുഷ്യനെ വെട്ടിക്കൊന്നു. സ്വഹാബത്തിനിടയിൽ വർത്താനായത്. റസൂലുള്ളാഹിന്റെ അടുത്തെത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിൻ്റെ ഒരു കറുത്ത നാളെ നിങ്ങൾ നോക്കൂ. അള്ളാഹുവിൻ്റെ റസൂൽ ഉസാമത്തിനെ വിളിപ്പിച്ചു. ഉസാമത്തെ, നിങ്ങൾ ആ മനുഷ്യനെ കൊന്നു നബിയേ. കൈഫ തഫ്അലു ബിലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ മനുഷ്യൻ നാളെ മഹ്ശറിലേക്ക് വരുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടല്ലേ വരിക, നിങ്ങൾ എന്ത് ചെയ്യും? ഉസാമത്ത് പറഞ്ഞു, നബിയേ, ഖാലഹു ഇസ്മതം മിൻ സൈഫി, എൻ്റെ വാളിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണ്. റസൂലുള്ളാഹിന്റെ അടുത്ത ചോദ്യം, കൈഫ തഫ്അലു ബിലാ ഇലാഹ ഇല്ലല്ലാഹ്. നാളെ മഹ്ശറിൽ ആ മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടുവന്നാൽ നീ എന്ത് ചെയ്യും? ഉസാമത്ത് വീണ്ടും പറഞ്ഞു, നബിയേ, ആ മനുഷ്യൻ എൻ്റെ വാള് പേടിച്ചിട്ട് പറഞ്ഞതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, ഹല്ലാ ശഖഖത ഖൽബ, അയാളെ മനസ്സ് നീ കീറി നോക്കിയിട്ടുണ്ടോ ഉസാമ? നീ എങ്ങനെ അയാളെ മനസ്സ് വായിച്ചു? ഹല്ലാ ശഖഖത ഖൽബ, മനസ്സ് കീറിയിട്ടുണ്ടോ ഉസാമ? ഉസാമത്ത് റളിയല്ലാഹു അൻഹു വിറച്ചു. അള്ളാഹുവിൻ്റെ റസൂൽ വിറപ്പിച്ചു, നീ എങ്ങനെ രക്ഷപ്പെടും? നീ നാളെ സ്വർഗത്തിലേക്ക് എങ്ങനെ കിടക്കും? ഒരു മുസ്ലിമിനെ കൊന്ന നീ നരകത്തിലല്ലേ? അദ്ദേഹം മുസ്ലിമായില്ലേ? അദ്ദേഹം സ്വർഗത്തിലല്ലേ? ഉസാമത്ത് റളിയല്ലാഹു അൻഹു പറയാൻ, ഞാൻ ആഗ്രഹിച്ചു പോയി, എനിക്ക് ആ യുദ്ധം കഴിഞ്ഞിട്ട് മുസ്ലിമായാൽ മതിയേനു, എന്നാൽ ഞാൻ ഇതിൽ പെടൂലല്ലോ. നിങ്ങൾ ചിന്തിക്കൂ. ഉസാമത്ത് റളിയല്ലാഹു അൻഹു പറയാൻ, ഞാൻ ആ യുദ്ധം കഴിഞ്ഞിട്ട് മുസ്ലിമായാൽ മതിയായിരുന്നു, എന്നാൽ ഈ കണിയിൽ ഞാൻ പെടൂലല്ലോ. അത്രമാത്രം വലിയ അപകടത്തിൽ ഞാൻ പെട്ടുപോയല്ലോ. സയ്യിദുനാ ഉസാമത്ത് റളിയല്ലാഹു അൻഹു. ഈ സംഭവത്തിൽ നിന്ന് 2 കാര്യം ഞാൻ വായിച്ചെടുക്കുന്നു. ഒന്ന്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കടുത്ത ശകാരത്തിൻ്റെ മുമ്പിൽ ഉസാമത്ത് ആഗ്രഹിച്ചെന്നറിയോ? എൻ്റെ പഴയകാല ഇസ്ലാം ജാഹിലിയത്തായിരുന്നെങ്കിൽ, എൻ്റെ പഴയകാല ഇസ്ലാം കുഫറായിരുന്നെങ്കിൽ എന്നാ. നിങ്ങൾ ആലോചിക്കൂ, ഞാൻ ഇന്നലകളിൽ കാഫിറായിട്ട് ഇന്ന് ശേഷം മുസ്ലിമായാൽ മതിയായിരുന്നു എന്ന് ഉസാമത്ത് ആഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ അത്രമാത്രം റസൂലുള്ളാഹി സ്വഹാബിനെ വേദനിപ്പിച്ചിട്ടുണ്ട്. റസൂൽ അത്രയും ഗൗരവത്തിലാണ് പറഞ്ഞത്. രണ്ടാമത്തത്, ആ മനുഷ്യൻ യുദ്ധത്തിൽ അവസാന നിമിഷം വാളിന്റെ വായ്ത്തല കണ്ട് കലിമത്തു തൗഹീദിൽ ആ മനുഷ്യനെ പറ്റി അള്ളാഹുവിൻ്റെ റസൂൽ പറയാൻ, ആ മനുഷ്യൻ നാളെ മഹ്ശറയിൽ വരും. എങ്ങനെ വരും? ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിട്ട് വരും. നിങ്ങളന്ന് എന്ത് ചെയ്യും? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അപ്പോൾ അവസാന നിമിഷം കലിമ ചൊല്ലാൻ സാധിച്ച ആ മനുഷ്യൻ്റെ പേരും എന്താ? മുസ്ലിമാണ്. അള്ളാഹു ഈമാൻ നൽകിയ ആ മനുഷ്യൻ ഈമാൻ നൽകിയിരിക്കുകയാണ്. ഈ മനുഷ്യനും സൗഭാഗ്യവാനാണ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജീവിതാവസാനം മുഴുവനും ഒരു മനുഷ്യന് മുസ്ലിമാകാൻ, മൂമിനാകാൻ, അള്ളാഹുവിനെ കൊണ്ട് അടിയറച്ച് വിശ്വസിക്കുന്ന ഒരു ജാജ്വലിക്കുന്ന മൂമിനാകാൻ കഴിഞ്ഞാൽ അത്ര വലിയ നിഅമത്ത് വേറെയില്ല. അള്ളാഹുവേ, ഈമാൻ നിലനിർത്തണേ റബ്ബേ.
മൂമിനായി ജീവിപ്പിക്കണേ റബ്ബേ, മൂമിൻ്റെ വിശേഷണങ്ങൾ നൽകണേ റബ്ബേ. പൊന്നാര നബി പറയുന്നു, അള്ളാഹു ഒരു മനുഷ്യന് ഭൂമിയിൽ നൽകുന്ന ഏറ്റവും വലിയ നിഅമത്ത് അതാണ്, അതിന് വേറെ ഒന്നുമില്ല. രണ്ടാമത്തെ നിഅമത്ത് എന്താണ് എന്ന് ചോദിച്ചാൽ നിരുപാധികം പറയാൻ കഴിയും, അസ്സിഹ, ആരോഗ്യമാണ്. രണ്ടാമത്തെ നിഅമത്ത് ഇൽമല്ല. രണ്ടാമത്തെ നിഅമത്ത് ഏറ്റവും വലിയ നിധിയാണ് ഇൽമ്. എന്നാൽ ഇൽമിൻ്റെ വേലയാണ് സിഹത്ത്, ആരോഗ്യം. സമ്പത്ത് അള്ളാഹു നൽകുന്ന സൗഭാഗ്യമാണ്. എന്നാൽ സമ്പത്ത് ആരോഗ്യത്തിൻ്റെ പിറകിലാണ്. സൗന്ദര്യം അള്ളാഹു നൽകുന്ന നിഅമത്താണ്, അത് സിഹത്തിൻ്റെ പിറകിലാണ്. വലിയ രാജാധികാരം അത് അള്ളാഹു നൽകുന്ന നിഅമത്താണ്, അത് അത് ആരോഗ്യത്തിൻ്റെ പിറകിലാണ്. രണ്ടാമത്തെ നിഅമത്ത്, അള്ളാഹു നൽകുന്ന രണ്ടാമത്തെ നിഅമത്ത് അത് ആരോഗ്യമാണെന്ന് പൊന്നാര നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ. അതുകൊണ്ട് തന്നെ എപ്പോഴും അള്ളാഹിനോട് ദുആ ചെയ്യുന്നൊരു ദുആ ഇത്തരുണത്തിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. എൻ്റെ പ്രസംഗത്തിൻ്റെ ഇതുവരെ പറഞ്ഞതിൻ്റെ 2 പോയിന്റുകളിൽ ഒന്ന്, അല്ലാഹ് ഒരു മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ നിഅമത്ത് ഈമാനാണെങ്കിൽ രണ്ടാമത്തെ നിഅമത്ത് ആരോഗ്യമാണ്. അത് നിരുപാധികമാണ്, സ്വാഭാവികമല്ല, നിരുപാധികമാണ്. നിരുപാധികം എന്ന് പറഞ്ഞാൽ അതിനൊരു അർത്ഥമുണ്ട്, പ്രത്യേക ഒരു അർത്ഥമുണ്ട്. എന്താണെന്നറിയോ? ഒരു സഹാബി റസൂലുള്ളാഹിനോട് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയേ അയ്യുൽ അമാലി അഫ്ളൽ, ഏറ്റവും ബഹുമാനപ്പെട്ട ഇബാദത്ത് ഏതാണ്, എനിക്ക് പറഞ്ഞു തരുമോ? റസൂലുള്ളാഹി പറഞ്ഞു, അൻ തുസല്ലി സ്വലാത്ത ലി അവ്വലി വഖ്തിഹാ, അവ്വൽ വഖ്തിൽ നിസ്കരിക്കല. ആ സഹാബിക്ക് റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുത്തതാ. കേൾക്കുന്നുണ്ടോ? രണ്ടാമത് വേറെ സഹാബി നബിയോട് ചോദിച്ചു, നബിയേ അയ്യുൽ അമാലി അഫ്ളൽ, ഏറ്റവും വലിയ ഇബാദത്ത് ഏതാണ് നബിയേ? റസൂലുള്ളാഹി സഹാബിക്ക് പഠിപ്പിച്ചു കൊടുത്തു, അൻ തുത്ഇമത് തആം, നീ ഭക്ഷണം കൊടുക്കലാണ്. കണ്ടോ? അത് ആ സഹാബിക്ക് പഠിപ്പിച്ചു കൊടുത്താണ്. വേറെ സഹാബി പിന്നീട് നബിയോട് ചോദിച്ചു, നബിയേ അയ്യുൽ അമാലി അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠകരമായ ഇബാദത്ത് ഏതാണ് നബിയേ? റസൂലുള്ളാഹി സഹാബത്തിക്ക് പഠിപ്പിച്ചു കൊടുത്തു, അൻ തുസല്ലി തഹജ്ജുദ, നീ തഹജ്ജുദ് നിസ്കരിക്കലാണ്. എന്താ അതിനർത്ഥം? അത് ഓരോരുത്തർക്കും വ്യത്യാസമാണ്. റസൂലുള്ളാഹി ഓരോരുത്തരുടെയും മനസ്സനുസരിച്ച് സംസാരിക്കുകയാണ്. എന്നാൽ ആരോഗ്യമെന്ന് പറയുന്നത് നിരുപാധികം രണ്ടാമത്തെ നിഅമത്താണ്. അത് ഒരാൾക്കൊന്നുമല്ല, എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് പൊന്നാര നബി പ്രാർത്ഥിക്കുന്ന ദുആ ചെയ്യുന്നൊരു ദുആ ഞാൻ ഈ സദസ്സിന് പഠിപ്പിക്കുകയാണ്. അല്ലാഹു പ്രാർത്ഥിക്കാൻ അതെപ്പോഴും ദുആ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞങ്ങൾ ഉസ്താദ് ഞങ്ങളോട് പ്രത്യേകം വസീയത്ത് ചെയ്യാറുണ്ട്, പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം എന്ന് പറയരുത്, ദുആ ചെയ്യണം എന്നാണ് പറയേണ്ടത്. നമ്മൾ സാങ്കേതിക ഭാഷ അതാണ്. നമ്മൾക്ക് ഇവിടെ എന്തോ നമ്മളെ പഠിക്കാൻ വേണ്ടിയിട്ട് പശ വെച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയത വൽ മുആഫാത ദായിമത ഫിദ്ദീനി വദ്ദുനിയാ വൽ ആഖിറ. അതെപ്പോഴും നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹുവിനോട് ദുആർക്കേണ്ട ഒന്നാമത്തെ ദുആ ഈമാൻ നിലനിർത്തി തരാനാണ്. നമ്മളൊക്കെ മുഅ്മിനീങ്ങളാണ്, ആ ഈമാൻ നിലനിർത്തി തരണം. ഒന്നാമത്തെ പോയിന്റ് അതാ. രണ്ടാമത് ചോദിക്കേണ്ട എന്താ? അള്ളാഹിനോട് എന്താ ചോദിക്കേണ്ടതെന്ന് അറിയാതിരിക്കരുത്. രണ്ടാമത് ചോദിക്കേണ്ട രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് വിഷയം, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയത വൽ മുആഫാത ദായിമത ഫിദ്ദീനി വദ്ദുനിയാ വൽ ആഖിറ. അല്ലാഹുവേ നീ ആഫിയത്ത് തരണം. അള്ളാഹുവിനോട് ആഫിയത്ത് ചോദിക്കുക. അറബി തന്നെ ചോദിക്കണമെന്നില്ല, മലയാളത്തിൽ ചോദിച്ചാൽ മതി. ആഫിയത്ത് അത് അള്ളാഹുവിനോട് എപ്പോഴും ചോദിക്കേണ്ട ഒരു നിഅമത്താണ്. അള്ളാഹുവേ അത് തരണേ തരണേ, അത് വർദ്ധിപ്പിച്ച് തരണേ. എപ്പോഴും ആഫിയത്ത് വേണം, എന്തിനും ആഫിയത്ത് വേണം. ആഫിയത്തിൻ്റെ മുമ്പിൽ വയസ്സില്ല. 90-ാം വയസ്സിലും ഒരു മനുഷ്യൻ്റെ നല്ല ആഫിയത്ത് എന്ന് പറയുന്നത്, ഒന്നാമത്തെ ആഫിയത്ത് മനസ്സിലാണ്. ആഫിയത്ത് മനസ്സിലെ വയസ്സൊക്കെ നിശ്ചയിക്കുന്ന മനസ്സാണ്. ഒരാൾക്ക് 15-ാം വയസ്സിൽ അവൻ തളർന്നിട്ട് കുഴഞ്ഞിട്ട് ഒന്നും എനിക്കാകുന്നില്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ മനസ്സെപ്പം വീക്ക. പ്രായം ചെറുതായിട്ട് എന്താ കാര്യം? ഒരാൾക്ക് 90-ാം വയസ്സിലും 16-ാം വയസ്സിൻ്റെ ഉഷേറ മനസ്സാണ് നിയന്ത്രിക്കണം, അല്ലേ? മിഞ്ഞാന്ന് APJ അബ്ദുൽ കലാം മറവിട്ട് ഇടപെട്ട അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിൽ കബറിടത്തിൽ ചെന്നു. അവിടെ ആ പ്രത്യേക രാമേശ്വരത്തെ പാലൊക്കെ കാണാൻ ചെന്നതാണ്. ഒരു അത്ഭുതമാണല്ലോ അത്. രാമേശ്വരത്തെ പാലത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ പണ്ടൊരു കംസ സാഹിബ് പറഞ്ഞത് ഞാനിങ്ങനെ ഓർമ്മിക്കുകയാണ്. അള്ളാഹുവിൻ്റെ മനോഹരമായ സുന്ദരമായ ദുനിയാവ് എന്തൊരു കർണാനന്ദകരമാണ്. ഈ ദുനിയാവിനെ പറ്റിയൊക്കെ അള്ള പറഞ്ഞത് അതൊന്നുമല്ല, അത് കൊതുകിൻ്റെ ചിറക് പോലും ഇല്ല എന്നാ. എന്തൊരു സുന്ദര കാണാനെന്നറിയോ, എന്തൊരാസാധ്യകരമാണ്. എന്നിട്ടും അതിനെ പടച്ചവൻ പറയുന്നത് ഒന്നുമല്ല, അതൊരു കൊതുകിൻ്റെ ചിറകേ ഉള്ളൂ, എൻ്റെതൊക്കെ സ്വർഗത്തിലാണ് ഉള്ളതെന്ന്. മനസ്സിലായിട്ടില്ല? ഇതൊക്കെ പടച്ചവൻ പറയാണ്.
അപ്പോൾ അള്ളാഹുവിൻ്റെ സ്വർഗ്ഗം എത്ര വലുതായിരിക്കും? അത്ര നയനമനോഹരമായ കർണാനന്ദകരമായ കടലിനെ കീറി മുറിച്ച് 2 മീറ്ററോളം പാലം നിർമ്മിച്ച് ആ പാലം കപ്പൽ വരുമ്പോൾ പാലം തനിയെ വരുന്ന് കപ്പലിന് കടന്നു പോകാനുള്ള പാതയൊക്കെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ സുന്ദരമായ ദൃശ്യത്തെപ്പറ്റി പോലും അള്ള പറയുന്നത് എന്താണെന്നറിയോ? അള്ള പറയണത് അതൊക്കെ ദുനിയ ഒന്നുമല്ല, കൊതുകിൻ്റെ ചിറക് പോലും ഞാൻ വില വെച്ചിട്ടില്ല എന്ന് പടച്ചോനാ പറയണത്. എൻ്റെതൊക്കെ മേലെ അവരുണ്ട്, സ്വർഗത്തിലാണ് ഉള്ളത്. അള്ളാഹു അവിടെ എത്തിച്ചു തരട്ടെ, അവിടെ കാണിച്ചു തരട്ടെ. അവിടെ മറവിട്ട് കിടക്കുന്നുണ്ട് കലാം. അബ്ദുൽ കലാം ആരാണ്? അദ്ദേഹത്തിൻ്റെ വാപ്പ സൂഫിയായിരുന്നു. മന്ത്രിക്കാനൊക്കെ ആളുകൾ മൂപ്പരടുത്തേക്ക് വരാറുണ്ട്. അബ്ദുൽ കലാമിൻ്റെ പിതാവ്. അബ്ദുൽ കലാം എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷത്തിലും കൊച്ചുകുട്ടിയെപ്പോലത്തെ മനസ്സുള്ള മനുഷ്യനായിരുന്നു. അപ്പം മനസ്സ് ഒരു ആരോഗ്യമാണ്. എപ്പോഴും മനസ്സിന് മെമ്മറിയിൽ നല്ല ആരോഗ്യം ഉണ്ടാവുക അതൊരു ഘടകമാണ്. ശരീരത്തിന് മാത്രമല്ല ആരോഗ്യം, മനസ്സിൻ്റെ ആരോഗ്യം. ശരീരത്തിൻ്റെ ആരോഗ്യം, മനസ്സിൻ്റെ ആരോഗ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമുണ്ട്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ദുആ എല്ലാം ഹദീസിലുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ദുആയാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വഖഹ്രി റിജാൽ. നല്ലൊരു ദുആയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ 10 മണിക്ക് ഒരാളെ കണ്ടു. രാവിലെ 10 മണിക്ക് പള്ളി വരരുത്. കുറ്റായിട്ടല്ല, ആളുകൾ പണിക്ക് പോകേണ്ട സമയമാണ്, തിരിഞ്ഞിട്ടില്ല. അപ്പോൾ പണിയില്ലാതാക്ക് പള്ളിയിൽ വന്ന് കുത്തിരിക്കാന്നർത്ഥം. പണിയൊന്നുമില്ല. 10 മണിക്കൊക്കെ മനുഷ്യൻ ജോലി ചെയ്യേണ്ട സമയമാണ്. ഒരു മനുഷ്യന് ജോലി വേണം. എന്തെങ്കിലും ഒരു ജോലി എന്ന് പറയുന്നത് ഒരു ഇബാദത്താണ്. ജോലിയില്ലാത്ത മനുഷ്യനെ അള്ള വെറുക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലാഹ യക്റഹു, അള്ള വെറുക്കുന്നുണ്ട് അർറജുല, ഒരാണുങ്ങളെ, അൽ ഫാരിഖമിനല്ല അമൽ, പണിയൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ വെറുതെ തേരാപ്പാര നടക്കുന്ന ഹംകുൽ കുത്തൂസ് ഉണ്ടല്ലോ, ഓനാ നാട്ടിന് ഫസാദ്. അങ്ങനത്തെ ഒരു 25 ആളുകൾ ഒരു നാട്ടിലുണ്ടെങ്കിൽ ആ നാട് ഫസാദാന്ന് മനസ്സിലാക്കണം. റസൂലുള്ളാഹിക്ക് വെറുപ്പാണ്. അപ്പം ജോലി ചെയ്യേണ്ട പ്രത്യേക സമയം ഈ രാവിലെ ടൈമൊക്കെ. എന്നാൽ 10 മണിക്കൊരു സഹാബി പള്ളിയിൽ, റസൂലുള്ളാഹി വിളിച്ചു, ഇങ്ങോട്ടോ, എന്തിനാണ് ഈ പള്ളിയിൽ വന്നിരുന്നത്? പള്ളിയിൽ വരുന്നതിന് ചോദിക്കാനുണ്ടോ? ഉണ്ട്, ചോദിക്കാനുണ്ട്. ഈ സമയത്ത് പണിയെടുക്കേണ്ട സമയമല്ലേ? അദ്ദേഹം പറഞ്ഞു, നബി എനിക്ക് പണിയെടുക്കാൻ കഴിയുന്നില്ല. എന്താ പണിയെടുക്കാൻ കഴിയാത്തത്? കൈക്ക് ആരോഗ്യമുണ്ടോ? ഉണ്ട്, എല്ലാ ആരോഗ്യമുണ്ടല്ലോ, ആരോഗ്യമുള്ളൊരു ശരീരമാണ്, പക്ഷേ എനിക്ക് പണിയെടുക്കാൻ കഴിയുന്നില്ല നബിയെ. എന്താ കാര്യം എന്നറിയോ? ആ മനുഷ്യന് ഒരു ടെൻഷനാണ്, അതുകൊണ്ട് പുറത്തിറങ്ങിക്കൂടാ. ടെൻഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ അനാരോഗ്യമാണ്, അത് മനസ്സിന്റെ രോഗമാണ്. ടെൻഷൻ ഉണ്ടാകുമ്പോൾ മനുഷ്യന്റെ ആരോഗ്യം വർക്ക് ചെയ്യൂല. ഉമ്മ മരിച്ചു, ആ ടെൻഷൻ, പ്രിയപ്പെട്ട ഉമ്മ മരിച്ചാൽ അന്ന് ആർക്കെങ്കിലും പണിക്ക് പോകാൻ കഴിയുമോ? ഉമ്മാനെ മരിച്ച ടെൻഷനാണ്. ഭാര്യ മരിച്ചു അല്ലെങ്കിൽ കുട്ടി മരിച്ചു, എന്നാൽ ആ ടെൻഷൻ്റെ അന്നൊരു പണിയും നടക്കൂല, ഇല്ലേ? എന്താ കാരണം? മനസ്സിന് ആരോഗ്യമില്ല. ഈ സഹാബിനോട് ചോദിക്കുകയാണ്, എന്താണ് ജോലിക്ക് പോകാത്തത്? അദ്ദേഹം പറയുന്നത്, നബിയെ എനിക്ക് ടെൻഷനാണ്. എന്താണോ ടെൻഷൻ? അദ്ദേഹം പറയുന്നത്, നബിയേ എനിക്ക് കടം കൂടിയിട്ടുണ്ട് നബിയേ, എനിക്ക് പുറത്തിറങ്ങിക്കൂട് നബിയേ. ഞാനൊരു 500 രൂപ വാങ്ങാത്ത, 1000 രൂപ കടം വാങ്ങാത്ത ഒരു മനുഷ്യനും ഇവിടെ ഇല്ല നബിയേ. എല്ലാവരും എന്നെ പിടികൂടാൻ കാത്തു നിൽക്കുകയാണ്, ഞാൻ പേടിച്ചിട്ട് പള്ളിയിൽ ഒളിക്കുകയാണ് നബിയേ. റസൂലുള്ളാഹി പറഞ്ഞു, ഇങ്ങോട്ട് വാടോ, നിങ്ങൾക്ക് ഞാനൊരു കലിമത്തുകൾ നിനക്ക് പഠിപ്പിച്ചു തരട്ടെയോ? ഇദാ ദഅഉത ബിഹിന്ന, ആ കലിമത്തുകൾ വെച്ചുകൊണ്ട് നീ ദുആ ചെയ്താൽ അല്ലാഹു നിന്റെ കടം വീടുന്നതാണ്. ആ സഹാബി പറഞ്ഞു, അല്ലമനീഹിന്ന റസൂലുള്ളാഹ്, നബി എനിക്ക് ആ ദുആ പഠിപ്പിച്ചു തന്നു. എന്താണ് ആ ദുആ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വഖഹ്രി റിജാൽ. റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുത്ത ദുആയാണ്. ആ സഹാബി പറയുന്നു, ഞാനത് ദുആ ചെയ്തു, എൻ്റെ കടങ്ങൾ മുഴുവനും വീടി. ഇത് ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക എന്ന് പറയാം, അത് ബഹുവചനമാണ്. ഇന്നി അഊദു ബിക എന്ന് പറഞ്ഞാൽ ഞാൻ, ഇന്നാ നഊദു ബിക എന്ന് പറഞ്ഞാൽ നാം. ബഹുവചനം, ഏകവചനം. മനസ്സിലായല്ലോ പറഞ്ഞത്? എന്താ ആ ഹദീസിൽ ആ മനുഷ്യന് ഒരു ദുആ റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുത്ത. ആ മനുഷ്യന് ആ ദുആയിൽ ഒറ്റൊന്നേ ആവശ്യമുള്ളൂ. എന്താ അത്? കടം വീടണം. പക്ഷെ ആ ദുആയിൽ കുറേ കാര്യമുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? കടം വീടണമെന്നല്ല. ശ്രദ്ധിക്കണോ? ഹദീസ് ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കുന്നുണ്ടോ? ഉണ്ടോ? ആ സഹാബിക്ക് റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുക്കേണ്ടത് കടം വീടേണ്ടത് പോയാ. പക്ഷെ കടം മാത്രമല്ല ഈ മാറ്ററിലുള്ള ഒരുപാട് വിഷയമുണ്ട്. ഒന്നാമത്തെ വിഷയം കടാണോ? അല്ല. ഒന്നാമത്തെ വിഷയം അഊദു ബിക, പടച്ചവനെ ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു, മിനൽ ഹമ്മി വൽ ഹസൻ, ടെൻഷനെ തൊട്ടാണ്. കണ്ടോ?
കടം കൊണ്ട് ടെൻഷനായിപ്പോയി, രോഗം കൊണ്ട് ടെൻഷനായിപ്പോയി, ജോലി കൊണ്ട് ടെൻഷനായിപ്പോയി, ഭാര്യൻ്റെ സ്വഭാവം കൊണ്ട് ടെൻഷനായിപ്പോയി, നാട്ടുകാരുടെ ഇടങ്ങേറ് കൊണ്ട് ടെൻഷനായിപ്പോയി, മറ്റോൻ്റെ ബുദ്ധിമുട്ടിക്കൽ കൊണ്ട് ടെൻഷനായിപ്പോയി. ടെൻഷൻ കൊണ്ട് വർക്ക് ചെയ്യാൻ സാധിക്കണില്ല. എൻ്റെ വർക്കുകളെല്ലാം, എൻ്റെ ജോബുകളെല്ലാം മുടങ്ങിപ്പോയി. അതൊരു വലിയ അനാരോഗ്യമാണ്. അള്ളാഹിൻ്റെ റസൂൽ ആ മനുഷ്യന് ഒന്നാമത് കൊടുത്ത് മരുന്നതാ. എല്ലാവർക്കും കടം കൊടുക്കാനുണ്ടെങ്കിലും കൂളായി നെഞ്ചി വിരിച്ച് നടക്കാൻ ചില ആളുകൾക്ക് കഴിയും. കാരണം അവൻ്റെ മനസ്സിന് നല്ല ഉറപ്പാണ്. തൊലിക്കട്ടി എന്നൊക്കെ പറയല്ലേ, മനസ്സിൻ്റെ തൊലിക്ക് കെട്ടി. ചില ആളുകൾക്ക് 100 റുപ്യ കടം കൊടുക്കാനുണ്ടാവുള്ളൂ, എന്നാലും പേടിയാവും ഇല്ലേ? 100 പേടി, 101 ധൈര്യം എന്ന് പറയല്ലേ? ആ പേടി അതൊരു തരം അസുഖമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യന് ചികിത്സ കൊടുത്തു. അതിനുള്ള ചികിത്സ വൈദ്യശാസ്ത്രത്തിലില്ല. ടെൻഷന് മരുന്നുണ്ടോ? കുന്നോത്തുറമ്പിൽ പോയാൽ കിട്ടുമോ ടെൻഷന് മരുന്ന്? മാനസിക രോഗത്തിന് മരുന്ന് കിട്ടുമോ? ചിലപ്പോൾ അത് ടെൻഷനല്ല. ടെൻഷൻ മൂത്ത് മറ്റൊരു രോഗമായി മാറും. മാനസിക രോഗം മറ്റൊന്നാണ്. ടെൻഷന് മരുന്നില്ല. ടെൻഷനുള്ള മരുന്ന് അള്ളാഹുവിൻ്റെ റസൂലും പരിശുദ്ധ ഖുർആനിൽ 2 മരുന്ന് പറയുന്നുണ്ട്. അതിലൊരു മരുന്ന് ദുആയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തൊരു ദുആയാണത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ അള്ളാഹു തആല ആരോഗ്യം കൊടുത്തു. എല്ലാ അവയവത്തിലും ആരോഗ്യമില്ലെങ്കിലും കുറച്ച് ഏതെങ്കിലും അവയവത്തിൽ നമുക്ക് താങ്ങാൻ കഴിയാത്ത രോഗം വരുമ്പോൾ നമ്മൾ തളർന്നു പോകും. പക്ഷേ ആ സമയത്തും നമുക്ക് രോഗമില്ലാത്ത അവയവങ്ങളുണ്ടല്ലോ. ഉദാഹരണം, കയ്യിനാണ് ക്യാൻസർ. അള്ളാഹുവേ കാക്കണേ റബ്ബേ. ആ സമയത്ത് തൊണ്ട വർക്ക് ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ടോ? ഉണ്ടോ? ഒരു കണ്ണ് കാണുന്നില്ല, പക്ഷേ ആ സമയത്ത് മറ്റേ കണ്ണ് കാണുന്നുണ്ട്. ഞാനൊരു പള്ളിയിൽ ഖുതുബ ഓതുമ്പോൾ വെള്ളിയാഴ്ച ഖുതുബൻ്റെ തൊട്ട് മുമ്പ് ഞാൻ എൻ്റെ അടച്ചിട്ട മുറിയിൽ ഇങ്ങനെ ഇരുന്നു കൊണ്ട് കൽക്കഹഫ് ഓതുമ്പോൾ പെണ്ണൊരു പുറത്തുനിന്ന് ഒരാൾ വന്ന് എൻ്റെ ജനൽ കൊട്ടി. അപ്പോൾ ആരാണ് കൊട്ടിയത്? ഞാൻ തുറന്നു നോക്കിയില്ല. ജുമുഅൻ്റെ സമയമാണ്. കുറേ കൊട്ടിയപ്പോൾ അതൊരു പെണ്ണാണെന്ന് മനസ്സിലാക്കി. തുറന്നപ്പോൾ ഒരു പെണ്ണാണ്. ആ പെണ്ണിൻ്റെ കണ്ണിങ്ങനെ പൊട്ടി ഒലിക്കുന്നുണ്ട്. അത് ഞങ്ങളുടെ പരിസരത്ത് മട്ടന്നൂർ ഭാഗത്തുള്ളൊരു പെണ്ണാണ്. അവൾ വന്നിട്ട് എന്നോട് പുറത്തുനിന്ന് കരഞ്ഞു, ഉസ്താദേ എൻ്റെ കണ്ണ്, ഞാൻ വുളൂ ചെയ്യാൻ പുറത്തിറങ്ങിയപ്പോൾ ഒരു കൊമ്പ് കൊത്തു പോയതാണ്, എൻ്റെ കണ്ണിന് മാരകമായ അസുഖം വന്നു. എനിക്ക് മട്ടന്നൂർ ഉദവി ഉസ്താദ് ഒരുപാട് പൈസ പിരിച്ച് എനിക്ക് ഒരുപാട് ചികിത്സ നടത്തി. ഞാൻ ഇന്നും ചികിത്സയിലാണ്. ഇന്ന് എൻ്റെ പൊക്കിളിലൂടെ ഒരു വെള്ളമൊലിക്കുന്നുണ്ട്. ശരീരത്തിൽ ക്യാൻസറാണെന്നാണ് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു കണ്ണ് ഒലിച്ചിട്ടുള്ളൂ. ആ പെണ്ണിൻ്റെ സങ്കടം കണ്ടുപോയി. ആ പള്ളിയിലെ നിയമം വെള്ളിയാഴ്ച പിരിവെടുക്കാൻ പാടില്ല. ഞാൻ ജനീച്ചെന്ന് ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങളെ, പള്ളിൻ്റെയും കമ്മിറ്റിൻ്റെയും നിയമം ഇങ്ങനെയാണെങ്കിലും അള്ളാഹുവിൻ്റെ ഒരു നിയമത്തിൽ വിധേയായ ഒരു പാവപ്പെട്ട പെണ്ണിൻ്റെ കണ്ണ് പൊട്ടി ഒലിക്കുന്നുണ്ട്, അവരുടെ പൊക്കിളിലൂടെ ക്യാൻസറിൻ്റെ വെള്ളം ഒലിക്കുന്നുണ്ട്, ഒന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞ പാടുകളെല്ലാം ഉദാരമായി സംഭാവന ചെയ്തു. ഞാൻ ചിന്തിച്ചെന്താണെന്നറിയോ? ഒരു കണ്ണിനെ ഇവിടെ ആരോഗ്യമുള്ളൂ, ഒരു കണ്ണിന് രോഗമാണ്. അപ്പോഴും ഒരു കണ്ണിന് ആരോഗ്യമുള്ളത് ആ പെണ്ണിന് ഓർമ്മയില്ല. ഒരു സാത്വികനായ മനുഷ്യൻ, ഒരു ആരിഫായ മനുഷ്യൻ, ആ മനുഷ്യൻ്റെ കഥ പറയുകയാണ് ഞാനിവിടെ. അദ്ദേഹത്തിന് 2 കണ്ണും കാണുന്നില്ല, 2 കൈകാലുകളും മുറിക്കപ്പെട്ടിട്ടുള്ള ഒരു മനുഷ്യൻ. 2 കണ്ണും കാണുന്നില്ല, 2 കൈകാലുകളും മുറിക്കപ്പെട്ട ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ ഇങ്ങനെ ഒറ്റക്കിരുന്നു കൊണ്ട് അദ്ദേഹം ചെല്ലുന്നത് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. എന്താണ് അദ്ദേഹത്തിന്റെ അവസ്ഥ? 2 കണ്ണും കാണുന്നില്ല. എന്താണ് അദ്ദേഹത്തിന്റെ മറ്റൊരവസ്ഥ? 2 കൈയും 2 കാലും ഛേദിക്കപ്പെട്ടിട്ടുണ്ട്. ആ മനുഷ്യനാണ് പറയുന്നത് അൽഹംദുലില്ലാ. ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇപ്പൊ അൽഹംദുലില്ലാ പറയുന്നത്? നിങ്ങളെക്കാളും വലിയ ഇബ്തിലാഹ്, വലിയ പരീക്ഷണം ഭൂമിയിൽ ആർക്കെങ്കിലും ഉണ്ടോ? ആ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ 2 കണ്ണും കാണുന്നില്ലെങ്കിലും എൻ്റെ 2 കാതും കേൾക്കുന്നുണ്ടല്ലോ, എൻ്റെ 2 കാതും കേൾക്കുന്നുണ്ടല്ലോ. ഒരു മനുഷ്യൻ റെയിൽവേ ട്രാക്ക് മുറിച്ച് കിടക്കുമ്പോൾ ട്രെയിന് വന്ന് കയറിയ ആ മനുഷ്യൻ ഒരഞ്ഞ് ചത്തുപോയി, മരിച്ചുപോയി. എന്താ കാരണം? ചെവി കേൾക്കൂല ആ മനുഷ്യൻ. അത് പറഞ്ഞിട്ട് എന്താ ട്രെയിന് കാത്തുക്കുവോ? ചെവി കേൾക്കാത്ത ആളാണോ എന്ന് ട്രെയിനിന് അറിയില്ലല്ലോ, വണ്ടി ഓടിക്കുന്ന ആൾക്ക് അറിയില്ലല്ലോ. അയാൾ മേക്ക് വന്ന് ട്രെയിന് കയറിപ്പോയി, അയാൾ അറിഞ്ഞിട്ടില്ല ഇത്ര വലിയ ചൂളം വിളി, കാരണം കാത് കേൾക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, എത്ര വലിയ രോഗത്തിലുള്ള ആളുകൾക്കും ആരോഗ്യമുള്ള അവയവങ്ങൾ എമ്പാടുമുണ്ട്. അതുകൊണ്ട് അള്ളാഹു തആല തരുന്ന നിഅമത്തിന് നാം നന്ദി കാണിക്കണം. ഒന്നാമത്തെ നന്ദി അള്ളാഹുവിന് ശുക്ർ ചെയ്യലാണ്. വിശുദ്ധ ഖുർആൻ പറയാണ്, ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. അള്ളാഹു പറയുന്നു, ലഇൻ ശകർതും, ഞാൻ നിങ്ങൾക്ക് തന്നതിൽ നിങ്ങൾ നന്ദി കാണിച്ചാൽ,
ലഅസീദന്നകും, ഞാൻ നിങ്ങൾക്ക് ഏറ്റിത്തരും. വലയിൻ കഫർതും, നീ നന്ദികേട് കാണിച്ചാൽ. ഇതാ നമുക്കുണ്ടാകുക. നമുക്കെല്ലാവരും അവസ്ഥയായിരിക്കും, ഓനാരാ എന്നോട് പറയാൻ എന്ന് ഞാൻ പറയണമെങ്കിൽ എനിക്ക് കുറച്ച് എന്തെങ്കിലും ഉണ്ടാണ്, അല്ലെങ്കിൽ പറയില്ലല്ലോ. ഈ നാട്ടിൽ ഒരു നിലയും വിലയില്ലാത്ത, ഒരു ഉറുപ്പ്യൻ്റെ കഴിവുമില്ലാത്ത എന്നെ നിങ്ങൾ ആക്രമിച്ചാൽ ഞാനൊന്നും പറയില്ല. എനിക്ക് ആരോട് പറയാൻ എത്തൂല. എനിക്ക് പറയാൻ കുറച്ച് നാക്കുണ്ട്, കളിക്കാൻ കുറച്ച് ബാങ്കിലോ അല്ലെങ്കിൽ അക്കൗണ്ടിലോ അല്ലെങ്കിൽ എനിക്ക് ഗൾഫിലോ ഒരു കച്ചവടമോ വീഡിയോ ഉണ്ടെങ്കിൽ ഓനാരാണ് എന്നോട് പറയാൻ? ഒരു അഹംഭാവം, ഒരു അഹങ്കാരം തന്നെ മനസ്സിൽ വരുന്നത്, ഈ ഹുങ്ക് വരുന്നത് എന്താണെന്നറിയോ? അതൊരു അള്ളാഹു കൊടുത്ത നിയമത്തിന് അസൂയ വെക്കാണ്, അത് അഹങ്കാരം വെക്കാണ്. അള്ളാഹു പറയുന്നു, ലഇൻ ശകർത്തും, ഞാൻ തന്നതിന് നിങ്ങൾ നന്ദിയാണ് കാണിച്ചതെങ്കിൽ ലഅസീദന്നകും, ഞാൻ നിങ്ങൾക്ക് ഏറ്റിത്തരും. വലഇൻ കഫർതും, നീ നന്ദികേട് കാണിച്ചാൽ ഇന്ന അസാബീ ലശദീദ്, എൻ്റെ അസാബ് വേദനാജനകമാണെന്ന് അല്ലാഹു. പടച്ചവനെ നീ കാക്കണേ റബ്ബേ, നിന്റെ ശാകിരീങ്ങളിൽ നിനക്ക് നന്ദി ചെയ്യുന്നവരിൽ പെടുത്തണേ റബ്ബേ. ഇനി ഞാൻ ഒന്നും കൂടി വിഷയത്തിലേക്ക് താഴേക്ക് ഇറങ്ങി വരികയാണ്. ഞാനിവിടെ പറഞ്ഞു വന്നത്, അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ നിഅമത്ത് ഒന്ന് ഈമാനാണ്, രണ്ടാമത്തത് ആരോഗ്യമാണ്. രണ്ടാമത് ഞാൻ പറഞ്ഞത് ആരോഗ്യത്തിന് വേണ്ടി അള്ളാഹുവിനോട് എപ്പോഴും ദുആ ചെയ്യണം. റസൂലുള്ളാഹി പഠിപ്പിച്ച ഒരു ദുആഇൻ്റെ വചനം ഞാനിവിടെ പറഞ്ഞു. മൂന്നാമത് ഞാൻ പറഞ്ഞത് ആരോഗ്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ആരോഗ്യമാണ് മനസ്സിൻ്റെ ആരോഗ്യം. മനസ്സിന് ആരോഗ്യത്തിന് വൈദ്യശാസ്ത്രത്തിൽ മരുന്നില്ല. പൊന്നാർ നബി പഠിപ്പിച്ച ഒരു ദുആ ഞാനിവിടെ പറഞ്ഞു, ഇല്ലേ? പറഞ്ഞിട്ടില്ലേ? ഖുർആൻ എന്നൊരു ദിക്റും കൂടി പറഞ്ഞുതരാം. ഖുർആനിൽ അള്ളാഹു പറയാൻ, ഖുർആനിൽ മാനസികാരോഗ്യത്തിനൊരു മരുന്ന് പറഞ്ഞു തരുന്നുണ്ട്. എന്താ മരുന്നെന്നറിയോ? ദിക്ർ ചെല്ലാനാണ്. അലാ ബിദിക്രില്ലാഹ് തത്മഇന്നുൽ ഖുലൂബ്. ദിക്ർ ചൊല്ലിയാൽ മനസ്സിന് സമാധാനം കിട്ടും. ടെൻഷൻ അടിച്ചാൽ ദിക്ർ ഇല്ല, ഖുർആൻ എടുത്ത് ഓതുക. സ്വഹാബികളൊക്കെ സുജൂദി കിടന്നുകൊണ്ട് ദ്വാരക്കലുണ്ടെന്ന ചില ആളുകൾക്കൊരു പ്രത്യേകതയാണ്. അപ്പം നല്ല ദിക്ർ ചൊല്ലുക. അപ്പം മനസ്സിൻ്റെ ആരോഗ്യം പ്രധാനമാണ്. നാലാമത്തത്, അള്ളാഹു തന്ന ആരോഗ്യത്തിന് നന്ദി കാണിക്കണം. ഏത് രോഗിക്കും ഇത് ബാധകമാണ്. എന്തുകൊണ്ട്? എല്ലാ രോഗത്തിനും, എല്ലാ അവയവത്തിനും രോഗം ബാധിച്ച ഒരാളും നമ്മുടെ കൂട്ടത്തിലില്ല. ഉണ്ടോ? മുട്ടുവേദന ഉള്ളവരുണ്ട്. ക്യാൻസർ, സാക്ഷാൽ ഒരു ക്യാൻസർ രോഗി ഈ സദസ്സിലുണ്ട്. അള്ളാഹു ശിഫയായി കൊടുക്കട്ടെ. അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ക്യാൻസറാണെന്ന് പറയാൻ മടിയാണ് മനുഷ്യന്മാർക്ക്. എത്രയോ രോഗികൾ, അള്ളാഹുവേ അവർക്കൊക്കെ ശിഫ കൊടുക്കട്ടെ റബ്ബേ. പക്ഷേ ഓൻ്റെ ഒരവയവത്തിനേ ക്യാൻസറുള്ളൂ, എല്ലാ അവയവത്തിനും ഇല്ലല്ലോ, അല്ലേ? ഒരവയവത്തിനേ ക്യാൻസറുള്ളൂ. അതിനെ സഹിക്കാൻ കഴിയുന്നില്ല. ബാക്കി മുഴുവൻ അവയവം അള്ളാഹു ആരോഗ്യം കൊടുത്തിരിക്കുകയാണ്. കണ്ണ് കാണുന്നുണ്ട്, കാത് കേൾക്കുന്നുണ്ട്, ഞരമ്പ് വർക്ക് ചെയ്യുന്നുണ്ട്, കൈകാലുകൾ ചലിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. ഒരവയവത്തിന് ക്യാൻസറുള്ളൂ. പക്ഷേ ഒരവയവം മറ്റു അവയവങ്ങളായിട്ടൊക്കെ ടച്ച് ഉണ്ട്, ശരിയാണ്. പുരയിൽ ഒരു സ്ഥലത്ത് വെള്ളം ഒഴിച്ചാൽ മതിയല്ലോ വെള്ളാകാൻ, അല്ലേ? എന്നാലും മറ്റുള്ള സ്ഥലത്തൊക്കെ വാർപ്പുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ മുഴുവൻ അവയവത്തിന് രോഗം ബാധിച്ചവർ നമ്മുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാവില്ല. ഉള്ളതിന് അല്ലാഹുവിന് നന്ദി ചെയ്യാം. അഞ്ചാമത്തത് രോഗം എന്ന് പറയുന്നത് അതിന് രണ്ട് സ്വഭാവമുണ്ട്. രോഗം വരാൻ പല കാരണങ്ങളുണ്ട്. ഒരു കാരണമില്ലാതെയും രോഗം വരും. ഒരു പ്രത്യക്ഷത്തിൽ ഒരു കാരണവുമില്ല. APJ അബ്ദുൽ കലാമൊക്കെ നല്ല ആരോഗ്യവാനായിരുന്നു. പ്രസംഗിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ കൊഴിഞ്ഞു വീണത്. ഒരു കാരണവും നേരത്തെ ഇല്ല. ഭൗതികവാദികൾക്ക് അവിടെയും മറുപടി പറയാം, അയാൾക്ക് അറ്റാക്ക് വന്നതാണ്. എന്തിനും മറുപടി ഉണ്ടല്ലോ, അവിടെ വേണേൽ മറുപടി പറയാം, അറ്റാക്ക്. അതിന് മുമ്പ് ഒരു രോഗലക്ഷണമോ മനുഷ്യനില്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ പരീക്ഷണമാണ് രോഗമെന്ന് പറയുന്നത്. ഒരു ഭാഗമാണ് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. ഈ പരീക്ഷണം മുഅ്മിനീങ്ങൾക്കത് ബഹുമാനപ്പെട്ടതാണ്. മഹാനായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞ രണ്ട് ഹദീസ് ഞാൻ ഇത്തരണത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ഒന്ന്, റസൂലുള്ളാഹി പറയാൻ, മയ്യുരിദില്ലാഹു ബിഹി ഖൈറാ, ഒരു മനുഷ്യന് അള്ളാഹു ഏറ്റവും വലിയ നിഅമത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ, ഖൈറൻ, ശ്രദ്ധിക്കണം നിങ്ങൾ, മയ്യുരിദില്ലാ, അല്ലാഹ് ഒരാൾക്ക് കൊടുക്കാൻ ഇഷ്ടപ്പെട്ടാൽ എന്ത്? ഖൈറൻ, ഏറ്റവും വലിയ നിഅമത്ത് ഒരു മനുഷ്യന് അല്ലാഹ് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ, ആ മനുഷ്യനെ ഉയർത്തി 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 ഉന്നതിയിലേക്ക് എത്തിക്കണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചാൽ രണ്ടാണ് അയാൾക്ക് നൽകുക. രണ്ട് ഹദീസിൽ രണ്ട് കാരണം പറയുന്നുണ്ട്. ഒരു ഹദീസിലുണ്ട് ഇൽമാ, അള്ളാഹ് വലിയ ആലിമാക്കും. അത്രയും വലിയ മഹത്താണ് ഇൽമിന്. മത്സ്യത്തിൻ്റെ, സമുദ്രത്തിൻ്റെ അടിയിലുള്ള മത്സ്യങ്ങൾ പോലും അതിൻ്റെ പരിസരത്തുകൂടെ നടന്നു പോകുന്ന ആലിമിന് വേണ്ടി തസ്ബീഹ് ചെല്ലുമെന്നാണ്. രണ്ടാമത് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ മറ്റൊരു കാര്യം, യുസബു മിൻഹു, അയാൾക്ക് മുസീബത്ത് കൊടുക്കുമെന്നതാണ്. സുബ്ഹാനല്ലാഹ്.
ആക്ക് മുസീബത്ത് കൊടുക്കുന്നതാണ്. മൻ യുരിദില്ലാഹു ബിഹി ഖൈറാ, ഒരു മനുഷ്യന് അള്ളാഹു ഏറ്റവും വലിയ സോപാനങ്ങളിലേക്ക് ഉയർത്താൻ ഉദ്ദേശിച്ചാൽ രണ്ട് കാര്യങ്ങളാണ് അള്ളാഹു ആ മനുഷ്യന് കൊടുക്കുക. രണ്ടാലൊന്ന്, ഒന്നുകിൽ വലിയ ഇൽമ് കൊടുക്കും ആ മനുഷ്യന്, അങ്ങനെ വലിയ പ്രമോഷൻ കൊടുക്കുന്നതാണ്. രണ്ടാമതല്ല കൊടുക്കുന്നത് ആലിമ് മാത്രമല്ല പ്രമോശമുള്ള ആള്, യുസബു മിൻഹു, ആ മനുഷ്യൻ അള്ളാഹു പരീക്ഷണങ്ങൾ കൊടുക്കും, മുസീബത്തുകൾ കൊടുക്കും, അപകടങ്ങൾ കൊടുക്കും, വലിയ വലിയ മാരകമരായ രോഗങ്ങളും മക്കളുടെ മരണം പോലുള്ള മാരകമായ വലിയ വലിയ മുസീബത്തുകൾ ആ മനുഷ്യന് കൊടുക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. അതാ ഞാൻ ആമുഖമായി പറഞ്ഞത്. ഇവിടെ വന്ന ഔലിയാക്കളെ അമ്പിയാക്കളൊക്കെ ചരിത്രം അങ്ങനെയാണ്. ഒരൊറ്റ വലിയും രക്ഷപ്പെട്ടിട്ടുണ്ടാവില്ല. ഇവിടെ കടന്നുപോയ സർവ്വ നബിമാരുടെയും സർവ്വ ഔലിയാക്കളെയും കഥ അങ്ങനെയാണ്. ഞാൻ വേഗം മനസ്സിലാക്കാൻ ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മളെ പൊന്നാനിയിലാണ്, കുഞ്ഞിപ്പള്ളിയിലാണ് ബഹുമാനപ്പെട്ട നമ്മുടെ മഖ്ദൂദങ്ങൾ മറവിട്ട് കിടക്കുന്നത്. അള്ളാഹു സ്വർഗത്തിൽ വെച്ച് കാണാൻ തൗഫീക്ക് തരട്ടെ. വലിയ പണ്ഡിതനാണ് മഖ്ദൂദങ്ങൾ, വിശ്വോത്തര പ്രസിദ്ധനാണ്. മഖ്ദൂദങ്ങളുടെ അന്നത്തെ കാലത്ത് മൂപ്പര് പഠിച്ചത് എവിടെ നിന്നാണെന്നറിയോ? ബാംഗ്ലൂരിൽ പോയിട്ടല്ല, മക്കത്ത് പോയിട്ടാണ് പഠിച്ചത്. നമ്മളൊക്കെ കൊല്ലത്തിൽ ജീവിതത്തിൽ ഒരിക്കൽ ഹജ്ജിന് പോകില്ല, പഴയ കാലത്തൊക്കെ ജീവിതത്തിൽ ഒരിക്കൽ ഹജ്ജിന് പോവുക, അത്രയും കഷ്ടപ്പാടാണ്. എന്നാൽ ബഹുമാനപ്പെട്ട മഖ്ദൂദങ്ങൾ ഇൽമ പഠിക്കാൻ വേണ്ടി പോയത് മക്കത്തേക്കാണ്. ആരാണ് മക്കത്തെന്നറിയോ? മക്കയെ അദ്ദേഹം തിരഞ്ഞെടുക്കാൻ കാരണം അന്നത്തെ മസ്ജിദുൽ ഹറാമിലെ മുദരിസിനെ തേടിയിട്ടാണ്. ആരാണ് ആ മസ്ജിദുൽ ഹറാമിലെ മുദരിസ് എന്നറിയുമോ? മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ആണ്. അത് നമ്മൾ പൊന്നാനിയിലെ കുഞ്ഞിപ്പള്ളിയിലെ ചോമ്പാലയിൽ മറവിട്ട് കിടക്കുന്ന മഖ്ദൂദങ്ങൾ ഉസ്താദാണ്. മൂപ്പര് മഖ്ദൂദങ്ങളെ ദർസ് കാണാൻ വേണ്ടി പൊന്നാനിയിൽ വന്നിട്ടുണ്ട്. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? ശ്രദ്ധിക്കുന്നുണ്ടോ? ഉണ്ട്. പൊന്നാനിയിലേക്ക് മക്കത്തെ മുദരിസ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, മക്കത്തുനിന്ന് ഒരു അറബി കേരളത്തിലേക്ക് വരുന്നതിനാ? പള്ളിയെടുക്കാനല്ലേ വരിക അല്ലേ? ഒരു അറബി കേരളത്തിലേക്ക് പഴയ കാലത്തൊക്കെ പള്ളിയെടുക്കാനും എത്തിങ്ങാനൊക്കെ സംഭാവന കൊടുക്കാനും വരിക. ഇപ്പം പിന്നെ കല്യാണത്തിനൊക്കെ വരുന്നുണ്ട്. ഇവിടെയൊക്കെ കല്യാണത്തിനൊക്കെ അറബി വന്നിട്ട് കാണുന്നുണ്ട്. പിന്നെ കോട്ടക്കൽ ചികിത്സക്ക് വരും. എന്നാൽ മഖ്ദൂദങ്ങളുടെ ഉസ്താദ് പൊന്നാനിപ്പള്ളിയിലേക്ക് വന്നെന്തിനാണെന്നറിയോ? തൻ്റെ ശിഷ്യൻ്റെ ദർസ് കാണാനാണ് വന്നിന്. വലിയ ദർസേനും പൊന്നാനിപ്പള്ളിയിൽ. ചോമ്പാല കുഞ്ഞിപ്പള്ളിയിൽ മറവിട്ട് കൊടുക്കുന്ന മഖ്ദൂം പൊന്നാനിപ്പള്ളിയിലെ മുദരിസ. ചോമ്പാല പള്ളിയിലെ മുദരിസല്ല, പൊന്നാനിപ്പള്ളിയിലെ മുദരിസ. പൊന്നാനിയിലെ ദർസ് കാണാൻ തൻ്റെ ഉസ്താദ് മക്കത്തുനിന്ന് വന്നു. എങ്ങനെയാ വന്നതറിയോ? ഇബ്നു ഹജർ എന്ന് പറഞ്ഞാൽ കല്ലിൻ്റെ മോൻ എന്ന അർത്ഥം. അഹ്മദ് എന്നാണ് പേര്. പിന്നെന്താ കല്ലിൻ്റെ മോൻ എന്ന് ആളുകൾ വിളിച്ചത്? അത് ഓമന പേരാണ്. മൂപ്പര് കല്ലിൻ്റെ പുറത്തിരുന്നിട്ട് പായ്ക്കപ്പൽ പോലും ഇല്ലാതെ അറബിക്കടലിലേക്ക് മൂപ്പര് മുറിച്ച് കടന്നിട്ട് പൊന്നാനിയിൽ വന്നു. കല്ലിൻ്റെ മോൾ അവിടെ ഇരുന്നു. മഖ്ദൂം ഞങ്ങൾ പള്ളിയിലിരുന്നു കൊണ്ട് പറഞ്ഞു, എൻ്റെ ഉസ്താദ് വരുന്നുണ്ട്, ശിഷ്യന്മാരെ വരൂ എന്ന് പറഞ്ഞ് ശിഷ്യന്മാരൊക്കെ കൂട്ടി പൊന്നാനി കടപ്പുറത്ത് ചെന്നു. എന്നിട്ട് ഉസ്താദ് അങ്ങ് ദൂരെ കടപ്പുറത്തുനിന്ന് വളരെ ദൂരത്തുനിന്ന് കടന്ന് കാണുന്നുണ്ട്, കല്ലിൻ്റെ പുറത്ത് ഇങ്ങനെ തുഴഞ്ഞു വരുന്നു. മഖ്ദൂം ഞങ്ങൾ എന്ത് ചെയ്യുന്നൊരു കടലാസിൻ്റെ തോണി ഉണ്ടാക്കി. കടലാസിൻ്റെ തോണി അറിയോ? അറിഞ്ഞൂടെ? കണ്ണീർ കായലിലേതോ ഒരു കടലാസിൻ്റെ തോണിയൊക്കെ നമ്മൾ പാടില്ലേ? കടലാസിൻ്റെ തോണി, ഇത് കാര്യമാണ്, തമാശയല്ല. കടലാസിൻ്റെ തോണി ഉണ്ടാക്കി മഖ്ദൂം ഞങ്ങൾ അതിൻ്റെ പുറത്തങ്ങ് പോയി. എന്നിട്ട് കല്ലിൻ്റെ മുകളിലുള്ള ഉസ്താദിനെ കടലാസിലേക്ക് കയറ്റിയിട്ട് കൊണ്ടുവന്നു. ഉസ്താദ് വലിയ കറാമത്ത് കാണിച്ചപ്പോൾ ശിഷ്യൻ അതിനേക്കാളും വലിയ കറാമത്ത് അങ്ങോട്ട് കാട്ടി. ഉസ്താദിനെ കൊണ്ടുവന്നിരുത്തി ഒരു ചിരട്ട എടുത്തു. ആ ചിരട്ടയിൽ ഒരു ചക്കക്കുരു എടുത്തു. നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട വിഭവമാണ് ചക്ക. ചക്കൻ്റെ ഉള്ളിലെ ചെറിയൊരു കുരു. ആ കുരു ചിരട്ടയിലിട്ട് അതിനെ കുമ്പെടുത്തി. ചിരട്ട ഇങ്ങ് മറിച്ചപ്പോൾ ആ ചക്കക്കുരു നന്നായി വെന്തിട്ടുണ്ട്. ഉസ്താദേ, നല്ല ഫ്രഷ് പഴ തിന്നോളൂ എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ മഖ്ദൂം തങ്ങളൊരു കിതാബുണ്ട്, അൽ അജിബത്തുൽ അജീബ ഫിൽ അസ്ഇലത്തിൽ ഗരീബ എന്ന് പറഞ്ഞ ചെറിയൊരു കിതാബുണ്ട്. അതിപ്പം പ്രിന്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അത് കൈപ്പട കൊണ്ട് മഖ്ദൂം തങ്ങൾ എഴുതിയതാണ്. പൊന്നാനിപ്പള്ളിയിൽ ഇന്നുകൊണ്ട് ആ കിതാബിൻ്റെ ഏറ്റവും അവസാനത്തെ പേജിൽ ഇബ്നു ഹജർ തങ്ങൾ തൻ്റെ കൈ കൊണ്ട് ഒപ്പുവെച്ചിട്ടുണ്ട്. കേരള ചരിത്രത്തിലുള്ള ഇതൊക്കെ. അപ്പം മക്കത്തെ പള്ളിയിലെ മുദരിസിൻ്റെ ഒപ്പ് പൊന്നാനിപ്പള്ളിയിലെ എഴുത്ത് ലിപികളിൽ വന്നത് മക്കത്തെ മുദരിസ് പൊന്നാനിയിലേക്ക് വന്നതിൻ്റെ തെളിവിൻ്റെ രേഖയാണത്. മനസ്സിലുണ്ടോ പറയണത്? ആ ഇബ്നു ഹജറിനെ പറ്റിയാണ് ഞാൻ പോകുന്നത്. വലിയ മഹാനാണ്, നമുക്കൊക്കെ ബന്ധമുണ്ടെന്ന് അർത്ഥം. നമ്മളെ ഉസ്താദുമാരുടെ പാരമ്പര്യം അങ്ങനെയാണ് കടന്നു പോകുന്നത്. എൻ്റെ ഉസ്താദ് ഇന്ന് ഉസ്താദിൻ്റെ ഉസ്താദ് ശംസുൽ ഉസ്താദ്, കണ്ണിയത്ത് ഉസ്താദിൻ്റെ ഉസ്താദ് കുത്തുബിൻ്റെ ഉസ്താദ് ചാലിലകത്തിലൂടെ കടന്നുപോയാൽ മഖ്ദൂമിലേക്ക് എത്തും. മഖ്ദൂം ഇബ്നു ഹജറിലേക്ക് എത്തും. ഇബ്നു ഹജറിൻ്റെ ഉസ്താദ് ബഹുമാനപ്പെട്ട സക്കരിയ അൽ അൻസാരി. അങ്ങനെ പോയാൽ ഷാഫി ഇമാമിലേക്ക്, അങ്ങനെ സഹാബികളിലൂടെ റസൂലുള്ളാഹിയിലേക്ക് എത്തും. ഇൽമിൻ്റെ സനദ് എന്ന് പറയുന്നതാ. സനദ് കൊടുക്കുമല്ലോ. അപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ എന്താ ഇബ്നു ഹജറിൻ്റെ ചെറിയൊരു കഥ ഇവിടെ പറയാണ്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല വലിയ ആലിമ,
ലോകം കണ്ട ആലിമാണ്, വിശ്വോത്തര ആലിമാണ്. ആ മനുഷ്യൻ അള്ളാഹു കൊടുത്തു ഒരു രോഗം. എന്താണ് രോഗം? മലദ്വാരത്തിലൂടെ രക്തം പോക്ക്. ഭയങ്കര രോഗമാണില്ലേ? അത് ഭയങ്കരമായ രോഗമാണ്. പഴയ കാലത്തൊക്കെ അതിന് ചികിത്സയില്ല. തുണിൻ്റെ അടിയിൽ വേറെ ഒരു കള്ളിത്തുണിയൊക്കെ കൊടുത്തിട്ടാണ് നടക്കുന്നത്, കാണാതിരിക്കുക, രക്തം ഇങ്ങനെ പോകും. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു തങ്ങൾക്ക് ആ രോഗമുണ്ട്. കാർന്ന് തിന്നുകയാണ് എൻ്റെ രോഗം. എന്നെ ഇബ്നു ഹജർ പറയാൻ, എന്നെ കാർന്ന് തിന്നുകയാണ് ആ രോഗം. ദാരിദ്ര്യം കൊണ്ട് ഞാൻ അങ്ങേയറ്റം വലയുകയാണ്. രണ്ടാമത്തത്. മൂന്നാമത്തത്, ഒരു കഷ്ണം ഇറച്ചി കിട്ടാൻ ഞാൻ എത്രയോ കൊതിച്ചു, മാംസം കിട്ടാനില്ല, ഭക്ഷണം കിട്ടാനില്ല. ഇതിനൊക്കെ വേനേക്കാളും എനിക്ക് വിഷമം, ഈ രോഗത്തിനേക്കാളും എനിക്ക് വിഷമം, എൻ്റെ ദാരിദ്ര്യത്തിനേക്കാളും എനിക്ക് വിഷമം, എനിക്കൊരു ഇറച്ചി തിന്നാനുള്ള എൻ്റെ ഈ കൊതി, ആ കൊതി പോലും എനിക്ക് നടക്കാത്ത എൻ്റെ ഈ വിഷമങ്ങളെക്കാളൊക്കെ ഏറ്റവും വലിയ എൻ്റെ വിഷമം എന്താണെന്നറിയതൊന്നുമല്ല, എൻ്റെ സഹപാഠികളുടെ ബുദ്ധിമുട്ടിക്കലാണ്. ഇതിനേക്കാളൊക്കെ വിഷമം അതെല്ലാവരും എന്നെ ബുദ്ധിമുട്ടിക്കുകയാണ്, എന്നെ ഇടങ്ങേറാക്കുകയാണ്, എന്നെ പ്രയാസപ്പെടുത്തുകയാണ്, എന്നെ കുറ്റം പറയുകയാണ്, എന്നെ എഴുതാൻ അനുവദിക്കാതിരിക്കുകയാണ്, എൻ്റെ ഗ്രന്ഥങ്ങളെ കുറ്റം പറയലാണ്. അതാണ് എനിക്ക് ഏറ്റവും വലിയ വിഷമമെന്ന് മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുകയാണ്. നിങ്ങൾ ആലോചിക്കൂ, മൻ യുരിദില്ലാഹു ബിഹി ഖൈറാ, പൊന്നാര നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയാണ്, ഒരു മനുഷ്യന് അല്ലാഹു ഉന്നതി ഉദ്ദേശിച്ചാൽ യുസബു മിൻഹു, ആ മനുഷ്യൻ അല്ലാഹു പരീക്ഷണങ്ങൾ കൊടുക്കുന്നതാണ്. പരീക്ഷണങ്ങൾ കൊടുക്കുന്നതാണ്. പരീക്ഷണം ഇല്ലാതിരിക്കൂല. അത് അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ ഒരു സ്വഭാവമാണ്. അപ്പോൾ എല്ലാ രോഗികളും മനസ്സിലാക്കണം, അള്ളാഹുവിൻ്റെ പരീക്ഷണമാണിത്. അള്ളാഹുവിൻ്റെ ശിക്ഷയാകുന്ന രോഗമുണ്ട് കേട്ടോ, അത് ഞാൻ പറയാം ഇൻഷാ അല്ലാഹ്. ഇത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണെന്ന് മനസ്സിലാക്കണം. പരീക്ഷണമാണെന്ന് മനസ്സിലാക്കിയാൽ നമ്മളതിൻ്റെ മേൽ ക്ഷമിച്ചാൽ വലിയ കൂലിയുണ്ട്. എന്താണ് കൂലി? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അജബൽ ലി അംറിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം അത്ഭുതമാണ്. അവനിക്കൊരു മുള്ളു കുത്തിയാൽ പോലും അവനിക്ക് കൂലിയുണ്ട്. ഒരു മുള്ളുകുത്തി, കാലിന് ഒരു മുള്ളുകുത്തി വേദനിച്ചല്ലോ, ഒരു മുള്ളുകുത്തി, ഷുഗർ ബാധിച്ചവനെ കാഴ്ചക്ക് ഇത് കുത്തി നോക്കണം, അതൊരു വേദനയാണ്, അതൊരു പരീക്ഷണ. അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് കൂലി നൽകുന്നതാണ്. എത്രയാണ് കൂലി? പൊന്നാർ നബി പറയാൻ, ലൗ യഅലമുൽ മരീദു മാലഹു, ഒരു പേഷ്യന്റ് അവനിക്ക് കിട്ടുന്ന പ്രതിഫലം എത്രയാണെന്ന് അവൻ അറിഞ്ഞാൽ, എപ്പോഴും ഞാൻ രോഗിയായിരുന്നെങ്കിൽ എന്ന് രോഗി ആഗ്രഹിക്കുമാർ അള്ളാഹു അവനിക്ക് കൂലി കൊടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടത്തിൽ, തങ്ങളുടെ സഹാബത്തിന്റെ കൂട്ടത്തിൽ ഒരു രോഗി ഉണ്ടായിരുന്നു. ആരാണ് ആ രോഗി എന്നറിയുമോ? സയ്യിദുനാ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു. സയ്യിദുനാ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു. സയ്യിദുനാ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു. എന്താ ഇമ്രാൻ ഇബ്നു ഹുസൈൻ തങ്ങളുടെ അസുഖം? സഹാബത്തിന്റെ കൂട്ടത്തിൽ ഒരു രോഗിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ രോഗവും ഞാൻ നേരത്തെ പറഞ്ഞ രോഗമാണ്, മലദ്വാരത്തിലൂടെ രക്തം വരലാണ്. വന്ന് 27 കൊല്ലമാണ് ആ മനുഷ്യൻ, 17 കൊല്ലമാണ് ആ മനുഷ്യൻ രോഗത്തിൽ കടന്നത്. അദ്ദേഹം കടന്ന ബെഡിന്, കട്ടിലിന് ഒരു ഹോൾസ് വെച്ചിരിക്കുകയാണ്. മലദ്വാരത്തിലൂടെ ഉറ്റുന്ന രക്തം താഴേക്ക് വീഴാൻ വേണ്ടി കിടന്ന കട്ടിലിന് ഒരു ഹോൾസ് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ആ രോഗത്തിൽ കിടക്കുന്ന സഹാബിയോട് അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ കാണാൻ വന്നപ്പോ അദ്ദേഹം പറഞ്ഞു, നബിയേ എനിക്ക് വേണ്ടി ദുആ ചെയ്യൂ നബിയേ. മഹാനായ റസൂലുള്ള പറഞ്ഞു, ഇമ്രാൻ തങ്ങളെ, ഞാൻ നിങ്ങൾക്ക് ദുആ ചെയ്താൽ രോഗം ഇപ്പം മാറുന്നതാണ്, ഇപ്പോൾ ആ രോഗം ശിവപ്പെട്ട് കാണുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് ദുആ ചെയ്യേണ്ടതുണ്ടോ, അതോ ഞാൻ രണ്ടാമതൊരു ഓപ്ഷൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്? ഞാനിവിടെ വന്നപ്പോൾ ഞാനിവിടെ ഒരു ലൈന് കണ്ടു, ഒരു ക്യൂ, ഭയങ്കര തിരക്കുള്ള ക്യൂ ആണ്. ആരാണ് ആ ക്യൂവിൽ? മലായിക്കത്താണ്. എന്തിനാണ് ഈ മലായിക്കത്ത് തിരക്ക് കൂട്ടുന്നത് ഈ ക്യൂവിൽ? അത് ബഹുമാനപ്പെട്ട ഇമ്രാൻ ഇബ്നു ഹുസൈൻ തങ്ങളുടെ കൈ പിടിച്ച് മുത്താനാണ്. മലായിക്കത്ത്, ബഹുമാനപ്പെട്ട മലായിക്കത്ത് മുസാഫഹത്ത് ചെയ്യുകയാണ്. അവരിങ്ങനെ ലൈനായി നിന്നിരിക്കുകയാണ്. അവർക്ക് നിങ്ങളെ കൈയൊന്ന് പിടിക്കാൻ വേണ്ടി, ചുംബിക്കാൻ വേണ്ടി അവർ ലൈൻ നിൽക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഇമ്രാൻ ഇബ്നു ഹുസൈൻ തങ്ങളെ, ഞാൻ നിങ്ങൾക്ക് ദുആ ചെയ്യേണ്ടതുണ്ടോ? ദുആ ചെയ്താൽ നിങ്ങളുടെ രോഗം മാറും. രോഗം മാറിയാൽ ഈ മലായിക്കത്ത് ഇവിടുന്ന് പിരിഞ്ഞു പോകും. മലായിക്കത്ത് നിലനിൽക്കണോ, അതോ ഞാൻ നിങ്ങൾക്ക് ദുആ ചെയ്യണോ? മഹാനായ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു ആലോചിച്ചിട്ട് നബിയോട് പറഞ്ഞു, വേണ്ട നബിയേ, എന്റെ ഈ രോഗം ഇവിടെ നിലനിന്നോട്ടെ നബിയേ, എന്നെ മലായിക്കത്ത് മുസാഫഹത്ത് ചെയ്തോട്ടെ എന്ന് ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു തെരഞ്ഞെടുക്കുകയാണ്.
ബഹുമാനപ്പെട്ടവർ ആ രോഗത്തിൽ കിടന്നുകൊണ്ട് വഫാത്തായിപ്പോയി. 17 കൊല്ലം കിടന്നത്, 17 കൊല്ലം കിടന്ന ആ കട്ടിലിന് മലദ്വാരത്തിലൂടെ താഴെ കുറ്റിപ്പോകുന്ന രക്തം അവിടെ തടവില്ലാതെ താഴേക്ക് പോകാൻ വേണ്ടി ഒരു ഹോൾസ് വെച്ചു എന്നാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ചൊക്കെ. ഒരു സഹാബി റസൂലുള്ളാഹി പറയുന്നു, എനിക്ക് ദ്വാരന്ന് മാറ്റാൻ കഴിയും, എനിക്ക് ദ്വാരന്ന് മാറ്റാൻ കഴിയും. എത്ര മാറ്റിയ സംഭവം ഉണ്ടെന്നറിയോ? സലമത്ത് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു യുദ്ധത്തിൽ ഒരു അമ്പങ്ങ് വന്ന് തറച്ചിട്ട് ആ അമ്പിൻ്റെ തല ശരീരത്തിൻ്റെ മറുഭാഗത്തൂടേക്ക് പുറത്തു വന്നു. ഓ, നിങ്ങൾ ആലോചിച്ചോക്കട്ടെ. ആ മറുതലയുടെ ഒരു ഭാഗത്ത് ഇറച്ചിക്കട്ട, മാംസക്കട്ട ഇങ്ങ് പുറത്തേക്ക് തുർത്തിയിട്ടുണ്ട്. സലമത്തിനെ പിടിച്ച ആളുകൾ പൊക്കിക്കൊണ്ട് ഓടി വന്നു. ഇലാ ഹളറത്തി റസൂലില്ലാഹ്, നബിയുടെ സാന്നിധ്യത്തിൽ കൊണ്ടുവന്നപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സലമത്തിന്റെ അമ്പ് പറിച്ചെടുത്തുകൊണ്ട് സലമത്ത് റളിയല്ലാഹു തആല എന്ന് പറയുന്ന ഫനഫസ ഫീഹി സലാസ നഫസാത്ത്, 3 ഊത്ത് നബി ഊതി. സാധാരണ ഊത്തല്ല, ഉമിനീരിന്റെ അകമ്പടിയോടെ ഊതി. നഫസ എന്ന് പറഞ്ഞാൽ ഉമിനീര് തെറിക്കുന്ന ഊത്തൂതിന. ഫൂഫു എന്ന് സാധാരണ ഒരു മന്ത്രിക്കലുണ്ട്, അതല്ല, ഉമിനീര് തെറിക്കുന്ന എനിക്ക് ഊതി 3 തവണ. ഫമസ്തകൈതു ഹത്ത സഅ, പിന്നെ എനിക്കൊരു വേദന പോലും എനിക്ക് ഉണ്ടായിട്ടില്ല, ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള പൊന്നാര നബി പറയാൻ, ഞാൻ ദുആർന്ന് മാറ്റിത്തരാം ഇമ്രാനെ, വേണോ അതോ ഈ മലായിക്കത്തിൻ്റെ ലൈൻ ഇവിടെ ക്യൂ ഇവിടെ നിലനിൽക്കണോ? ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു ആലോചിച്ചിട്ട് പറഞ്ഞു, നബിയെ എനിക്കിത് മതി. ഇത് വളരെ സഹീഹായ ഹദീസാണ്, ഒരാൾ പോലും നിഷേധിക്കാത്ത വളരെ സഹീഹായ ഹദീസാണ്. ഇനി നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിൽ ഒരു നബിയുടെ കഥ പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദ്കുർ അബ്ദനാ അയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയശ് ശൈത്വാനു ബിനുസിബിൻ വഅദാബ് ഉർകുൽ ബിരിജ്ലിക ഹാദാ മുഖ്തസലും ബാരിദും വശറാബ് വവഹബ്നാ ലഹു അഹ്ലഹു ومثلهم معهم رحمة منا وذكرى لأولي الألباب وخذ بيدك ضغثا فاضرب به ولا تحنث إنا وجدناه صابرا نعم العبد إنه أواب. سيدنا أيوب عليه السلام. അയ്യൂബ് നബിൻ്റെ കഥ പൊന്നാര നബി പറഞ്ഞു തരുന്നുണ്ട്. അത് പുരുഷന്മാർക്കുള്ള കഥയാണ്. ആസിയ ഇമ്രാത്ത് ഫിറൗനെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി പറഞ്ഞു തരുന്നുണ്ട്, അത് പെണ്ണുങ്ങൾക്കുള്ള കഥയാണ്. നല്ല കഥയാണ് ആ 2 കഥയും. മുഅ്മിനീങ്ങൾക്ക് പാഠമാണ്, മുഅ്മിനീങ്ങൾക്ക് അത് 2ഉം പാഠമാണ്. സയ്യിദുനാ അയ്യൂബ് അലൈഹിസ്സലാമിന് അല്ലാഹു വലിയ പരീക്ഷണം കൊടുത്തു. എന്താണ് പരീക്ഷണം? ശരീരമാസകലം രോഗം ബാധിച്ചു. എല്ലാ അവയവത്തിനും രോഗം ബാധിക്കുമോ എന്ന് ഇവിടെ ചോദിച്ചല്ലോ നേരത്തെ. അതേ, ബാധിക്കും, ബാധിച്ചിട്ടുണ്ട്. അത് ചൊറിയാണ്. കണ്ടോ? ചൊറിയില്ല, ചെറിയല്ല ചൊറി മനുഷ്യനെ എല്ലാവരുടെയും ബാധിക്കൂലേ അല്ലേ? തലക്ക് പുണ്ണാണ്, കാലിന് പുണ്ണാണ്, മൂക്കിൽ പുണ്ണാണ്, എല്ലാ ഭാഗത്തും ബാധിക്കുന്ന രോഗമുണ്ടോ? ഉണ്ട്. അതാണ് ചൊറി. ശരീരം മുഴുവനും ചൊറിഞ്ഞു. എന്നാലും അത് തൊലിപ്പുറത്തേ ഉണ്ടാവും ഇല്ലേ? ശ്രദ്ധിക്കുന്നില്ല? ഉണ്ട്, എന്നാലും അത് തൊലിപ്പുറത്തേ ഉള്ളൂ. സയ്യിദുനാ അയ്യൂബ് അലൈഹിസ്സലാമിന് രോഗം വന്ന് ചൊറിയാണ് രോഗം. ശരീരം മുഴുവനും വ്രണിച്ചു, പൊട്ടാൻ തുടങ്ങി. തൊലിൻ്റെ ഉള്ളിലേക്കും രോഗം കടന്നു. ഉള്ളെല്ലാം ചൊറിയാൻ തുടങ്ങി. ഉള്ളു ചൊറിഞ്ഞാൽ എന്താ ഉണ്ടാകുക? എന്താ ഉള്ളു ചൊറിഞ്ഞൊരു മനുഷ്യനറിയോ? തലൻ്റെ ഉള്ളിലേക്ക് കൊതുക് കയറിയൊരു മനുഷ്യനുണ്ടായിരുന്നു, നമ്രൂദ്. തലൻ്റെ ഉള്ളിൽ പോയിട്ട് കൊതുക് വെറുതെ ഇരിക്കില്ലല്ലോ, ബ്രൂന്നിങ്ങനെ മൂളും. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ശത്രു നമ്രൂദ് തലക്കിങ്ങനെ അടിക്കുമ്പോൾ സമാധാനം കിട്ടുമെന്ന ഖുർആൻ പറയുകയാണ്. തലക്കിങ്ങനെ അടിക്കുമ്പോൾ സമാധാനം കിട്ടും. ഉള്ളിൽ ചൊറിഞ്ഞുകൊണ്ടാത്. അയ്യൂബ് നബിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലും ചൊറിയൽ തുടങ്ങി. അങ്ങനെ ആ ചൊറി എവിടെ എത്തിയെന്നറിയോ? നാവുമ്മലേക്ക് വന്ന് തുടങ്ങി. നാവിന് ചൊറി വന്നാൽ പിന്നെ ദിക്റെല്ലാം കഴിയൂല, വായിക്ക് ചൊറി തന്നാൽ ദിക്റെല്ലാം കഴിയൂല. അതുപോലെ ശരീരത്തിൻ്റെ വാരിയെല്ലുകൾ കൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിൻ്റെ ഉള്ളിലേക്കും ഈ ചൊറി വരാൻ തുടങ്ങി. ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് അപ്പോഴാണ് ദ്വാരുന്നത്, അതുവരെ ദ്വാരുന്നിട്ടില്ല. അയ്യൂബ് നബി അലൈഹി സ്വലാം ദ്വാരുന്നത് എന്താണെന്നറിയോ? അള്ളാഹുവിനോട് പറഞ്ഞു, റബ്ബേ റബ്ബി ഇന്നി മസ്സനിയൽ ദുർ, പഠിച്ചവനെ എന്നെ ഇപ്പം വിഷമം തൊട്ടു, എന്നെ സ്പർശിച്ചു. ഇപ്പോഴാണ് എനിക്ക് വിഷമം എത്തിയത്, ഇതുവരെ എനിക്ക് വിഷമമില്ലായിരുന്നു. റബ്ബി ഇന്നി മസ്സനിയൽ ദുർ, ഇപ്പോഴാണ് എനിക്ക് വിഷമം ഉണ്ടായത് റബ്ബേ. എന്താ വിഷമം? എനിക്ക് ദിക്റെല്ലാം കഴിയുന്നില്ല. പിന്നെന്താ വിഷമം? നിന്നെ ഓർമ്മിക്കാൻ എൻ്റെ മനസ്സിനിടമില്ല.
ഇതുവരെ എനിക്ക് വിഷമമല്ല എന്ന് സയ്യിദുനാ അയ്യൂബ് അലൈഹിസ്സലാം. ഇത്രമാത്രം രോഗത്തിൽ അയ്യൂബ് നബി അലൈഹിസ്സലാം ക്ഷമിച്ചപ്പോൾ അല്ലാഹു പറയാണ് ഖുർആനിൽ, നിഅമൽ അബ്ദു, അയ്യൂബ് നബി നല്ല അടിമയാണ്, നല്ലൊരു മനുഷ്യനാണ് അയ്യൂബ് നബി. ഖുർആനിൽ ഒരു മനുഷ്യനെ നല്ലത് എന്ന് വിശേഷിപ്പിച്ചിട്ട് പ്രത്യേകം എടുത്ത് പറഞ്ഞത് 1-2 ആളുകളേ ഉള്ളൂ. അതിൽപ്പെട്ട ഒന്ന് സയ്യിദുനാ അയ്യൂബ് അലൈഹിസ്സലാം. ഒരടിമ എന്ന് പറയുന്നത് ഉടമനെ അംഗീകരിക്കലാണ്. ഒരടിമനെ വാങ്ങിക്കൊണ്ടുവന്ന് വീട്ടിലേക്ക് അയാളോട് ചോദിച്ചു, ഏത് ഡ്രസ്സാണോ നിനക്ക് വേണ്ടത്? പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കുകയാണ്, എനിക്ക് ഏത് ഡ്രസ്സാണ് വേണ്ടത്? അടിമ എന്താ പറയാ? എനിക്ക് ഇന്ന ഡ്രസ്സ് വേണോ, എനിക്ക് ലിനൻ ഷർട്ട് പീസ് വേണം, മറ്റോ അല്ലേ? അടിമ പറയുന്നത് ഉടമ എന്താണോ തരുന്നത് അതാണ് എനിക്കിഷ്ടം. അടിമനോട് ചോദിക്കുകയാണ്, ഇന്ന് രാത്രി എന്ത് കറിയാണ് നിനക്ക് വേണ്ടത്? ഉടമ എന്താണോ തരുന്നത് അതാണ് എനിക്കിഷ്ടം. ഇന്ന് ഉച്ചക്ക് എന്ത് ഭക്ഷണമാണ് വേണ്ടത്? ഉടമ എന്താണോ തരുന്നത് അതാണ് എനിക്കിഷ്ടം. അതാണ് ഏറ്റവും നല്ല അടിമ. ഏറ്റവും നല്ല അടിമ അതാണ്. നമ്മളെ പെട്ടി വരുന്നുണ്ട്. പെട്ടിക്കൊരു പ്രത്യേകത ഉണ്ട്. പഴയതുപോലെ എടുക്കാത്ത കടലാസൊന്നും എടുക്കാൻ പറ്റില്ല. 500,000 വേണ്ട, 2000 ഇട്ടാൽ മതി എന്നർത്ഥം. സാധാരണ നമ്മൾ 500,000 ആണല്ലോ ഇടുക. ഇപ്പോൾ അത് എടുക്കാത്തത് കൊണ്ടേ 2000 ഇട്ടാൽ മതി എല്ലാവരും. അപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദുനാ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം, അയ്യൂബ് നബി അലൈഹി സ്വലാം അങ്ങേയറ്റം രോഗം വന്നിട്ടുണ്ട്. സയ്യിദുനാ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അതങ്ങേയറ്റം ക്ഷമിച്ചു. അപ്പോൾ രോഗികളായ ആളുകൾ മനസ്സിലാക്കണം, രോഗം എന്നത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. ഒരു കാരണവും ഇല്ലെങ്കിലും അള്ളാഹു രോഗം കൊടുക്കും. അത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണെന്ന് വെച്ച് ക്ഷമിക്കണം. ക്ഷമിക്കുമ്പോഴാണ് അതിന് കൂലി ലഭിക്കുക. മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന് നേരത്തെ ഞാൻ പറഞ്ഞ അസുഖമുണ്ടായിരുന്നു, മലദ്വാരത്തിലൂടെ രക്തം പോകുന്ന അസുഖം. ഇമാം ഷാഫിക്ക് 7 കൊല്ലം അതുണ്ടായിട്ട് 7 കൊല്ലം കൊളാമ്പിന്റെ മുകളിലിരുന്നാണ് ദർസ് നടത്തിയത്. ഇമാം ഷാഫി ആരോടും അത് പറയാറില്ല, ഒരു മനുഷ്യനോട് അത് പറയാറില്ല. അപ്പോൾ അതുകൊണ്ട് കംപ്ലൈൻ്റ് ആയിട്ട് ഇതിങ്ങനെ പറയുള്ളൂ. ആളുകളോട് പറഞ്ഞാൽ ആ രോഗത്തിൻ്റെ പ്രതിഫലം കുറഞ്ഞു പോകും. മനസ്സിലാകുന്നുണ്ടോ? എനിക്ക് ഭയങ്കര ഷുഗറാണ്, അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ്, ആളുകളോട് ഇങ്ങനെ പറഞ്ഞെടുക്കരുത്. ചില ആളുകളോട് പറയേണ്ടി വരും ദ്വാരക്കാൻ വേണ്ടിയിട്ട്. സ്വാലിഹ്യങ്ങളോട് ഒന്ന് ദ്വാരക്കണം, രോഗിയാണ് നമുക്ക് അത് പറയാം. ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പറഞ്ഞു പോകരുത്. നിങ്ങൾക്കറിയോ സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാം, യൂസുഫ് നബി ജയിലിൽ കടന്നു. ആരാ കടത്തിയത്? അള്ളയാണ്. യൂസുഫ് നബി എന്ത് തെറ്റാ ചെയ്തത്? പെണ്ണ് പിടിച്ചെന്ന് പറഞ്ഞിട്ടാണ് ജയിലിൽ കിടന്ന്. നിങ്ങൾ ശ്രദ്ധിക്കൂ, ചെറുപ്പറമ്പിലുള്ളൊരു ചെറുപ്പക്കാരനെ പോലീസ് പിടിച്ചോണ്ടേ ജയിലിലിട്ടു. എന്തിനാണ് ജയിലിലിട്ടത്? പെണ്ണ് പിടിച്ചിട്ട്. നമ്മൾ എന്തൊക്കെ പറയും കണ്ടില്ലേ? പെണ്ണ് പിടിച്ചിട്ട് കള്ളൻ നമുക്ക് ജയിലിൽ കിടക്കേണ്ടതാ. ആരാ കടന്നത് ജയിലിൽ? സയ്യിദുനാ യൂസുഫ്. എന്തിനാ കടന്നത്? പെണ്ണാരോപണത്തിന്. അത്രയും മോശപ്പെട്ട പണിയിൽ അള്ളാഹു തആല എത്തിച്ചത്. യൂസുഫ് നബി പെണ്ണ് പിടിച്ചിട്ടില്ല, പെണ്ണ് ഇങ്ങോട്ട് പിടിച്ചു. എന്നിട്ട് യൂസുഫ് നബി ജയിലിൽ കിടന്നു. അള്ളാഹുവിൻ്റെ നബിമാർ അങ്ങനെയാണ്, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അങ്ങനെയാണ്. ഇത് ദുനിയാവാ. അതാ ഞാൻ നേരത്തെ പറഞ്ഞ രാമേശ്വരത്തിൻ്റെ മനോഹരമായ ഇരുഭാഗത്തും കടലിൻ്റെ മനോഹരമായ പച്ചിച്ച് നിൽക്കുന്ന നീലാകാശം തെളിഞ്ഞു നിൽക്കുന്ന കടലിൻ്റെ സൗന്ദര്യത്തെപ്പറ്റിയും അല്ല പറയുന്നു, അത് കൊതുകിൻ്റെ ചിറകിൻ്റെ അത്ര പോലും വിലയില്ല. കാരണം ഇത് ദുനിയാവാണ്. സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാം ജയിലിൽ നിന്ന് തൻ്റെ 2 ആളുകൾ മോചിതരായി. തൻ്റെ 2 സുഹൃത്തുക്കൾ മോചിതരാകാൻ കാരണം രാജാവുമായി കണ്ടൊരു സ്വപ്നമാണ്. അവർ ജയിലിൽ നിന്ന് ഒഴിഞ്ഞു പോകുമ്പോൾ യൂസുഫ് നബി അവരോട് പറഞ്ഞു, നിങ്ങൾ രാജാവിൻ്റെ അടുത്തെത്തിയാൽ എന്നെപ്പറ്റി രാജാവിനെന്ന് പറഞ്ഞു കൊടുക്കണം, എൻ്റെ കാര്യം എന്ന് പറയണം. അതായത് ഞാനിങ്ങനെ സിദ്ധിയൊക്കെയുള്ള ആളാണ്, സത്യസന്ധനാണെന്ന് ജയിൽവാസികൾക്കൊക്കെ മുമ്പെപ്പറ്റി വലിയ മതിപ്പാണ്. ഞാൻ ജയിലിൽ കിടക്കേണ്ട ആളെന്നല്ല, ഞാൻ ശുദ്ധനാണെന്ന് രാജാവിനോടൊന്ന് പറയണമെന്ന് സയ്യിദുനാ യൂസുഫ് അല്ലട്ടോ, യൂസുഫ് അലൈഹിസ്സലാം അല്ലാഹു തആല 1 കൊല്ലം കൂടി കടത്തി. ഒരു കൊല്ലം കൂടി കടത്തി. മനസ്സിലായോ? മുമ്പ് വേഗം പുറത്തിറങ്ങണ്ടായിരുന്നു. പക്ഷെ അല്ലാഹു തആല 1 കൊല്ലം കൂടി മുമ്പ് കിടത്തി. എന്തിനാ കിടത്തിയത്? കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ട്. പറയേണ്ടിയിരുന്നു. അള്ളാഹിനോടല്ലേ പറയണ്ടേ? എന്തിനാ രാജാവിനോട് പറയണത്? മൂപ്പര് ജയിലിൽ കിടത്തി അല്ലല്ലേ പുറത്തിറക്കേണ്ടത്? പടച്ചോനല്ലേ. 1 കൊല്ലം കൂടി മുമ്പ് കിടത്തിയെന്ന് അല്ല. മനസ്സിലാകുന്നുണ്ടോ? നമ്മളൊക്കെ അവസ്ഥകൾ ആലോചിച്ച് നോക്കും, മുഅ്മിനീങ്ങൾ ആലോചിക്കും. സയ്യിദുനാ യാഖൂബ് അലൈഹിസ്സലാം തൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോയി. എത്ര കൊല്ലാ കരഞ്ഞത്. യാക്കൂബിൻ്റെ അടുത്ത് ചെറിയൊരു ഫാൾട്ട് വന്നതാണ്. സയ്യിദുനാ യാക്കൂബ് അലൈഹിസ്സലാം ഉദ്ഹിയ തറക്കുന്ന സമയത്ത് ഒരു മൃഗത്തിൻ്റെ മുമ്പിൽ വെച്ച് മറ്റേ മൃഗത്തെ ഉദ്ഹിയ തറത്തതാണ് സയ്യിദുനാ യാക്കൂബ് അലൈഹിസ്സലാം.
ഒരു മൃഗത്തിൻ്റെ മുമ്പിൽ വെച്ച് മറ്റേ മൃഗത്തെ അറുത്തു. ആ അറുക്കപ്പെട്ടത് കുട്ടി മൃഗമായിരുന്നു. കുട്ടിനെ അമ്മൻ്റെ മുമ്പിൽ വെച്ച് അറുത്തു. യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ മുമ്പിൽ വെച്ച് കുട്ടിനെ ചെന്നായി തിന്നു എന്ന് അഭിനയിപ്പിച്ചു അല്ലാഹു തആല ആ മക്കളെ കൊണ്ട്. പടച്ചോൻ കൊടുത്ത ശിക്ഷയാണ്. മനസ്സിലാണ്ട് പറയണത്. മുഅ്മിനീങ്ങൾക്ക് വലിയ പരീക്ഷണം കൊടുക്കും, ചെറിയ ആളുകൾക്ക് ചെറിയ പരീക്ഷണം കൊടുക്കും. ആളുകളെ തോതിനനുസരിച്ചാണ്, എല്ലാവർക്കും ഒരുപോലെയല്ല. ഇനി അടുത്തൊരു വിഷയം, രോഗമെന്ന് പറയുന്നത് പരീക്ഷണമല്ലാതെ ശിക്ഷയായിട്ടും വരും. അള്ളാഹുവിൻ്റെ ശിക്ഷയായിട്ട് രോഗം വരും. അള്ളാഹു തആല നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. മുഅ്മിനീങ്ങളെ വിഷമിപ്പിച്ചാൽ പൊരുത്തക്കേട് കൊണ്ട് ഗുരുത്തക്കേട് കൊണ്ടൊക്കെ രോഗം വരുമോ? വരും. അതെത്രയാണ് എങ്ങനെയാണെന്നൊന്നും നമുക്കതൊന്നും തോന്നിശീക്കാൻ കഴിയില്ല. അതിനൊക്കെ ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും. എല്ലാ ചോദ്യത്തിനും നമുക്ക് മറുപടി പറയാൻ കഴിയുമോ? സ്വർഗ്ഗം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ പറയാമെന്നല്ലാണ്ട് കുറേ ഇങ്ങനെ പറയുമ്പോൾ ഒരാൾ ചോദിച്ചിട്ടോ നീ കണ്ടിട്ടുണ്ടോ? അത് കണ്ട പോലെ പറയുന്നുണ്ടല്ലോ. കണ്ടിട്ടില്ല, പറയാന്നേ ഉള്ളൂ, ഇങ്ങനെ കഴിയുള്ളൂ. മുഅ്മിനീങ്ങളെ വിഷമിപ്പിച്ചാൽ മുസീബത്ത് വരും. എന്നാൽ പിന്നെ മോനിക്ക് മാത്രം എന്താ മുസീബത്ത്? ഞാനും വിഷമിപ്പിച്ചില്ല, എനിക്കെന്താ വരാത്തത്? അത് അറിയില്ല, പഠിച്ചവനോട് ചോദിക്കണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ തുഹ്ഫത്തുൽ മുഹ്താജിൽ ഒരു മസ്അല പറയുന്നുണ്ട്. എന്താണ് മസ്അല എന്നറിയോ? എന്താണ് മസ്അല? ഒരാൾ നജസ് വഹിച്ചുകൊണ്ട് നിസ്കരിച്ചാൽ, നജസ് വഹിച്ചുകൊണ്ടൊരാൾ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവൂല, അറിഞ്ഞാൽ ഉടനെ നീക്കണം എന്നാണ്. എന്നാലൊരു ചോദ്യം ഒരാൾ ചോദിക്കുന്നു ഇബ്നു ഹജർ തങ്ങളോട്. ഞാൻ നേരത്തെ പറഞ്ഞു ഇബ്നു ഹജറല്ലേ മക്കത്തെ മുദർസ്, നിങ്ങൾ മറന്നോ? അതൊക്കെ വേണ്ട, മറക്കും. ഈ വയലിൻ്റെ ഇടയിൽ നിങ്ങൾ ആരെങ്കിലും ഒരാൾ ചെറിയൊരു കുത്താൻ ഞാൻ വിചാരിച്ചാൽ മതി, അപ്പം തന്നെ നിങ്ങൾ അങ്ങാറ്റം ഓർമ്മിക്കൂല്ലേ? അത് മനുഷ്യന്മാരുടെ സ്വഭാവമാണ്. സയ്യിദുനാ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ ഉസ്താദാണ്, മൂപ്പരുടെ കിതാബാണ് തുഹ്ഫ. മൂപ്പരോടൊരു ചോദ്യം, അല്ല ഉസ്താദേ, നജസ് വഹിച്ചുകൊണ്ട് നിസ്കരിച്ച ആ നിസ്കാരം ഉടനെ അറിഞ്ഞാൽ മാറ്റണമെന്നാണെങ്കിൽ അള്ളാഹിൻ്റെ റസൂല് മക്കത്തെ കഅബത്തിൻ്റെ മുറ്റത്ത് വെച്ച് നിസ്കരിച്ചല്ലോ. നിസ്കരിച്ചപ്പോൾ ശത്രുക്കൾ ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിൻ്റെ കുടൽമാല തൻ്റെ പുറത്ത് വന്നിട്ടല്ലോ. ഫാത്തിമ ബീവി നീക്കുന്നത് വരെ നബി ശ്വാസം മുട്ടിക്കടന്നല്ലോ. ആ നിസ്കാരം ബാത്തിലാണോ? ചോദ്യമാണ്. മഹാനായ ഇബ്നു ഹജർ തങ്ങളോട് പറയാൻ, നബി തങ്ങൾ നിസ്കാരം പൂർത്തിയാക്കിയോ അതോ മാറ്റി നിസ്കരിച്ചോ? ആ നിസ്കാരം ബാത്തിലാണോ? മഹാനായ ഇബ്നു ഹജർ തങ്ങൾ ആലോചിച്ചു. എത്രയോ ആലോചിച്ചുകൊണ്ട് ഹദീസിന് മറുപടി കണ്ടെത്തി. എന്താ മറുപടി എന്നറിയോ? അത് ഇസ്ലാമിൻ്റെ ആദ്യകാലത്താണ്, അന്നത് നജസായിരുന്നില്ല, പിന്നെ നജസിൻ്റെ വിധി വന്നത്. മനസ്സിലായോ പറഞ്ഞത്? അന്ന് നിസ്കാരം തന്നെ ഫർളല്ല, സുന്നത്ത് നിസ്കാരമാണത്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്ത് ശരീരത്തിൽ ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിൻ്റെ കുടൽമാല വലിച്ചിട്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് നിസ്കാരത്തുനിന്ന് ഈ കെണിമലയിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ രണ്ട് കരം ഉയർത്തി കഅബത്തിൻ്റെ പില്ല പിടിച്ച് ദുആ ചെയ്തു. അല്ലാഹുമ്മ അലൈക ബി ഖുറൈശ്, പടച്ചവനെ എന്നെ ഇത്രമാത്രം വേദനിപ്പിച്ച ഈ ഖുറൈശികളെ നീ ശിക്ഷിക്കണേ അല്ലാ. എന്നിട്ട് പേരെടുത്ത് പറയാൻ തുടങ്ങി. അല്ലാഹുമ്മ അലൈക ബി അബീ ജഹൽ, അല്ലാഹുമ്മ അലൈക ബി ഉത്ബ, അല്ലാഹുമ്മ അലൈക ബി വലീദ്, അല്ലാഹുമ്മ അലൈക എന്ന് പറഞ്ഞ് 13 ആളെ പേരങ്ങെടുത്ത് ദുആയിരുന്നു. കഅബത്തിൻ്റെ കില്ല പിടിച്ച് ദുആർക്കുമെന്ന് അവർക്ക് പേടിയായിട്ടുണ്ട്. ആദ്യം ഖുറൈശികളെയാണ് ദുആ ചെയ്തത്, പിന്നെ ഖുറൈശികളിൽ നിന്ന് 13 ആളുകളുടെ പേരെടുത്ത് അങ്ങ് ദുആയിരുന്നു. ആളുകൾ പരിഹസിച്ചാണ്, എന്നാൽ പിന്നെ എന്താ ഉത്തരം കിട്ടാത്തത്? അന്ന് ഉത്തരം കിട്ടിയില്ല, പിറ്റേന്ന് ഉത്തരം കിട്ടിയില്ല, അക്കൊല്ലോ ഉത്തരം കിട്ടിയില്ല, പിറ്റേത്തെ കൊല്ലോ ഉത്തരം കിട്ടിയില്ല. ഉത്തരം വന്നിട്ടില്ല. അള്ളാഹിൻ്റെ അടുത്ത് ഉത്തരമുണ്ട്. അതെപ്പോഴാണ് വരേണ്ട സമയത്ത് വരും. നമ്മൾ ധൃതി കാണിക്കാൻ പാടില്ല. എപ്പോഴാണ് വന്നത്? പൊന്നാർ നബി ഒടുവിൽ മക്കത്തുനിന്ന് പോണ്ടി വന്നു, മദീനത്തേക്ക് പോണ്ടി വന്നു. മദീനത്ത് നബി തങ്ങൾ അവിടെ നിന്നും സഹിച്ചു. 2ാമത്തെ കൊല്ലം ഉഹുദ് യുദ്ധം വന്നു, ബദർ യുദ്ധം വന്നു. ബദർ യുദ്ധത്തിൽ ഈ 13 ആളുകളെയും കൊല്ലപ്പെട്ടു. 70 ആളുകളിൽ നിന്ന് പ്രധാനപ്പെട്ട ശവങ്ങൾ ഈ ശവങ്ങളായിരുന്നു. ആ ശവങ്ങളെ മുഴുവനും ബദറിലെ ഖലീബ് എന്ന് പറയുന്ന ഒരു പൊട്ടക്കിണറിൽ കുളിച്ചു കൊണ്ടു വന്നിടപ്പെട്ടു. ആ ശവങ്ങളെടുത്ത് പോയി അള്ളാഹിൻ്റെ റസൂൽ ചോദിച്ചു, അല്ലയോ അബൂജഹലെ, അള്ളാഹിൻ്റെ ദുആ, ഞാൻ അന്ന് ദുആയിരുന്ന ദുആയിന് ഉത്തരം വന്നില്ലേ? അപ്പം അന്നത്തെ ദുആയിന് ഉത്തരം കിട്ടിയത് ഇന്നാണ്. മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം. അപ്പം ഗുരുത്തക്കേട് കൊണ്ട് അപകടങ്ങൾ വരാം. അള്ളാഹുവേ കാത്തുരക്ഷിക്കണേ റബ്ബേ. രോഗങ്ങൾ വരാം, മുസീബത്തുകൾ വരാം. അതുപോലെ തന്നെ ഫാഹിഷത്തുകൾ, തെറ്റുകൾ സമൂഹത്തിൽ ചെയ്യുമ്പോൾ അല്ലാഹു തആല മാരകമായ രോഗങ്ങൾ കൊടുക്കും. അതിനൊക്കെ എമ്പാടും ഉദാഹരണങ്ങൾ പറയാൻ കഴിയും നമുക്ക്. ചരിത്രത്തിൽ നിന്ന്, ബുഖാരിയിൽ നിന്ന്, ഇമാം തങ്ങളുടെ മുസ്ലിമിൽ നിന്നൊക്കെ ധാരാളം. ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ തങ്ങൾ സഹാബത്തിന് ഒരു മസ്അല പഠിപ്പിച്ചു കൊടുത്തു. എന്താ മസ്അല എന്നറിയോ? രാവിലെ ഒരാൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ ആദ്യമായി ചെയ്യേണ്ട ഇബാദത്ത് എന്താണ്? ആദ്യം ചെയ്യേണ്ടത് 2 കൈ കഴുകണം എന്നാ. മനസ്സിലാണ്ടോ പറയണത്? ഉറക്കത്തിൽ നിന്ന് ആദ്യം ചെയ്യേണ്ടത്
2 കൈ കഴുകണേ എന്ന് മുഹമ്മദ് മുസ്തഫ. മൂക്ക് കഴുകുന്ന സമയത്ത് തെരിമൂക്കിൻ്റെ ഉള്ളിൽ വെള്ളമിട്ട് നീ കഴുകണേ. ഉറക്കത്തുനിന്ന് എഴുന്നേറ്റ ഉടനെ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ 1 2 കൈ കഴുകണം. 2 വായിൽ വെള്ളം കൊപ്പിളി ചീറ്റുമ്പോൾ മൂക്കിൻ്റെ ഉള്ളിൽ പ്രത്യേകം വിരലിട്ട് കഴുകണം. 2നും കാരണം റസൂലുള്ളാഹി പറഞ്ഞു. 1 എന്തിനാ കൈ കഴുകണമെന്ന് പറഞ്ഞത്? ഫൈന്നഹു ലാ യദ്രി അയ്ന ബാതത് യദു. രാത്രി ഉറക്കത്ത് എവിടെയാവോ എൻ്റെ കൈ പോയി ഉറങ്ങിയത് എന്നറിയൂല. പല സ്ഥലത്തും പോകാനിടയുണ്ട്. തിരിഞ്ഞിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂലാ പറയണത് ഫൈന്നഹു ലാ യദ്രി, അയാൾ അറിയില്ല. അയ്ന ബാതത് യദു, കൈ എവിടെയാ ഉറങ്ങിയെന്ന് അറിയില്ലല്ലോ. കൈ ചിലപ്പോൾ ഉറക്കത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കാണും അല്ലേ, പല സ്ഥലത്തും പോയി കാണും. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ ഉടനെ കൈ കഴുകണം. ആ കൈയിനെ വേറെ എവിടെ ഇടരുന്നതിന് മുമ്പ് ഹൗദിൽ കൊണ്ടുപോയി നേരെ കൈ മുക്കരുത്. വേഗം കഴുകണം, പുറത്ത് കഴുകണം, വൃത്തിയുടെ കൈ. റസൂലുള്ളാഹി പഠിപ്പിച്ച സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താ. അപ്പോൾ ഒരു സഹാബി, ഒരു കുരുത്തം കെട്ട സഹാബി, അദ്ദേഹം കാഫിറായി മരിച്ചുപോയി. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. നിങ്ങൾ ആലോചിക്കട്ടെ, കുരുത്തം കെട്ട ഒരാൾ, റസൂലുള്ളാഹിന്റെ സദസ്സിൽ വെച്ച ഒരു കുരുത്തം കെട്ട സാധനം. അയാൾ പറഞ്ഞു, അനാതിരി അതിനെ ബാത്തത്തി എതി, എൻ്റെ കൈയടി ഉറങ്ങുന്നത് നിനക്കറിയാം. നിങ്ങൾക്കറിയില്ലേ നിങ്ങൾ കൈയടി ഉറങ്ങുന്നത്? എൻ്റെ കൈ ഞാൻ ഉറങ്ങുമ്പോൾ എവിടെയാണ് ഉറങ്ങുന്നത് എനിക്കറിയാം എന്ന് അയാൾ പറഞ്ഞു. പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ സുബ്ഹാന ജല്ല ജലാലു, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ അയാളെ കൈ മലദ്വാരത്തിലാണ്. പൊരിച്ചെടുക്കാൻ പറ്റാത്ത വിധം മലദ്വാരത്തിലേക്ക് കൈ കയറിപ്പോയിട്ടുണ്ട്. ഇത് ഞാൻ എൻ്റെ വക പറയുന്നതല്ല, ഏതോ കീറ കിതാബല്ല. ഇസ്ലാമിൽ ഖുർആൻ കഴിഞ്ഞാൽ ബുഖാരിയാണ്, ബുഖാരി കഴിഞ്ഞാലുള്ള കിതാബ് സഹീഹ് മുസ്ലിമാണ്. ഇമാം മുസ്ലിം സഹീഹിൽ ഉദ്ധരിക്കുകയാണ്, ഒരു കുട്ടിയും നിഷേധിക്കൂല. അദ്ദേഹത്തിന്റെ കൈ മുഴുവനും മലദ്വാരത്തിലാണ്, വഷളായാകെ. നിങ്ങൾ ആലോചിച്ചു, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. വേറൊരു സഹാബി, അദ്ദേഹം ഇടത്ത് കൈ കൊണ്ട് തിന്നുകയാണ്. എടുത്ത് കൈ കൊണ്ട് തിന്നുമ്പോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, കുൽ ബിയമീനിക് സിഖതൻ ബില്ലാഹ് തവക്കുലൻ അലല്ലാഹ് മുതവക്കിലൻ അലല്ലാഹ് കുൽ ബിസ്മില്ലാഹ് തവക്കുൽ കുൽ ബിയമീനിക് ബിസ്മില്ലാഹ് തവക്കുലൻ അലല്ലാഹ് മുതവക്കിലൻ അലല്ലാഹ്. ബഹുമാനപ്പെട്ട റസൂൽ പറയാൻ, കുൽ ബിയമീനിക്, വലത് കൈ കൊണ്ട് തിന്നടോ, ബിസ്മില്ലാഹ്, ബിസ്മില്ല പറഞ്ഞു വന്നടോ, തവക്കുലൻ അലല്ലാഹ് കുൽ ബിയമീൻ സിഖതൻ ബില്ലാഹ് തവക്കുലൻ അലല്ലാഹ്. അല്ലാഹുവിന്റെ മേൽ തവക്കുലാക്കി വിശ്വാസത്തോടെ നീ വലം കൈ കൊണ്ട് തിന്നു എന്ന് മുഹമ്മദ് മുസ്തഫ. അയാൾ പറഞ്ഞു, നബിയെ ഇല്ല, ഞാൻ അടുത്ത കൈ കൊണ്ട് നിന്ന്. എന്താ അടുത്ത കൈ ഉണ്ടെന്നാലും വലത്തെ കൈ ഉണ്ടെന്നാലും എന്താ, രണ്ടും ഒരുപോലെ തന്നെ തിന്നണമെന്നല്ലേ ഉള്ളൂ, വയറ് നിറയണമെന്നല്ലേ ഉള്ളൂ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ റഫഅ അല്ലാഹു യദക യമീനക, നിന്റെ കൈ ഉയരാതിരിക്കട്ടെ. ഇമാം മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറയുന്നു, പിന്നെ ആ മനുഷ്യൻ്റെ കൈ പൊന്തിയിട്ടില്ല. കുരുത്തക്കേടുന്നതിന് പറയാം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മളെ നാട്ടിലേക്ക് ഉദാഹരണമില്ലേ, വെളിയമ്പറ എന്ന് പറയുന്ന സ്ഥലത്തൊരു തങ്ങൾ ജീവിച്ചിരുന്നു, താഹ തങ്ങൾ. അദ്ദേഹം രാമന്തല തങ്ങന്മാരുടെ കൂട്ടത്തിൽ അദ്ദേഹത്തെ ജ്യേഷ്ഠന്മാരും അനുജന്മാരും ചില ആളുകളൊക്കെ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. നമ്മൾ ഉള്ളാളം തങ്ങളൊക്കെ മൂപ്പരെ പെങ്ങളെ കല്യാണം കഴിച്ചിട്ടുള്ള താഹ തങ്ങൾ. മൂപ്പര് വീട്ടിൽ ചെന്നപ്പോൾ പെങ്ങൾ വീട്ടിൽ നിന്ന് അരി, ചോറിൽ ഇങ്ങനെ അരി ഇങ്ങനെ എന്താ പറയുക വെന്തിട്ട് ഊറ്റുക നിങ്ങൾ പറയില്ല, നിങ്ങളെന്താ പറയല്, വെള്ളം ഊറ്റുന്നുണ്ടല്ലോ, വാർത്തുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചോറായോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞോലൂ, ചോറ് വാർത്തുകൊണ്ടിരിക്കുക. നീയാണെന്ന് വാർക്ക് കേട്ടോ എന്ന്. പിന്നെ അതാനങ്ങളിൽ ആ പെണ്ണുങ്ങളവിടെ നിന്നെടുത്താ. അങ്ങനെ ചെറിയേരം കേട്ട് പഠിച്ചതൊക്കെ. പിന്നെ മൂപ്പരെവിടെയോ പോയതാ, വള്ളിയിലെവിടെയോ പോയി. എന്നിട്ട് മൂപ്പര് എഴുന്നേൽക്കാൻ കഴിഞ്ഞിട്ട് ആളൊക്കെ കൂടി ഓടി പിടിച്ച് കൊണ്ടുവന്നിട്ട് എന്നാൽ എഴുന്നേറ്റിട്ടോ ഹദീസോ എന്ന് പറഞ്ഞപ്പോഴാണ് മൂപ്പര് എഴുന്നേറ്റത്. ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്കും അള്ളാഹിൻ്റെ അമ്പിയാക്കൾക്കൊക്കെ നടന്ന സംഭവങ്ങൾ ചരിത്രത്തിൽ ഉടനീളം കാണാൻ കഴിയും. എങ്കിൽ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു 2 സംഭവം ഞാൻ ബറക്കത്തിന് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ധാരാളം പറയാനുണ്ട്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, രോഗം എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ പരീക്ഷണമായിട്ട് മാത്രമല്ല, അള്ളാഹിൻ്റെ ശിക്ഷയായിട്ടും വരും. അള്ളാഹുവിൻ്റെ ശിക്ഷയായിട്ടും രോഗം വരും. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ചില ഹദീസുകളിൽ എങ്ങനെയാണ് എയ്ഡ്സ് വരുന്നത്, എങ്ങനെയാണ് പ്ലേഗ് വരുന്നത്, എങ്ങനെയാണ് താഴൂര് വരുന്നത്, അങ്ങനെ തുടങ്ങി ധാരാളം അത് സംബന്ധമായ വിവരണങ്ങളുണ്ട്. 1 2 ഒന്നുമല്ല, ധാരാളം ചില ഹദീസുകൾ വളരെ വിശദമായി പറയുന്നുണ്ട് ഓരോ രോഗത്തിന് കാരണങ്ങൾ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, അഖ്ബല അലൈനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം,
റസൂലുള്ള ഞങ്ങളിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, യാ മഅ്ശറൽ മുഹാജിരീൻ, ഓ മുഹാജിരീങ്ങളെ, ഖംസുൻ ഇദബ്തുലീതും ബിഹിന്ന, 5 കാര്യങ്ങൾ കൊണ്ട് ഒരു മനുഷ്യൻ ഇദബ്തുലീതും ബിഹിന്ന, 5 കാര്യങ്ങളെ കൊണ്ട് നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടാൽ, വഅഊദു ബില്ലാഹി അൻ തത്റുകൂഹുന്ന ലം തൽഹറൽ ഫാഹിശതു ഫീ ഖൗമിൻ ഖത്തു ഹത്താ യഅലു ബിഹാ ഇല്ലാ ഫസാ ഫീഹിമുത് തആവൂൻ വൽ ഔജാ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിങ്ങളുടെ ഇടയിൽ വ്യഭിചാരം പരസ്യമായി വന്നാൽ, ഒരു സമൂഹത്തിൽ വ്യഭിചാരം വന്നു, വ്യഭിചാരം പരന്ന് വന്നാൽ ആ സമൂഹത്തിൽ അല്ലാഹു തആല ക്യാൻസർ കൊടുക്കുന്നതാണെന്ന് മുഹമ്മദ് മുസ്തഫ, എയ്ഡ്സ് കൊടുക്കുന്നതാണെന്ന് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒരു സമൂഹം വ്യാപകമായി പല തെറ്റുകളും വ്യാപകമായി വർദ്ധിച്ചു വരുമ്പോൾ അല്ലാഹു അവരെ വെള്ളം കൊടുക്കാതെ ആകാശത്തെ അവരെ തൊട്ട് പിടിച്ചു നിർത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ 5 കാര്യങ്ങൾ, 5 രോഗങ്ങൾ, 5 സ്വഭാവങ്ങൾ എടുത്ത് എണ്ണി പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷയായിട്ടും വരുന്നതാണ് രോഗങ്ങളും അപകടങ്ങളും. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കും, ഇക്കൊല്ലൊക്കെ നമ്മൾ വലിയൊരു ദുരന്തത്തിലേക്കാണ് നമ്മൾ പോണത്. ഈ കൊല്ലം പകുതി മഴ പോലും കിട്ടിയിട്ടില്ല. ഇപ്പം തന്നെ കിണറൊക്കെ പറ്റി, ചാലിയാറും മലമ്പുഴയും എല്ലാ അണക്കെട്ടുകളൊക്കെ വെള്ളം ഇങ്ങനെ കുറഞ്ഞ് എത്രയോ തോത് താഴെയാണ് മലമ്പുഴയിലൊക്കെ വെള്ളം രേഖപ്പെടുത്തിയിട്ടുള്ളത്. എത്രയോ താഴെയാണ് കിണറൊക്കെ. നമ്മൾ എന്തിനാ മലമ്പുഴയിലൊക്കെ ഇപ്പോൾ നമ്മൾ കിണറൊക്കെ പറ്റിയേ? എന്തായിരിക്കും ഈ കൊല്ലത്തെ അപകടം? എവിടെയാണ് ഉണ്ടാകുക? നമ്മൾ പഠിക്കുന്നുണ്ടോ? നമുക്ക് ആർക്കെങ്കിലും ചിന്തയിൽ മാറ്റമുണ്ടോ? നമ്മളിതിങ്ങനെ പറയാ കേൾക്കാമെന്നല്ലാതെ എനിക്ക് മാറ്റമുണ്ടോ, നിങ്ങൾക്ക് നമ്മൾ തന്നെയല്ലേ? ഒരടി നമ്മൾ മാറ്റിയിട്ടുണ്ടോ? നമുക്ക് മാറ്റാൻ ഇതുവരെ സാധിച്ചിട്ടുണ്ടോ? മുഅ്മിനീങ്ങൾ ചിന്തിക്കേണ്ടതാണ്. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. അപ്പം ഞാൻ ചുരുക്കുകയാണ്, ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, രോഗം അള്ളാഹുവിൻ്റെ പരീക്ഷണമായിട്ടും മുഅ്മിനീങ്ങളായ ആളുകളുടെ കുരുത്തക്കേടായിട്ടും ചിലപ്പോൾ രോഗം വന്നേക്കാം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുക. ഇനി അതൊക്കെ വിടുക, നമുക്ക് സാധാരണ അവസ്ഥയിലേക്ക് വരിക. സാധാരണ കാര്യകാരണ ബന്ധത്തിലുള്ള രോഗത്തെ സംബന്ധിച്ച് നമുക്ക് കുറച്ച് ചർച്ച ചെയ്യാം. സാധാരണ അവസ്ഥയിലേക്ക്, രോഗത്തിൻ്റെ കാരണത്തിലേക്ക് ഇറങ്ങി വന്നാൽ അതിനെപ്പറ്റിയും വിശുദ്ധ ഖുർആനും ഹദീസും സംസാരിക്കുന്നുണ്ട്. ജാലീനൂസ് എന്ന് പറയുന്ന പ്രസിദ്ധനായ ഒരു വൈദ്യനുണ്ടായിരുന്നു, ക്രിസ്ത്യാനിയാണ്. അദ്ദേഹം ബഹുമാനപ്പെട്ട ഹസൻ ബിൻ അലി റളിയല്ലാഹു തആല അൻഹു വലിയ പണ്ഡിതനാണ്. ഒരു രോഗത്തിന് ചികിത്സയ്ക്ക് വേണ്ടി ജാലീനൂസിൻ്റെ അടുത്തേക്ക് പോയി, ഇല്ലേ, ഒരു ഡോക്ടറെ അടുത്തേക്ക് പോയി. നമുക്ക് കുന്നോത്തറമ്പിൽ നമ്മൾ രവീന്ദ്രൻ ഡോക്ടറല്ലേ, അതെ, ഡോക്ടറെ അടുത്തേക്ക് പോയല്ലോ. അവൻ വലിയ പണ്ഡിതനാണ് വന്നത്. ജാലീനൂസിൻ്റെ അടുത്തേക്ക് വന്നത് ബഹുമാനപ്പെട്ട അലി ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു. അലി ബിൻ ഹുസൈൻ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിൻ്റെ മകള് ഫാത്തിമ ബീവിൻ്റെ മകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ആര്? അലി റളിയല്ലാഹു. അലി ബിൻ ഹുസൈൻ ഞങ്ങൾ വന്നു രോഗചികിത്സക്ക്. അപ്പം ചോദിച്ചു, അല്ല ഉസ്താദേ, ഡോക്ടർ ഇങ്ങോട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ഖുർആനിൽ ഈ രോഗത്തെപ്പറ്റി വല്ലതും പറയുന്നുണ്ടോ? ഉണ്ട്. രോഗത്തെപ്പറ്റിയും ചികിത്സയെപ്പറ്റിയും ഖുർആനിൽ പറയുന്നുണ്ടോ? ഉണ്ട്. ബഹുമാനപ്പെട്ട അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു ഖുർആൻ എന്നൊരു അരക്കഷ്ണമായി തോന്നിക്കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ലോകത്തിന്റെ മുഴുവൻ കാരണം ഖുർആൻ പറയുന്നുണ്ട്, കുലൂ വസ്റബൂ വലാ തുസ്രിഫൂ. ബഹുമാനപ്പെട്ട അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കാൻ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, കുലൂ, നിങ്ങൾ ഭക്ഷിച്ചോളൂ, വസ്റബൂ, നിങ്ങൾ കുടിച്ചോളൂ. അല്ലാഹുവിന്റെ ഖുർആനാണ് പറയുന്നത്, വലാ തുസ്രിഫൂ, ഏറെ കുടിക്കാൻ പാടില്ല, ഏറെ തിന്നാൻ പാടില്ല, പരിധിയിലേ തിന്നാൻ പറ്റുള്ളൂ. എത്ര കുടിച്ചാലും നന്നല്ലേ? നോ ട്രൈറ്റ്സ്. ഇസ്ലാമിൽ അത് ശരിയല്ല. അള്ളാഹുവിൻ്റെ റസൂൽ അതിനൊക്കെ കതിർ നിശ്ചയിച്ചിട്ടുണ്ട്. ഖുർആൻ പറയുന്ന ഹദീസിലേക്ക് നമുക്ക് വരാം. പരിധിയിലേ തിന്നാം. ഭക്ഷണം കുറക്കുക നല്ലതാണ്, ഭക്ഷണം കൂട്ടൽ നല്ലതല്ല. ഭക്ഷണം നല്ലതായി തിന്നൽ നല്ലതല്ല, അത് മോശമാണ്. അത് ശരീരത്തിന് മോശമാണ്, അത് മനസ്സിന് മോശമാണ്, അതെല്ലാ അർത്ഥത്തിലും മോശമാണ്. കുലു, നിങ്ങൾ തിന്നോളൂ, വസ്റബു, നിങ്ങൾ കുടിച്ചോളൂ, വലാ തുസ്രിഫു, അമിതമാക്കാൻ പാടില്ല. ബഹുമാനപ്പെട്ട അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സർവ്വ രോഗത്തിൻ്റെയും കാരണം ഇതാണ്. ഖുർആൻ ഇതാ പറഞ്ഞിരിക്കുന്നു. ഉടനെ ജാലൂനീസിൻ്റെ രണ്ടാമത്തെ ചോദ്യം, നിങ്ങളുടെ നബി എന്തെങ്കിലും വൈദ്യശാസ്ത്രത്തിൽ മരുന്നിനെ പറ്റി, രോഗത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞുണ്ട്. എന്റെ നബി പറഞ്ഞിട്ടുണ്ട്. എന്താണ് അദ്ദേഹം പറയുന്നത്? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ 1/3 ഭാഗം പള്ളയിൽ ഭക്ഷണം, 1/3 ഭാഗം വെള്ളയിൽ വെള്ളം, 1/3 ഭാഗം കാലിയായി കിടക്കണമെന്ന് എന്റെ നബി, പൊന്നാര നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 1/3 ഭാഗം ഭക്ഷണം, 1/3 ഭാഗം വെള്ളം, 1/3 ഭാഗം ഫ്രീ ഉള്ളൊരു ഭക്ഷണ കൃത്യത ഒരു മനുഷ്യൻ കൊണ്ടു നടന്നാൽ ഒരിക്കലും അവനിക്ക് രോഗം വരുന്നതല്ല, ബാഹ്യ കാരണത്തിലൂടെ വരുന്നതല്ല. സർവ്വ രോഗത്തിനെയും പ്രതിരോധിക്കുന്നത്
എല്ലാ രോഗത്തിൻ്റെയും ഉറവിടം, സർവ്വ രോഗത്തിൻ്റെയും ചാൻസുകൾ കടന്നു വരുന്നത് ഭക്ഷണത്തിലാണെന്ന് വൈദ്യശാസ്ത്രം ഒരുപോലെ പറയുന്നു. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞാനൊരു വിദഗ്ധനായ മനഃശാസ്ത്രജ്ഞനെ പരിചയപ്പെട്ടു. അദ്ദേഹം സൈക്കോളജിസ്റ്റാണ്, കുറ്റിയാടിക്കാരനാണ്. അദ്ദേഹം തളിപ്പറമ്പിനടുത്തൊരു സ്കൂളിൻ്റെ ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പളാണ്, ഭൗതിക കോളേജിൻ്റെ പ്രിൻസിപ്പളാണ്. വലിയ ഉന്നതമായ സാലറി പറ്റുന്ന ആളാണ്. ഞാൻ അയാളൊരിങ്ങനെ മനഃശാസ്ത്രത്തിൻ്റെ വിഷയത്തിൽ ഇങ്ങനെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കുറച്ചേ മദ്രസയിൽ പോയിട്ടുള്ളൂ, പക്ഷേ എനിക്ക് ഭയങ്കര ഈമാൻ വർദ്ധിപ്പിച്ചത് എൻ്റെ ഈ പഠനമാണ്. ഈ സൈക്കോളജി പഠിച്ചപ്പോഴാണ് എനിക്ക് ഈമാൻ വർദ്ധിച്ചു വന്നത്. അദ്ദേഹത്തിൻ്റെ ഉമ്മ രോഗിയാണ്. ഉമ്മാൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റാതെ ഇവിടെ ജോലി ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള മസല ചോദിക്കാൻ വേണ്ടി വന്നതാണ്. എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് പോയി ഇരുന്നിട്ട് ഞാൻ എൻ്റെ ജോലി ഒഴിവാക്കണോ അതോ ഇവിടെ നിന്നിട്ട് എനിക്ക് ജോലി ചെയ്യാൻ പറ്റുമോ, എൻ്റെ ഒരു ഉമ്മ രോഗിയാണ്, ചോദിക്കാൻ വേണ്ടി അദ്ദേഹം വന്നത്. നല്ല ഈമാനുള്ള ചെറുപ്പക്കാരനാണ്. അദ്ദേഹം ഇങ്ങനെ ചോദിച്ചപ്പോൾ സംസാരിച്ചപ്പോൾ പറയാം, എനിക്ക് ഏറ്റവും എൻ്റെ ഈമാൻ വർദ്ധിപ്പിച്ചത് ഞാൻ പഠിച്ചു PG ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഫീൽഡ് ഞാൻ തിരഞ്ഞെടുത്തപ്പോഴാണ് എനിക്ക് ഇസ്ലാമിനോടും റസൂലുള്ളാഹിനോടും നിസ്കാരത്തോടൊക്കെ എനിക്ക് ബന്ധം വർദ്ധിച്ചു വന്നത്. അദ്ദേഹം പറഞ്ഞു, അത് മുഴുവനും റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസുമായി ബന്ധപ്പെട്ടെടുക്കുകയാണ്. അദ്ദേഹം ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് തെറ്റിയത്? അതിലൊരു ഉദാഹരണമാണിത്. ഈ ഹദീസില്ലേ, ഇത് എത്ര വലിയ സംഭവമാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഭക്ഷണം നിങ്ങൾ കുറക്കണം, 3-1 പറ്റുള്ളൂ. പള്ള എന്ന് പറയുന്നത് ഒരു ചാണാണ് പള്ള, അല്ലേ? ഒരു ചാണാണ് പള്ള, ഒരു ചാണ് മാത്രമാണ് പള്ള, ഒരേ ഒരു ചാണാണ് പള്ള. ആ പള്ള, ഒരു പള്ളയിൽ 3-1 ഭക്ഷണം, 3-1 വെള്ളം, 3-1 കാലി എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ അശാഉ ഖബലൽ ഇശാ, അൽ അശാഉ ഖബലൽ ഇശാ, ഇശാന്റെ മുമ്പ് രാത്രി ഭക്ഷണം പൊന്നാര നബിയുടെ സ്വഭാവമാണ്. ഇശാന്റെ മുമ്പാണ് രാത്രി ഭക്ഷണം പൊന്നാര നബിയുടെ സ്വഭാവം. നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഗൾഫുകാർക്കൊക്കെ 12 മണി 1 മണി ആകാണ്ട് കുബൂസ് തിന്നാനാവില്ല, അല്ലേ? അത് പിന്നെ അത്താഴം എന്നാ ഞാൻ പറയല്ലേ, ഞാൻ അങ്ങനെ മനസ്സിലാക്കിയത്. മഗ്‌രിബിന് വേറെ ഒന്ന് കഴിച്ചിട്ടുണ്ടാവും, അതാ ഭക്ഷണോ, മറ്റത് അത്താഴ. നാളെ സുന്നത്ത് നോമ്പ് രാവിലെ മുറിക്കുന്നു മാത്രം, അത്രയേ ഉള്ളൂ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ, വയറ് കാലിയാക്കിയിട്ട് അവർ കണ്ടു. നന്നേ കാലിയാക്കണം എന്നല്ല, വയറ് ഫ്രീ ആക്കിയിട്ട് അവർ. റസൂലുള്ളാഹി തങ്ങളുടെ സ്വഭാവം അങ്ങനെയായിരുന്നു. നല്ല രീതിയാണത്, ഏറ്റവും നല്ല രീതിയാണ്. അൽ അശാ ഖബലൽ ഇശാ, അബൂഖറാത്തിന്റെ വൈദ്യശാസ്ത്രത്തിൽ പറയാണ്, അൽ അശാ ഖബലൽ ഇശാ, റസൂലുള്ളാഹിന്റെ ഹദീസാണ്, നേരെ ഹദീസാണ്. അൽ അശാ ഖബലൽ ഇശാ, ഇശാന്റെ മുമ്പ് ഭക്ഷണം കഴിക്കണം. അബൂഖറാത്തിന്റെ വൈദ്യശാസ്ത്രത്തിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. ഇദാ തഅശൈത ഇദാ തഅശാ തമശാ വൈദാ തഗദ്ദാ തമദ്ദാ. അബൂഖറാത്ത് പറയാണ്, ഉച്ചഭക്ഷണം കഴിച്ചാൽ കുറച്ച് കിടക്കണം. വൈദാ തഅശാ തമശാ, രാത്രി നീ ഭക്ഷണം കഴിച്ചാൽ നീ കുറച്ച് നടക്കണം. എന്നിട്ട് അതേ പറയാം, അൽ അശാ ഖബലൽ ഇശാ, ഇശാക്ക് മുമ്പാണ് അശാ വേണ്ടത്. അശാ എന്ന് പറഞ്ഞാൽ രാത്രി ഫുഡാണ്. ഇത് റസൂലുള്ളാഹി പറഞ്ഞതാണ്, അബൂഖറാത്ത് കട്ടെടുത്തതാണ്, ഒറിജിനൽ കളവ്, ഹദീസിൽ നിന്ന് മോഷണം പോയതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ലേ? സുകുമാർ അഴീക്കോടിനെതിരെ MT പറഞ്ഞു അയാൾ കട്ടിട്ടുണ്ട് അപ്പുറത്തുനിന്ന്. MTക്കെതിരെ അഴീക്കോട് ഇങ്ങോട്ട് പറഞ്ഞു ഇയാൾ അപ്പുറത്തുനിന്ന് കട്ടിട്ടുണ്ട്. രണ്ടാക്കും അങ്ങോട്ടും ഇങ്ങോട്ട് കക്കുന്ന തിരിഞ്ഞു. പക്ഷേ റസൂലുള്ളാഹിന്റെ ഹദീസിനെ കണ്ടത് നമുക്ക് തിരിഞ്ഞിട്ടില്ല. കാരണം നമ്മൾ നോക്കണില്ലല്ലോ. അബൂഖറാത്തിനെ നമുക്കറിയില്ല, ഹദീസ് നമുക്കറിയില്ല. എത്ര വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന നമ്മുടെ കേരളം കണ്ട അത്ഭുത സാഹിത്യകാരൻ കട്ടിട്ടുണ്ട്. കട്ടത് ഖുർആനിൽ നിന്നാണ്. വൈക്കത്ത് മരിച്ചപ്പോൾ വൈക്കത്തെ പറ്റി തൻ്റെ സമശീർഷ്യരായ എഴുത്തുകാരൊക്കെ വൈക്കത്തിനെ പറ്റി ലേഖനം എഴുതി. വൈക്കം എന്ന് പറയുന്നത് ഒരു മഹാത്ഭുതമായിരുന്നു എന്നാണ് പറഞ്ഞത്. വൈക്കം അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഇങ്ങനെ വിലയിരുത്താൻ തുടങ്ങി. അതിൽ തകഴി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ പറഞ്ഞതെന്നറിയോ, വൈക്കം സാർ അതൊരു മഹാത്ഭുതമാണ്. അദ്ദേഹത്തിൻ്റെ പല വരികൾക്കും ഇന്നും സാഹിത്യകാരന്മാരായ നമുക്ക് അർത്ഥം തിരിഞ്ഞിട്ടില്ല. എന്നിട്ട് അദ്ദേഹം അർത്ഥം തിരിയാത്തൊരു വാചകം ഉദാഹരണം കൊടുത്തെന്താണെന്നറിയോ, അദ്ദേഹത്തിൻ്റെ എൻ്റെ ഉപ്പാപ്പാക്കാൻ എൻ്റെ അതല്ല ഒരു പുസ്തകമുണ്ട്, അതല്ല ഒരു വേറൊരു പുസ്തകം ഉദ്ധരിച്ചിട്ട് പറയാണ്. ആ പുസ്തകത്തിലൊരു വരിയുണ്ട്. ആ വരിയിൽ എന്താണെന്നറിയോ, വെളിച്ചത്തിൻ്റെ മേൽ വെളിച്ചം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വർണ്ണിക്കുന്നുണ്ട് വൈക്കം. എന്നാണ് ആ പറഞ്ഞത് നമുക്കിതുവരെ തിരിഞ്ഞിട്ടില്ല, സാഹിത്യകാരന്മാർക്ക് തിരിഞ്ഞിട്ടില്ല. സൂറത്തുൻ നൂറിന്ന് കട്ടെടുത്തതാണത്. ഖുർആനിൽ സൂറത്തുൻ നൂറിലെ 36-ാമത്തെ വചനം, നൂറുൻ അലാ നൂർ, വെളിച്ചത്തിൻ്റെ മേൽ വെളിച്ചം. വൈക്കം തൻ്റെ പുസ്തകത്തിൽ അത് കട്ടെടുത്തപ്പോൾ സാഹിത്യമാർക്കും അയന തിരിയുന്നില്ല. അബൂഖറാത്ത് വൈദ്യത്തിൽ കട്ടെടുത്തത് പൊന്നാര നബിൻ്റെ ഹദീസിൻ്റെ കഷ്ടമാണ്. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഭക്ഷണം കുറച്ചേ കഴിക്കാവൂ, 3-1 ഭക്ഷണം, 3-1 വെള്ളം, 3-1 വയറ്. ഇത് പാലിച്ചാലും രോഗം ഉണ്ടാവില്ല എന്ന് വൈദ്യശാസ്ത്രം പറയുന്നു. എന്നാലും രോഗം വരും. ബാഹ്യ കാരണങ്ങൾക്കപ്പുറത്താണെന്നർത്ഥം. അതായത് ഞാൻ പറയാം, 4 മാസത്തെ കുട്ടിക്ക് 400-ന് മേലെ ഷുഗർ. അതിപ്പോൾ എന്തിനു കാരണം പറയാം?
അതിനെല്ലാം ഇതിനും കാരണങ്ങളുണ്ടാവും, വൈദ്യശാസ്ത്രത്തിൽ അതിന് കാരണമുണ്ട്. അത് ഓൻ്റെ ഉമ്മ ഓനെ പ്രസവിക്കുമ്പോൾ ഓൻ്റെ ഉമ്മാനേത് കുറച്ച് അങ്ങോട്ട് തള്ളിപ്പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കണ്ടുപിടിക്കാൻ കഴിയും. തൊട്ടെ ഏതായാലും നമ്മൾ കാണുന്ന കാഴ്ചക്ക് സാധാരണ കാഴ്ചകൾക്കപ്പുറത്താണെന്ന് മാത്രം. ഇനി നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, രോഗം പിശാചുക്കൾ പടർത്തുന്നുണ്ട്, പിശാചുക്കൾ രോഗം തരും. അത് ബുഖാരിയും മുസ്ലിമും ഖുർആനൊക്കെ പറയുന്നുണ്ട്. റബ്ബി ഇന്നി മസ്സനിയ ശൈത്വാൻ, ഖുർആൻ പറയാൻ എനിക്ക് പിശാച്ചാണ് രോഗം. മസ്സനിയ ശൈത്വാൻ, എന്നെ പിശാച്ച് സ്പർശിച്ചു, പിശാച്ച് രോഗം തന്നു. മസ്സ എന്ന് പറഞ്ഞതിന് വെറും തൊടലല്ല, രോഗം തന്നതിനെ പറ്റി ആ തൊടൽ എന്ന് പറഞ്ഞു. പിശാച്ച് രോഗം പടർത്തും. സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാം, യൂസുഫിനെ ബഹുമാനപ്പെട്ട സയ്യിദുനാ മൂസ അലൈഹിസ്സലാമിൻ്റെ യാത്രയിലുള്ള ഒരു സഹോദരൻ ഖുർആനിൽ പറയുന്നുണ്ട്, വമാ അൻസാനീഹു ഇല്ല ശൈത്വാൻ, എന്നെ ശൈത്താൻ മറപ്പിച്ചു. അപ്പം ശൈത്താൻ മറപ്പിക്കും, ശൈത്താൻ രോഗം പടർത്തും, ശൈത്താൻ രോഗം പടർത്തും. ഖുർആൻ പറയുന്നു, ഹദീസ് പറയുന്നു. അതല്ലേ ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള വഹാബികൾ മുജാഹിദുകൾ ഒരുപാട് പിളർന്നു. ഇപ്പോൾ എന്താ പിളർച്ചൻ്റെ കാരണം എന്നറിയോ? അവർ ഈ ശൈത്താനെ പറ്റിയുള്ള പഠനം തുടങ്ങിയതാണ്. നമ്മൾ ശൈത്താനെ പറ്റി എൻ്റെ പിന്നാലെ കൂടി നമ്മളെയും പിളർത്തും. ശൈത്താന് മനസ്സിലിട്ടില്ല, ശൈത്താൻ ഭയങ്കര സാധനമാണല്ലോ. മൂപ്പരെ പറ്റി പഠിച്ച മൂപ്പര് പിളർത്തിയതാണ്. ശൈത്താൻ രോഗം പടർത്തോ ഇല്ലേ, വലിയ തർക്കമായിരുന്നു മുജാഹിദിൻ്റെ ഇടയിൽ. അങ്ങനെ പടർത്തുന്നിടയും പടർത്തൂലെന്നിട്ട് പടർത്തുന്നെങ്കിൽ എവിടെ എത്തും, അത് വലിയ ചർച്ചയായി. സംഗതി ഖുർആനിൽ പരന്നു കിടക്കണം, ആ ചർച്ച ഹദീസിൽ പരന്നു കിടക്കണം. അതിൻ്റെ ചെറിയ ചില വശങ്ങൾ ഞാനിവിടെ കൊണ്ടുവരും. നമുക്കത് ആവശ്യമുണ്ട്, നമ്മുടെ ജീവിതത്തിൽ എപ്പോൾ ആവശ്യമുള്ള വിഷയങ്ങളാണ്. രോഗവുമായി ബന്ധപ്പെട്ട് ചില ക്യാപ്സൂളുകൾ ഇതുമായി ബന്ധപ്പെട്ട് തരികയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യാണ്. വലിയ വിഷയമാണത്, ചെറിയ വിഷയമൊന്നുമല്ല, വലിയ വിഷയമാണ്. എന്നാൽ റസൂലുള്ളാഹി തങ്ങളുടെ ഒരു ഹദീസ് അത് കുറച്ച് പറയാം. അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുഹിർ, നബി തങ്ങൾക്ക് സിഹിർ ചെയ്യപ്പെട്ടു, മാരണം ചെയ്യപ്പെട്ടു. കണ്ടോ, റസൂലുള്ളാഹിക്ക് വരെ സിഹിർ ബാധിച്ചു. അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നും വിശ്വസിക്കരുത്, നമ്മൾ പറയരുത്. അങ്ങനെയൊന്നും ഉണ്ട് എന്ന് റസൂലുള്ളാഹി പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹത്താ ഇൻ കാന ലയുഖയ്യലു ഇലൈഹി, റസൂലുള്ളാഹിക്ക് സിഹിർ ബാധിച്ചിട്ട് എന്താ ഉണ്ടായത്? ഹത്താ ഇൻ കാന ലയുഖയ്യലു ഇലൈഹി, റസൂലുള്ളാഹിക്ക് ഇങ്ങനെ തോന്നുകയാണ്, എന്ത്? അന്നഹു യഅതി നിസാ വലം യഅതിഹിൻ, നബിക്ക് തോന്നുകയാണ് ആയിഷാബിൻ്റെ അടുത്ത് പോയിട്ടാണ് ഞാൻ ഇപ്പം വന്നത്, പക്ഷേ ആയിഷാബിൻ്റെ അടുത്ത് നബി പോയിട്ടൊന്നുമില്ല. സൗദാ ബീവിൻ്റെ അടുത്ത് പോയിട്ടാണ് ഇപ്പം വന്നത്, പക്ഷേ സൗദാ ബീവിൻ്റെ അടുത്ത് പോയിട്ടില്ല. ഇത് ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. വദാലിക അശദ്ദു മാ യകൂനു മിനസ് സിഹർ, സിഹറിൽ ശക്തമായ സിഹറായിരുന്നു അത്, സിഹറിൽ ശക്തമായ സിഹറായിരുന്നു അത്. അപ്പോൾ സിഹർ കൊണ്ട് രോഗം വരികയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ രോഗം എത്രത്തോളം കൂടിയെന്നറിയോ? റസൂലുള്ളാഹിൻ്റെ സിഹറിനെ പറ്റി ബുഖാരിയിലുണ്ട്, ഇമാം മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ഹദീസിലുണ്ട്. എന്താണെന്നറിയോ? നബി തങ്ങളുടെ ഒരു മുടി കവർന്നെടുത്തു ഒരാൾ, നബി തങ്ങളുടെ ചീർപ്പിൻ്റെ ഒരു അല്ലി, ഒരു കൊള്ളി അത് പകർന്നെടുത്തു ഒരാൾ. അങ്ങനെ അത് രണ്ടും വെച്ചിട്ടാണ് എതിരാളി റസൂലുള്ളാഹിക്ക് സിഹർ ചെയ്തത്. റസൂലുള്ളാഹിൻ്റെ ശരീരത്തിൻ്റെ രൂപം മെഴുക് കൊണ്ട് ഉണ്ടാക്കി, ആ മെഴുകിൽ ഇത് രണ്ടും കുത്തി. അങ്ങനെ ശൈത്താൻ്റെ ദിക്റുകൾ ചൊല്ലി ഒരു വൃത്തികെട്ടൊരു മനുഷ്യൻ റസൂലുള്ളാഹിക്കെതിരെ സിഹർ ചെയ്തു, അതൊരു കിണറിൽ കൊണ്ടുപോയിട്ടു. അങ്ങനെ ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ തങ്ങൾ സിഹിർ ബാധിതനായി എന്ന് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു. എന്താ നബി തങ്ങളുടെ സിഹിർ കൂടിയത്? കൂടി ഇപ്പം ഞാൻ വീട്ടിൽ നിന്നാണ് വന്നതെന്നൊക്കെ ഇങ്ങനെ നബിക്ക് തോന്നുകയാണ്. നബി പോയിട്ടൊന്നുമില്ല. ആയിഷാബിൻ്റെ അടുത്ത് പോയി എന്ന് നബിക്ക് തോന്നുകയാണ്, ആയിഷാബിൻ്റെ അടുത്ത് നബി പോയിട്ടൊന്നുമില്ല. ബുഖാരിൻ്റെ ഹദീസാണ്, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാൻ, അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ ഉറങ്ങുകയാണ്. ഉറങ്ങുന്ന സമയത്ത് റസൂലുള്ളാഹി പറയുന്ന, ഞാനൊരു സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ടിട്ട് രണ്ടാളുകൾ എൻ്റെ തലക്കും ഭാഗത്തിരുന്നു. എന്നിട്ട് ഒരാൾ മറ്റൊരാളോട് ചോദിക്കുകയാണ്, എന്താണ് ഈ മനുഷ്യന് പറ്റിയത്? ഞാനിത് കേൾക്കുന്നുണ്ട്, ഉറക്കത്ത് ഞാനിത് കേൾക്കുന്നുണ്ട്, എന്താ ഈ മനുഷ്യന് പറ്റിയത്? അപ്പം മറ്റേ ആൾ പറയുന്നു, സിഹിർ ബാധിച്ചതാണ്. അപ്പോൾ വീണ്ടും അയാൾ ചോദിക്കുന്നു, ആരാണ് സിഹിർ ചെയ്തത്? സഹറഹു ലിബീദ്, ലിബീദ് ബിൻ അസം എന്ന് പറയുന്ന ആളാ സിഹിർ ചെയ്തത്. എങ്ങനെയാണ് സിഹിർ ചെയ്തത്? ഇന്നാളിനാളെ കൊണ്ട് മുടിയും അതുപോലെ തന്നെ ഈ ചീർപ്പിൻ്റെ പല്ലും വാരി കട്ടെടുത്തുകൊണ്ടാണ്, അതുപോലെ തന്നെ മെഴുകിൻ്റെ രൂപമുണ്ടാക്കി ഇന്ന കിണറിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പം വീണ്ടും മറ്റാൾ ചോദിക്കുന്നു, എങ്ങനെയാണ് ഇതിനെ നശിപ്പിക്കൽ, ഇല്ലാതാക്കൽ, എങ്ങനെയാണ് ഇതിനെ ബാത്തിലാക്കൽ, എങ്ങനെയാണ് ഇതിൻ്റെ ചികിത്സ? ബുഖാരി റിപ്പോർട്ട് ചെയ്യാണ്, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യാണ്. ഉടനെ ആ മനുഷ്യൻ പറയുന്നു, ഒരു പ്രത്യേകമായ ദിക്റുകളുണ്ട്, ആ ദിക്റുകൾ ചൊല്ലിയിട്ട് അതിനെ ആ കിണറിൽ പോയി അത് കുഴിച്ചെടുത്തുകൊണ്ട് അത് നശിപ്പിക്കുകയാണ് വേണ്ടത്. റസൂലുള്ളാഹി ഞെട്ടി എഴുന്നേറ്റു, സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് കാര്യം പറഞ്ഞു. ആ കിണറിൻ്റെ അടുത്തേക്ക് സ്വഹാബികളെ വിട്ടു. നോക്കുമ്പോൾ ആ കിണറിൽ പോയി നോക്കുമ്പോൾ അത് മുഴുവനും രക്തമായ കിണറാണ്, മുഴുവനും ചോര കളറായിട്ടുണ്ട്. സ്വഹാബികൾ താഴേക്ക് ഇറങ്ങി.
അങ്ങനെ ആ കല്ല് പറിച്ചെടുത്തു. അതിൽ അദ്ദേഹം സൂക്ഷിച്ച സാധനങ്ങൾ പുറത്തേക്ക് എടുത്തപ്പോൾ വെള്ളം തെളിഞ്ഞു വന്നു. അള്ളാഹുവിൻ്റെ റസൂലിന് മന്ത്രിച്ചു. പരിശുദ്ധ ഖുർആനിലെ 2 സൂറ എപ്പോഴിറങ്ങി, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്ന് പറയുന്ന സൂറത്ത്. ഓരോ സൂറത്ത് ഇങ്ങനെ ഇറങ്ങുമ്പോൾ റസൂലുള്ളാഹിൻ്റെ മേക്കുന്ന ഒരു കെട്ടുകൾ ഇങ്ങനെ അഴിയുന്നത് പോലെ അനുഭവപ്പെട്ടു. ഇതൊരു അസുഖമാണ്, ഇതൊരു അസുഖമാണ്. അള്ളാഹു തആല നമ്മളൊക്കെ കാത്തു രക്ഷിക്കട്ടെ. സിഹിറിൻ്റെ എഫക്റ്റ് ഇങ്ങനെയാണെന്ന് മാത്രം മനസ്സിലാക്കരുത്. ഇത് ലാസ്റ്റ് സിഹിറാണ്. ലാസ്റ്റ് സിഹിർ എന്ന് പറഞ്ഞാൽ വദാലിക അശദ്ദുമായ ശക്തമായ സിഹിർ. ഇതാണ് ഖുർആനിൽ വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്, ഹത്താ യുഫർരിഖു ബൈനൽ മർഇ വസൗജി, ഭാര്യനെയും ഭർത്താവിനെയും സിഹിർ കൊണ്ട് തെറ്റിക്കാൻ കഴിയും. ഖുർആൻ ഹത്താ യുഫർരിഖു ബൈനൽ മർഇ വസൗജി. സിഹിറിനെ പറ്റി ഒരു പഠനം തന്നെയുണ്ട് ഒരു സൂറത്തിൽ, ഒരു പഠനം തന്നെ. 2 മലക്കുകൾ വന്ന് ഈ സിഹിറിനെ പറ്റി ഇങ്ങനെ വരും. ഹാറൂത്ത് മാറൂത്ത് എന്ന് പറഞ്ഞ 2 പേര് ഖുർആൻ ഓതുമ്പോൾ കാണാൻ കഴിയും. ഹാറൂത്ത് മാറൂത്ത്. അവർ 2 ആൾ പഠിപ്പിച്ചു കൊടുത്ത ആ സിഹിറിൻ്റെ അധ്യായത്തിൽ കാണാം, ഭാര്യ ഭർത്താവിൻ്റെ ഇടയിൽ തെറ്റിക്കും സിഹിർ കൊണ്ട്. ആരാണിത് പരത്തുന്ന ആള്? ഇതിൻ്റെ ആള് ശൈത്താനാണിത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചിലപ്പോൾ കുട്ടികൾക്ക് ഭയപ്പെട്ടു പോകും. ചില ആളുകൾ മൂത്രിക്കാൻ പോയിരുന്നാൽ ദിക്ർ അല്ലാതെ നേരെ കയറി മൂത്രിച്ച ആ രോഗം വരും. ആരാ രോഗം കൊടുക്കുന്നത്? ശൈത്താനാണ്. ശൈത്താൻ പരത്തിയ രോഗമാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ 2 കാര്യം ചെയ്യണം അല്ലേ? ഒന്ന് കൈ കഴുകണം, ഒന്ന് ഖൈശൂം തെരിമൂക്ക് കഴുകണം. കാരണം ഫഇന്നഹു യബീതു ശൈത്താനു ഫീ, ശൈത്താൻ ഇവിടെ കയറിയിരിക്കുന്നതാണ്. കഴുകണം അത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ശൈത്താൻ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ മറ്റൊരു വർഗമാണ്, ജിന്ന് വർഗം. ഈ ജിന്ന് വർഗം എന്ന് പറയുന്നത് മനുഷ്യനേക്കാളും ചില ശക്തികളൊക്കെ ആ വർഗത്തിന് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ പറയുന്നത് വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ, മനുഷ്യവർഗം ജിന്നുവർഗം. ഈ ജിന്നുവർഗം പ്രപഞ്ചത്തിൽ കാട്ടിക്കൂട്ടുന്ന വിക്രസകളെ പറ്റി പ്രവാചകന്റെ ഹദീസിൽ ധാരാളം പാഠങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു പാഠം പൊന്നാര നബി പറയാണ്, നീ മൂത്രിക്കാൻ കയറിയാൽ ഇടത് കാലെടുത്ത് വെച്ച് കയറണം. കാരണം ആ വീട്ടിൽ ശൈത്താന്മാരുണ്ടാകും. നീ മൂത്രിക്കാൻ കയറുന്നതിന് മുമ്പ് അതിനെ തൊട്ട് കാവലിനെ തേടണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബസി വൽ ഖബാഇസി എന്ന് ചൊല്ലിയിട്ട് കയറിയാൽ അവിടെയുള്ള ശൈത്താന്റെ ശർറ് നിനക്ക് അനുഭവപ്പെടൂല. കണ്ടോ? നിങ്ങൾ മനസ്സിലാക്കണം, വലിയ പഠിക്കേണ്ട ഹദീസാണത്. 5-8 വർഷം മുമ്പ് മാതൃഭൂമിയിൽ, 10-12 വർഷം മുമ്പ് മാതൃഭൂമിയിൽ ഒരു ലേഖനം വന്നിരുന്നു. വാസ്തു ഇല്ലേ, ഹൈന്ദവ വിശ്വാസത്തിലെ പ്രധാനപ്പെട്ട ഇതാണ് വാസ്തുദേവൻ വീടൊക്കെ നിന്ന സമയത്ത് അദ്ദേഹം വാസ്തുശാസ്ത്രത്തെ ലേഖനത്തിൽ ഇന്ന് ഒരുപാട് പുസ്തകത്തിൽ കണ്ടത്. വീട്ടിൻ്റെ തറ കെട്ടുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ എല്ല് കുടുങ്ങാൻ പാടില്ല എന്ന് ഹദീസുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ഹദീസാണ്. വാസ്തുശാസ്ത്രത്തിൽ ഒരു പാഠമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എല്ല് എന്ന് പറയുന്നത് ഫഇന്നഹാ സാദു ഇഖ്വാനുകും മിനൽ ജിന്ന്. നമ്മളെ ഇറച്ചിയാണ് തിന്നുന്നതെങ്കിൽ ശൈത്താൻ ജിന്ന് വർഗം തിന്നുന്നത് എല്ലാണ്. നമ്മൾ ഇറച്ചി തിന്നിട്ട് എല്ല് ഒഴിവാക്കലാണ്, അവർ എല്ല് തിന്നിട്ട് ഇറച്ചി ഒഴിവാക്കലാണ്. അല്ല അങ്ങനെ അവരെ പഠിച്ചത്, അല്ല അങ്ങനെയാണ് അവരെ പഠിച്ചത്. ശൈത്താനാണ് ഒറ്റ ചെരുപ്പിൽ നടക്കുക. ഒരാൾ ചെരുപ്പ് പൊട്ടിപ്പോയി, ഒരിക്കലും ഒറ്റ ചെരുപ്പിൽ നടക്കരുത്, വേഗം ആ ചെരുപ്പം ഊരണം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ തംശൂ ഫീ നഅലിൻ വാഹിദ, ഒരു ചെരുപ്പിൽ നീ നടക്കരുത്. ഫഇന്ന ശൈത്താന യംശീ ഫീ നഅലിൻ വാഹിദ, ശൈത്താനാണ് ഒരു ചെരുപ്പിൽ നടക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, അത് മുഴുവൻ റസൂലുള്ളാഹി പറയാൻ. ഒരാൾ വീട്ടിലേക്ക് കടന്നു ചെന്നു, ദിവസങ്ങൾക്ക് മുമ്പ് പൂട്ടിയിട്ട വീടാണെങ്കിൽ അല്ലെങ്കിൽ ദിവസങ്ങൾക്ക് മുമ്പ് തുറന്ന റൂമാണെങ്കിൽ നീ വേഗം റൂമിലേക്ക് ചെന്നുകൊണ്ട് നിന്റെ പിരിപ്പിൽ നീ കയറി കിടക്കരുത്. റസൂലുള്ളാഹി പറയാണ്, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ വിരിപ്പൊന്ന് കൊട്ടാതെ നീ കിടക്കരുത് മുഹമ്മദ് മുസ്തഫ. കാരണം നീ കടന്ന കിടപ്പിൽ മൂപ്പർ കയറി കിടക്കുന്നുണ്ടാവും, നീ കാണൂല. ഖുർആൻ പറഞ്ഞു ജിന്നുകളെ പറ്റി, ലാ തറൗനഹും, നിങ്ങൾ അവരെ കാണുന്നില്ല, വഹും യറൗനക, അവർ നിന്നെ കാണുന്നുണ്ട്. ജിന്നുകളെ നമ്മൾ അങ്ങോട്ട് കാണുന്നില്ല, അവർ നമ്മളെ കാണുന്നുണ്ട്. അങ്ങനെയാ ജിന്നുകൾ അല്ലാഹു പഠിച്ചത്. ഖുർആൻ പറഞ്ഞ ജിന്നിനെ പറ്റി, ജിന്നിൽപ്പെട്ട ഒരു വർഗാണ് ശൈത്താൻ, ജിന്നിൽപ്പെട്ട വേറൊരു വർഗാണ് ഇഫ്രീത്ത്. ജിന്നിൽ ഒരുപാട് വർഗങ്ങളുണ്ട്. ജിന്നിൽ സ്വാലിഹീങ്ങളായ ജിന്നുകളുണ്ട്, സ്വാലിഹീങ്ങളായ ജിന്നുകൾ. ഞാൻ 1-2 ഉദാഹരണം പറയാം. ഞാൻ മിഞ്ഞാന്ന് ഏർവാടിയിൽ പോയി. ഏർവാടിയിലാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ബാദ്ഷാ ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ്, വലിയ മഹാനാണ് സയ്യിദ് ഇബ്രാഹിം ബാദ്ഷാ ഖദ്ദസല്ലാഹു സർറഹുൽ. ഇബ്രാഹിം ബാദ്ഷാൻ്റെ ജിന്നുകൾ എല്ലാ ഭാഗത്തുണ്ടോ? നമ്മളെ ഈ ഭാഗത്തൊക്കെ ഉണ്ട് ഇബ്രാഹിം ബാദ്ഷാൻ്റെ ജിന്നുകൾ.
ഇവിടെ അടുത്ത് ബഹുമാനപ്പെട്ട ഉസ്സംവട്ട എന്ന് പറയുന്ന സ്ഥലത്തൊരു ബീവിക്ക് ജിന്നുണ്ടായിരുന്നു. വടകര മമതാജി തങ്ങളൊക്കെ ആ വീട്ടിൽ മൂപ്പത്തിൻ്റെ വീട്ടിൽ റൂമിൽ വന്ന് താമസിക്കാറുണ്ട്. വലിയ മഹാനാണ് വടകര മമതാജി തങ്ങളൊക്കെ, അറിയപ്പെട്ട കറാമത്തിൻ്റെ വലിയ മഹാനാണ്. ആ വീട്ടിൽ മൂപ്പരൊക്കെ വന്ന് താമസിക്കാറുണ്ട്. അവിടെ ഒരു വീട്ടിലൊരു സ്ത്രീക്ക് ജിന്നുണ്ടായിരുന്നു. എന്തെല്ലാം സംഭവങ്ങളാണ് അവിടെ നടന്നത്, എന്തൊക്കെ സംഭവങ്ങൾ, എത്ര ആളുകളാണ്. ബഹുമാനപ്പെട്ട ദാവൂദുൽ ഹക്കീം എന്ന് പറയുന്ന മുത്തുപ്പേട്ട ദാവൂദുൽ ഹക്കീം തങ്ങളടുത്തേക്ക് മഹാനായ ശംസുൽ ഉലമ കടന്നു ചെന്നു. ശംസുൽ ഉലമ അവിടെ എഴുതിയിട്ട് ബഹുമാനപ്പെട്ട മുത്തുപ്പേട്ട ദാവൂദുൽ ഹക്കീം തങ്ങളെ പറ്റി ഒരു മൗലൂദ് ഉണ്ടാക്കി, അവിടത്തെ പറ്റി ഒരു ബെയ്ത്തുണ്ടാക്കി. ആ ബെയ്ത്തിലും മൗലൂദിലും പറയുന്നുണ്ട് ദാവൂദുൽ ഹക്കീം തങ്ങളെ. എന്താണ് ഹക്കീം? ഹക്കീം എന്ന പേരല്ല, ദാവൂദാണ് പേര്. ഹക്കീം എന്ന് പറയുന്നത് ലുക്മാനുൽ ഹക്കീം എന്നതുപോലെയാണ്. ഖുർആനിലെ ലുക്മാനാണ് പേര്. ലുക്മാനുൽ ഹക്കീം എന്ന സ്ഥാനപ്പേരാണ്. ഇന്നും നമ്മുടെ നാട്ടിലൊക്കെ പാൽക്കായം വിൽക്കാറുണ്ട്. ജുമ കഴിഞ്ഞാൽ ജാതിക്കോട്ടത്തെ പള്ളിന്റെ മുമ്പിൽ വയനാട്ടിൽ നിന്ന് മരുന്ന് വിൽക്കാൻ ആളുകൾ വരും. അവർ പറയും ഇത് ലുക്മാനുൽ ഹക്കീമിന്റെ പാൽക്കായമാണ്, ഇത് ലുക്മാനുൽ ഹക്കീമിന്റെ തൈലമാണ്. ആരാണ് ഈ ഹക്കീം? ലുക്മാനുൽ ഹക്കീം. അദ്ദേഹം നല്ല ബിസഗ്ഗരനായിരുന്നു, നല്ല മരുന്ന് കണ്ടെത്തിയ വലിയ ബിസഗ്ഗരനാണ്. അതാണ് മുത്തുപ്പേട്ട ദാവൂദുൽ ഹക്കീം. നല്ല വിദഗ്ധനായ വൈദ്യരാണ്. മരിച്ചുപോയ ബഹുമാനപ്പെട്ട മുത്തുപ്പേട്ട ദാവൂദുൽ ഹക്കീം ഞങ്ങൾ എത്രയോ ജീവിച്ചിരിക്കുന്ന ആളുകൾ അവിടെ പോയി സങ്കടം പറഞ്ഞാൽ ഉറക്കത്തിൽ ഓപ്പറേഷൻ നടത്താറുണ്ട്. ഉറക്കത്ത് ഓപ്പറേഷൻ നടത്തും. വലിയ വലിയ മാരക രോഗങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തുകളയും. ഇന്നും മുത്തുപ്പേട്ടയിൽ ഞാൻ മിഞ്ഞാന്ന് ചെന്നപ്പോൾ ഒരുപാട് ആളുകൾ അവിടെ താമസിക്കുകയാണ്. എന്തിനാ താമസിക്കുന്നത്? രോഗിയായിട്ട് അവിടെ ചെന്നിരിക്കുകയാണ്. അതിൽ ഒരു കൃഷ്ണൻ എന്ന് പറയുന്ന മംഗലാപുരത്തെ ഒരാളെയും പരിചയപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഭാര്യ ആക്സിഡന്റിൽ വണ്ടിയിൽ നിന്നും തെറിച്ചു വീണു പോയതാണ്. ഒരു ഭാഗം മുഴുവനും ശബ്ദം കേൾക്കാൻ പറ്റാത്ത വിധം, ചലിക്കാൻ പറ്റാത്ത വിധം ഒരു ഭാഗം തലന്റെ ഒരു ഭാഗം സ്റ്റക്കായി പോയിരിക്കുകയാണ്. ആ ഭാര്യയും അദ്ദേഹം ദിവസങ്ങളായി ഇവിടെ താമസിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു കുറവായി വരുന്നുണ്ട്, ശരിയായി വരുന്നുണ്ട്, പ്രാർത്ഥിക്കണേ ഉസ്താദേ, പ്രാർത്ഥിക്കണേ എന്ന് അദ്ദേഹം പരിചയപ്പെട്ട പെണ്ണോട് പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ ഔലിയാക്കൾക്കുള്ള ഒരു പ്രത്യേകമായ കറാമത്താണിത്. മഹാനായ ശംസുൽ ഉലമ മുത്തുപ്പേട്ട ദാവൂദുൽ ഹക്കീം തങ്ങളെ സിയാറത്ത് ചെയ്യാൻ ചെന്നപ്പോ ബഹുമാനപ്പെട്ട മുത്തുപ്പേട്ട തങ്ങളെ പറ്റി ഒരു ബെയ്ത്തുണ്ടാക്കി. ആ ബെയ്ത്തിൽ പറയുന്നുണ്ട്, ഓ നിങ്ങൾ എത്രയോ ആളുകൾക്ക് രോഗത്തിന് ചികിത്സ കൊടുക്കുന്നവരല്ലയോ. എത്രയോ വലിയ സംഭവമായിരുന്നു ശംസുൽ ഉലമ. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ അജ്മീറിൽ ചെന്നു സിയാറത്ത് ചെയ്യാൻ. അജ്മീറിൻ്റെ സ്വഭാവം എന്താ നമുക്കറിയാലോ. ബഹുമാനപ്പെട്ട ഔറംഗസീബ് ഇന്ത്യൻ്റെ ഏക സിവിൽ കോഡ് ചർച്ച ചെയ്യപ്പെടുകയാണ് ഇവിടെ. ഇന്ത്യയുടെ നമ്മുടെ അംബേദ്കർ ഉണ്ടാക്കിയ 2.5 വർഷം നീണ്ടുന്ന കഠിനാധ്വാനത്തിലുണ്ടാക്കിയ നമ്മുടെ ഭരണഘടനയിൽ നിർദ്ദേശ പട്ടികയിൽ ഏക സിവിൽ കോഡ് ഉണ്ടാക്കാൻ വേണ്ടി നിർദ്ദേശമുണ്ട്. ആ ഏക സിവിൽ കോഡിനെ പറ്റി രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ വീണ്ടും ചർച്ച വന്നു. എന്താണ് ചർച്ച? ഒരു പ്രത്യേകമായ വിഷയം ചർച്ച വന്നു. ആ ചർച്ചയിൽ എന്താ നമ്മൾ പറഞ്ഞെന്ന് മറന്നുവല്ലോ അവിടെ ചോനെ. എന്ത് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയത്? അത് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് നബ്ബറല്ലാഹു മർഖദ ഔറംഗസീബിനെ പറ്റി പറഞ്ഞു പോയതാണ്. ഔറംഗസീബ് നമ്മൾ ഇന്ത്യൻ ഭരണഘടനയിലുണ്ട്. ഔറംഗസീബ് ആരാ? ഔറംഗസീബ് ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നത് ഇവിടുത്തെ മതവിഭാഗങ്ങളായ ആളുകൾക്ക് അവരുടെ മതമൗലിക പ്രകാരം 7 കാര്യങ്ങളിൽ മതസ്ഥർക്ക് അവരുടെ തീരുമാനപ്രകാരം അവർക്ക് വിധിക്കാം. വിവാഹമോചനം, അനന്തരാവകാശം, അതുപോലെ തന്നെ തുടങ്ങിയ 7 വിഷയം, മരണാനന്തര കർമ്മങ്ങൾ 7 വിഷയങ്ങൾ. ആ കേസിൽ കോടതിൻ്റെ മുമ്പിൽ വന്നാൽ ശരീഅത്ത് പ്രകാരം വിധിക്കും. എങ്ങനെയാ ശരീഅത്ത്? ചോദ്യമാണ്. എങ്ങനെയാ ശരീഅത്ത്? ഇന്ത്യൻ ഭരണഘടന എഴുതി വെച്ചു 1937 ബ്രിട്ടീഷ് ഗവൺമെൻറ് ഉണ്ടാക്കിയതാണെങ്കിൽ അംബേദ്കർ ഇന്ത്യൻ്റെ ഭരണഘടന തിരുത്തി എഴുതിയപ്പോൾ ഇത് അങ്ങനെ തന്നെ അവിടെ എടുത്തു വെച്ചു. എന്താണെന്നറിയോ? ഷാഫി മദ്ഹബും ഹനഫി മദ്ഹബ് 2 മദ്ഹബേ ഇന്ത്യയിലുള്ളൂ. 2 മദ്ഹബ് പ്രകാരം ഷാഫി മദ്ഹബാണ് കേസെങ്കിൽ മിൻഹാജ് വിധിക്കും. മിൻഹാജ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കിതാബാണ്, ഇമാം നവവി എഴുതിയൊരു കിതാബാണ്. ഹനഫി മദ്ഹബാണെങ്കിൽ ഹിദായയും ഫത്താവ ആലംഗീരിയും ഇന്ത്യൻ ഭരണഘടനയിലുള്ളതാണ്. ഹിദായ ഹനഫിയിലെ ഗ്രന്ഥമാണ്. ഫത്താവ ആലംഗീരി അത് ബഹുമാനപ്പെട്ട ഔറംഗസീബ് എഴുതി വെച്ചതാണ്. ഔറംഗസീബ് അപ്പം വലിയ പണ്ഡിതൻ ഔറംഗസീബ് എന്ന് മനസ്സിലായില്ലേ? ഇന്ത്യൻ്റെ കഥകളിൽ ചരിത്രത്തിലുള്ളത് ഔറംഗസീബ് ഉപ്പാനെ പിടിച്ച് കൊന്ന ആളാണ്, അങ്ങനെ ഭരണം പിടിച്ചടക്കിയ ആളാണെന്ന് അല്ല. ഔറംഗസീബ് ഒരു ആബിദും വലിയുമായിരുന്നു. അദ്ദേഹം ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണാധികാരിയാവുന്നതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ജോലി എന്താണെന്നറിയാം? ഭരണത്തിൻ്റെ പൈസ എടുത്ത് അദ്ദേഹം തിന്നാറില്ല.
രാജ്യത്തിൻ്റെ രാജാവായി നിൽക്കുമ്പോൾ ജനങ്ങളുടെ പൈസ അദ്ദേഹം തിന്നാറില്ല. അദ്ദേഹം ചെരുപ്പ് തുന്നലും തൊപ്പി തുന്നലും അദ്ദേഹത്തിൻ്റെ ജോലിയായിരുന്നു. അത് രണ്ടും ജോലി എടുത്തുകൊണ്ട് അദ്ദേഹം ഉപജീവന മാർഗം കണ്ടെത്തിയിട്ടുണ്ട്. അത്രയും വലിയ സൂഫിയായിരുന്നു ഔറംഗസീബ് തങ്ങൾ. അദ്ദേഹമാണ് ഫത്താവ ആലംഗീരി ഉണ്ടാക്കിയത്. ആ ആലംഗീരി ഫത്താവ ഹനഫി മദ്ഹബിലെ പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ്. അത് ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഔറംഗസീബിൻ്റെ ഈ ഗ്രന്ഥം അത് അംബേദ്കർ എഴുതി വെച്ചതല്ല. അതിനു മുമ്പ് 1937 ബ്രിട്ടീഷുകാർ എഴുതി വെച്ചതാണ്. നിങ്ങൾ മനസ്സിലാക്കണം. അത്രയും വലിയൊരു പണ്ഡിതൻ പാപ്പാനെ പിടിച്ച് കൊന്നിട്ട് ഭരണെടുക്കുമോ? നിങ്ങൾ ആലോചിക്കട്ടെ. ചരിത്രം വികൃതമാക്കുകയാണ്. ഞാൻ അങ്ങോട്ടൊന്നും പോകണില്ല, ഞാൻ വീണ്ടും തിരിച്ചു വരികയാണ്. ഔറംഗസീബ് തങ്ങളൊരാൾ അജ്മീറിൽ കണ്ടു. അജ്മീറിൽ കണ്ടു ചോദിച്ചു, എന്തോടെ വന്നത്? ഞാൻ ഇന്ന് ആവശ്യത്തിനാണ് വന്നത്. എത്ര ദിവസമായി വന്നിട്ട്? കുറേ നാളായി. നാളേക്ക് ഇവിടുന്ന് പോയിട്ടില്ല, ഞാൻ കൊന്നുകളിയെന്ന് പറഞ്ഞു. ഇവിടുന്ന് പോയിക്കോണമെന്നാണ്. അതെന്താണ്? അദ്ദേഹം പോയിട്ട് ഖാജാൻ്റെ അടുത്ത് പോയി കരഞ്ഞു. എന്താ കരഞ്ഞത്? എന്നെ ഔറംഗസീബ് കൊല്ലാൻ നിൽക്കുകയാണ്, എനിക്ക് ഇവിടെ നാളെ ഇവിടുന്ന് പോകണം, എൻ്റെ കാര്യം പൂർത്തിയാകണം. പിറ്റേന്നേക്ക് മുമ്പ് കാര്യം പൂർത്തിയായി. അപ്പോൾ എന്താ കാര്യം? ഇന്നലെ വരെ അദ്ദേഹത്തിന് ഒരു ഉഷാറുമില്ല. ഇന്നിപ്പോൾ വാള് പേടിച്ചിട്ട് അദ്ദേഹം ആത്മാർത്ഥതയോടെ പറഞ്ഞു. അപ്പം നടന്നു. അജ്മീറിൽ ഒരു മനുഷ്യൻ ചെന്ന് ആത്മാർത്ഥതയോടെ ഒരു കാര്യം പറഞ്ഞാൽ അത് നിറവേറിയിട്ടാണ് ആളുകൾ തിരിച്ചു വരിക. ശംസുൽ ഉലമ അജ്മീറിൽ ചെന്നു. അജ്മീറിൽ ചെന്നപ്പോൾ അവിടെ ഒരു കാര്യം പറഞ്ഞു. അന്ന് രാത്രി ഖാജാ തങ്ങൾ അദ്ദേഹത്തിന് നിർദ്ദേശം ഉറക്കത്തിൽ കിനാവ് കൊടുത്തു. എന്താ കിനാവ്? അജ്മീർ ശൈഖിന്റെ അടുക്കൽ ചെന്നൊരു കാര്യം ചൊന്നു. അജ്മീർ ശൈഖിന്റെ അടുക്കൽ ചെന്നൊരു കാര്യം ചൊന്നു. മറുപടിയായി പറഞ്ഞു രചിക്കാൻ മൗലൂദൊന്ന്. മഹാനായ അജ്മീർ ഖാജാ മൊയ്നുദ്ദീൻ ചിശ്തി തങ്ങൾ ശംസുൽ ഉലമയോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് എൻ്റെ മേലിൽ ഒരു മൗലൂദ് എഴുതൂ. മഹാനായ ശംസുൽ ഉലമ അവിടെ ഇരുന്നിട്ട് ഒരു അജ്മീർ മൗലൂദ് എഴുതി ഉണ്ടാക്കി. ഇന്നും പ്രസിദ്ധമാണ്. യൽ മദദ് യാ ശൈഖ അജ്മീർ മൊയ്നുദ്ദീനി. മഹാനായ ശംസുൽ ഉലമ അജ്മീർ എഴുതിയുണ്ടാക്കിയ ബൈത്തുകളിൽ ഒരു ബൈത്ത് മാത്രമാണത്. മഹാനായ ബഹുമാനപ്പെട്ട ഖാജാ മൊയ്നുദ്ദീൻ ചിശ്തിയെ പോലുള്ള എത്രയോ ഔലിയാക്കന്മാർ രോഗത്തിൽ ഇടപെടാറുണ്ട്. അതേത് രോഗമാണെന്നറിയോ? പൈശാചികമായി വന്ന രോഗത്തിനുള്ള ചികിത്സകളിൽപ്പെട്ടൊരു മാർഗമാണത്. അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച ചില ദിക്റുകൾ ഞാനിവിടെ പറഞ്ഞുകൊണ്ട് ആ വിഷയം ഞാൻ അവസാനിപ്പിക്കട്ടെ. നിങ്ങൾ കേട്ടിട്ടില്ലേ മഹാനായ ഖുതുബി, അല്ലാമ ഖുതുബി, ചുക്ലിയിൽ മറപ്പെട്ട് കിടക്കുന്ന ഖുതുബി, കണ്ണിയത്ത് ഉസ്താദിന്റെ ഉസ്താദ് ഖുതുബി, സദഖത്തുൽ മുസ്ലിയാർ ഉസ്താദ് ഖുതുബി, മഹാനായ പറവണ്ണ ബഹുമാനപ്പെട്ട നമ്മൾ നേരത്തെ പറഞ്ഞ കൈപ്പറ്റ ഉസ്താദ് ബീരാൻകുട്ടി മുസ്ലിയാർ, കൈപ്പറ്റ ഉസ്താദിന്റെ ഉസ്താദ് ഖുതുബി, മഹാനായ ഖുതുബി, ചെറുപ്പത്തിലെ വലിയ സമ്പന്നനായ ഖുതുബി, മുതലാളിയായിരുന്ന ഖുതുബി, ആരാർക്കും വണ്ടിയില്ലാത്ത കാലത്ത് മഞ്ചലിൽ മാത്രം സഞ്ചരിച്ചിരുന്ന സമ്പന്നനായ മനുഷ്യൻ തന്റെ സമ്പത്തിന്റെ മടിത്തട്ടിൽ ഇരുന്നുകൊണ്ടും ഇൽമു പഠിക്കാൻ വേണ്ടി പോയി ചൊറിഞ്ഞു മാന്തി പഠിച്ചുകൊണ്ട് ചാലിലകത്തിന്റെ പ്രിയപ്പെട്ട ശിഷ്യനായി വളർന്നു വന്ന ഖുതുബി, കേരളത്തിൽ സർവ്വവിജ്ഞാനങ്ങൾക്കും ഏറ്റവും വലിയ അവലംബമായി മാറിയ ഖുതുബി, അല്ലാമ ഖുതുബിന്റെ ഹദ്ദാദ് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഖുതുബി എപ്പോഴും ഹദ്ദാദ് കഴിക്കും, ഒരു ഹദ്ദാദ് മുടക്കൂല. അല്ലാമ ഖുതുബി ഒരു ദിവസം ഹദ്ദാദ് കഴിഞ്ഞു, ഇശാ നിസ്കാരം കഴിഞ്ഞു, മൂത്രിക്കാൻ പോയി. തിരിച്ചു വരുമ്പോൾ ബഹുമാനപ്പെട്ട ഖുതുബിന്റെ കാലിന് പാമ്പ് കടിച്ചു. ഖുതുബി പള്ളിയിലേക്ക് വന്നു. പാമ്പ് കടിച്ചിട്ട് തിരിച്ചു നോക്കിയില്ല. പള്ളിയിൽ വന്നിട്ട് കുട്ടികളോട് പറഞ്ഞു, കുട്ടികളെ അവിടെ ഒരു പാമ്പുണ്ട്, പോയി നോക്കിയാട്ടെ. പോയി നോക്കുമ്പോൾ പാമ്പ് ചത്തിരിക്കുകയാണ്. പാമ്പ് ചത്തിരിക്കുകയാണ്. എന്താണ് കാര്യമെന്നറിയാമോ? ولو بسهو الإماء في لهمهم ذوفو إن الضعاف متى ما كنت تأكله ولو بجهل جرى في نفسك التلف مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. ഖുതുബി ഹദ്ദാദ് ചൊല്ലുന്ന മനുഷ്യനാണ്. ഹദ്ദാദ് ചൊല്ലുന്ന മനുഷ്യന് ഒരു മനുഷ്യനും ബുദ്ധിമുട്ടിക്കാൻ കഴിയൂല. ഇതാരാണ് പറഞ്ഞത്? ഇത് പൊന്നാര നബി മുഹമ്മദ് മുസ്തഫ. റസൂലുള്ളാഹി പറഞ്ഞു,
ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദ് വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്ന ദിക്ർ ഒരു മനുഷ്യൻ രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരം ചൊല്ലിയാൽ രാവിലെ വരെ ഒരു ദിവസം ഒരു വക്തിൽ 3 തവണ ചൊല്ലിയാൽ ആ ദിവസം മുഴുവനും അവന് ഒരു സാധനവും ബുദ്ധിമുട്ടാകൂലെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. ഖുതുബി ഹദ്ദാദ് ചൊല്ലി ഇശാ നിസ്കാരം കഴിഞ്ഞോ, ഖുതുബിനെ പാമ്പ് കടിച്ച പാമ്പ് ചത്തുപോയി. ഇത് ഖുതുബിന്റെ ചരിത്രം മാത്രമല്ല, നമുക്ക് ഹദീസിലേക്ക് തിരിച്ചു പോകാം. ഖുതുബിനെ പറഞ്ഞാൽ പരിഹസിക്കുന്ന ആളുകളുണ്ടല്ലോ, നമുക്ക് ഹദീസിലേക്ക് തിരിച്ചു പോകാം. മഹാനായ ഒരു ഹദീസും കൂടി പറഞ്ഞ് നിർത്താല്ലേ? ആയിട്ടില്ലല്ലോ, 2 മണിക്കൂറല്ലേ വയന്ന്, 8:11 തുടങ്ങി. ആയിക്കോട്ടെ, നിർത്തുക, സമയമായി. കുറച്ചും കൂടി പറയാൻ നിയമം അനുവദിക്കണ്ടേ? നമ്മളെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നിങ്ങൾക്കറിയില്ലേ? അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അതിനും കാരണമുണ്ട് ഹദീസിൽ. എന്താണ് ഇങ്ങനെയൊക്കെ വരാൻ കാരണം? മനുഷ്യന്മാർക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇവിടെ എന്നറിയോ? എന്തൊക്കെയാണ് സംഭവിക്കാൻ പോണത്, എന്തെല്ലാം ഇവിടെ പ്രചോദനങ്ങൾ നടക്കുന്നുണ്ട്. ആരൊക്കെയാണ് കുടുങ്ങാൻ പോണത്, ആരൊക്കെയാണ് ഉള്ളിലാകാൻ പോണത്, ഏതൊക്കെ പൈസയാണ് പുറത്തു വരാൻ പോണത്, ഇതൊക്കെ ഇതിൻ്റെ പിന്നിലൊക്കെ എന്തൊക്കെയാണെന്ന് അള്ളാഹുവിനെ അറിയുള്ളൂ. നമ്മൾ വിചാരിക്കുമ്പോൾ പൈസ 1000 രൂപയ്ക്ക് വേറെ 2000 രൂപ മാറാന്നല്ലേ, അവിടെ നിന്ന് അവസാനിക്കണമല്ല ഇത്. അള്ളാഹുവെ കാത്തുരക്ഷിക്കണേ റബ്ബേ. പടച്ചോൻ്റെ കാവലല്ലാതെ ഒരു കാവലില്ല. അറബിക്കടലെന്ന് പറയുന്ന അലമാലയുടെ പരിസരത്തുള്ള ചെറിയൊരു കൊച്ചോളം മാത്രമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അറബിക്കടലൊന്ന് ആർത്തുലച്ചാൽ കേരളം മുഴുവനും വെള്ളത്തിലായിരിക്കും. 1000 കൊല്ലങ്ങളായി ഈ അറബിക്കടലിൻ്റെ തീരത്ത് ഈ കേരളം ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല. ഒന്നടിച്ചാൽ മതി, ഒറ്റയടി. അള്ളയല്ലേ പിടിച്ചു വെക്കണത്? ഈ അലമാല അള്ളയല്ലേ പിടിച്ചു വെക്കണത്? നിങ്ങൾ ആലോചിച്ച് നോക്കുക. അള്ളാഹിൻ്റെ മദദ് വലുതാണ്. മുഅ്മിനീങ്ങൾ ഈമാനുള്ളവരാവണം. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹു തങ്ങളടുത്തേക്ക് ഒരാൾ വിഷം കലർത്തിയ വെള്ളം കൊണ്ടുവന്നു. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹുവിനോട് മൂപ്പരെ പരീക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. മൂപ്പര് ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ വഹുവസ് സമീഉൽ അലീം എന്ന് പറഞ്ഞാൽ കുടിച്ചു. മൂപ്പർക്ക് ഒന്നും പറ്റിയില്ല. ഒന്നും കൂടി ഞാൻ പറയാം. നമ്മുടെ നാട്ടിലെ കുത്താറാത്തീബ് എന്നൊരു പരിപാടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ ദിക്റങ്ങ് ചൊല്ലിയിട്ട് അങ്ങ് കുത്തുകയാണ്. ശരീരത്തിൽ കുത്തിയിട്ട് ഏത് ഭാഗത്ത് കുത്തി മുറിച്ച് കഷ്ണമാക്കിയെടുത്താൽ പോലും ഒരു നിമിഷം കൊണ്ടത് വീണ്ടും ആ മുറിവില്ലാതെ തുടങ്ങി വരികയാണ്. ഇല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ ഇന്നുണ്ടത് എല്ലാ ഭാഗത്തും കുത്താറാത്തീബ് നടക്കുന്നുണ്ട്. അത് ദിക്റിൻ്റെ കറാമത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പാവപ്പെട്ട നമുക്ക് ആരോഗ്യവും ആഫിയത്തും വർദ്ധിപ്പിച്ചു തരട്ടെ. പടച്ചോനെ, ഞങ്ങളുടെ ഈ നാട്ടിലെ ഈ പ്രദേശത്തെ ഈ കേളോത്ത് മഹല്ലിൻ്റെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നമ്മുടെ ജാതിക്കൂട്ടത്ത് അഹ്മദ് മുസ്ലിയാർ എന്ന് പറയുന്ന മഹാനായ ആ വലിയവர்கள். അല്ലാഹു തആല മഹാനരുടെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അല്ലാഹുവേ, ആ മഹാനായ വലിയൻ്റെ ബറക്കത്തും മദദും നമ്മുടെ നാട്ടിൽ നീ നിലനിർത്തി തരണേ റബ്ബേ. പടച്ചോനെ, ഞങ്ങളിൽ നിന്നുള്ള രോഗികൾക്ക് നീ ശിഫ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നുള്ള പടച്ചവനെ, പാവങ്ങളായ രോഗികൾ, ഒരുപാട് രോഗികളുണ്ട്, അവർക്കൊക്കെ നീ ശിഫ കൊടുക്കണേ റഹ്മാനെ. ഒരുപാട് രോഗികൾ പല ആവശ്യങ്ങളും പറഞ്ഞ് പലരും ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. എൻ്റെ മകന് നല്ല സ്വാലിഹായ പെൺകുട്ടിയെ കിട്ടാനും എനിക്ക് പരലോകവും പല രോഗങ്ങളുമുണ്ട്, അത് ശിഫിയാകുവാനും മക്കളെ നന്നാകാൻ വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരി ഒരു സ്വർണ്ണ വള, ചെറിയൊരു വള സംഭാവനയുണ്ട്. അല്ലാഹുവേ, നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, ആ സഹോദരിക്ക് നല്ല സ്വാലിഹായ പെൺകുട്ടിയെ കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ആ സഹോദരിയുടെ മകന് നല്ല സ്വാലിഹായ പെൺകുട്ടിനെ കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, ആ സഹോദരിയുടെ ഒരു ശരീരത്തിൽ നിന്നുള്ള എല്ലാ രോഗങ്ങളും നിൻ്റെ ദീനിന് വേണ്ടി സംഭാവന ചെയ്ത സദഖയുടെ ബർക്കത്തുണ്ട്. സദഖത്തു റദ്ദുൽ ബലാ എന്ന് പൊന്നാര നബിൻ്റെ ഹദീസിൻ്റെ പ്രവചനം ആ സഹോദരിയുടെ ശരീരത്തിൽ നീ കാണിച്ചു കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, ആ കുട്ടിയുടെ ആ സഹോദരിയുടെ മക്കളെ നീ നന്നായി കൊടുക്കണേ റബ്ബേ. അതുപോലെ അടുത്ത ദിവസം മരണപ്പെട്ട് കിഴക്കയിൽ സൂപ്പി ഹാജി എന്നവരുടെ പേരിൽ പ്രത്യേകം ദുആ ചെയ്യാൻ അപേക്ഷിക്കുന്നു. മകൻ അഷ്റഫ്, അല്ലാഹുവേ, നീ കബൂൽ ചെയ്യണേ തമ്പുരാനെ. സദഖ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. നീ ബർക്കത്താക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ആ സഹോദരൻ്റെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, ആ സഹോദരൻ്റെ ഖബറിൻ്റെ പ്രതിഫലം നീ ഇപ്പം തന്നെ എത്തിച്ചു കൊടുക്കണേ.